ഇന്ന് പകൽക്കാലം കർത്താവിന്റെ സാന്നിധ്യം ಇವತ್ತು ಆಗಲೂ ದೇವರ ಸಾನ್ನಿಧ್ಯ ಅನುಭವಿಸುವಾಗ ವ್ಯಕ್ತಿಪರമായി അനുഭവിക്കുന്നവർ ವೈಯಕ್ತಿಕವಾಗಿ ಅನುಭವಿಸುವಂತವರು കരങ്ങളെ വീശി മഹത്വപ്പെടുത്താൻ കർത്താവ് ಕೈಗಳನ್ನು ಬೀಸುತ್ತಾ ಮಹಿಮೆ ಪಡಿಸಿರಿ. കരങ്ങളെ വീശി മഹത്വപ്പെടുത്താൻ ಕೈಗಳನ್ನು ಬೀಸುತ್ತಾ ಮಹಿಮೆ ಪಡಿಸಿರಿ. Thank you, Jesus. ಧನ್ಯವಾದಗಳು ಯೇಸುವೇ. ഞങ്ങൾ ഒരുമിച്ചടുത്ത് വരുന്നു. ನಾವು ಒಟ್ಟಾಗಿ ಹತ್ತಿರಕ್ಕೆ ಬರ್ತಾ ಇದ್ದೇವೆ. ഈ ജനത്തിന് നടുവിൽ കർത്താവ് ഉപയോഗിക്കണമേ. ಈ ಜನರ ಮಧ್ಯದ ದೇವರ ಕ್ರಿಯೆ ಮಾಡಬೇಕು. ദൈവ പ്രവൃത്തിക്ക് വിരുദ്ധമായി ചലിക്കുന്ന എല്ലാ ദേശಗಳ കെട്ടുകൾ അഴിഞ്ഞു മാറട്ടെ. ದೇವರ ಕ್ರಿಯೆಗೆ ವಿರುದ್ಧವಾಗಿ ಚಲಿಸುವಂತ ಎಲ್ಲ ದೇಶದ ಕಟ್ಟುಗಳು ಮುರಿಯಲ್ಪಡಲಿ. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ചലിക്കപ്പെടണം. ಪವಿತ್ರಾತ್ಮನ ಸಾನ್ನಿಧ್ಯ ಚಲಿಸಲಿ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ಯೇಸು ಕ್ರಿಸ್ತನ ನಾಮದಲ್ಲಿಯೇ കരങ്ങളെ തട്ടി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ಕರಗಳನ್ನು ತಟ್ಟುತ್ತಾ ದೇವರನ್ನು ಸ್ತುತಿಸೋಣ. Thank you, Jesus. ಧನ್ಯವಾದಗಳು ಯೇಸುವೇ. എല്ലാവർക്കും ഇരിക്കാം, എല്ലാവർക്കും ഇരിക്കാം. ನಾವೆಲ್ಲರೂ ದಯವಿಟ್ಟು ಕೂತ್ಕೊಳ್ಳೋಣ, ದಯವಿಟ್ಟು ಕೂತ್ಕೊಳ್ಳೋಣ. എല്ലാവരും ഇരുന്നാട്ട് ദൈവസന്നിധിയിൽ. ಎಲ್ಲರೂ ದೇವಸ್ಥಾನದಲ್ಲಿ ಕೂತ್ಕೊಳ್ಳಿ. ആമേൻ. അടുത്തിരികെ ഇരിക്കുന്നവർക്ക് കൈ കൊടുത്തിട്ട് അവരെ ബ്ലെസ് ചെയ്ത് ಪಕ್ಕದಲ್ಲಿರುವವರಿಗೆ ಕೈ ಕೊಟ್ಟು ആമേൻ. ജീസസ്. ആമേൻ. അസസ്വലിരിക്കാൻ പറഞ്ഞാട്ടെ. ದಯವಿಟ್ಟು ಅವ್ರಿಗೆ ಕೂರೋದಕ್ಕಾಗಿ ಹೇಳ್ರಿ. ആമേൻ. ശ്രദ്ധിക്കുക, ಗಮನ ಕೊಡ್ರಿ ಇಲ್ಲಿಗೆ. ആമേൻ. ಆಮೆನ್. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. നമ്മൾ വായിച്ച ഒരു വാക്യം, ನಾವು ಓದಿದಂತ ವಾಕ್ಯ അതെങ്ങനെയാണ്? ಅದು ಹೀಗಾಗಿದೆ. ഇത് നിനക്ക് പ്രവർത്തിക്കാനുള്ള സമയമാണ്. ಯೆಹೋವನೇ ನೀನು ಕಾರ್ಯ ನಡೆಸುವುದಕ್ಕೆ ಸಮಯ ಬಂದದೆ. അടുത്തിരിക്കുന്ന കൈ കൊടുത്ത് പറഞ്ഞാട്ടെ ഈ വാക്യം. ಪಕ್ಕದವರಿಗೆ ಕೈ ಕೊಟ್ಟು ಹೇಳಿರಿ ಈ ವಾಕ್ಯವನ್ನು. പറഞ്ഞേ. ಹೇಳಿರಿ. ഇത് ഇന്ന് നിങ്ങൾക്ക് പ്രവർത്തിക്കാനുള്ള സമയമാണെന്ന് പറഞ്ഞാട്ടെ. ಇದು ನಿಮಗೆ ಕ್ರಿಯೆ ಆಗೋದಕ್ಕಿರುವಂತ ಸಮಯ ಆಗಿದೆ ಎಂಬುದಾಗಿ ಹೇಳಿರಿ. ആമേൻ. ಆಮೆನ್. ഞാൻ അതുപോലെ വിശ്വസിക്കുക. ಅದೇ ರೀತಿಯಾಗಿ ನಾನು ನಂಬುತ್ತಾ ಇದ್ದೇನೆ. ಕರ್ತನ ನಮ್ಮೆಲ್ಲರನ್ನು ಸಹಾಯ ಮಾಡಲಿ. ഞാൻ അല്പസമയം ഈ വചനത്തിൽ നിന്ന് ശുശ്രൂഷിക്കുന്നതിന് ശേഷമായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ താല്പര്യപ്പെടുകയാണ്. ಸ್ವಲ್ಪ ಸಮಯ ದೇವರ ವಾಕ್ಯ ಮಾತನಾಡಿ ನಂತರ ನಿಮಗೋಸ್ಕರವಾಗಿ ಪ್ರಾರ್ಥಿಸುವುದಕ್ಕೆ ನಾನು ಆಸೆ ಪಡುತ್ತೇನೆ. കർത്താവിന്റെ വചനം പഠിക്കുമ്പോൾ ಕರ್ತನ ವಾಕ್ಯ ನಾವು ಕಲಿಯುವಾಗ സമയത്തിന് ഒത്തിരി പ്രാധാന്യതകളുണ്ട്. ಸಮಯಕ್ಕೆ ಅನೇಕ ಪ್ರಾಮುಖ್ಯತೆಗಳಿದೆ. ആമേൻ. ಆಮೆನ್. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. ഇവിടെ വായിച്ച വാക്യം ഇങ്ങനെയാണ്. ಇಲ್ಲಿ ಓದಿದ ವಾಕ್ಯ ಈ ರೀತಿಯಾಗಿದೆ. ഇത് നിനക്ക് പ്രവർത്തിക്കാനുള്ള സമയമാണ്. ಯೆಹೋವನೇ ನೀನು ಕಾರ್ಯ ನಡೆಸುವುದಕ್ಕೆ ಸಮಯ ಬಂದದೆ. ദൈവത്തിന്റെ പ്രവൃത്തിയുടെ സമയം എന്ന് പറയുന്നത് ದೇವರು ಕಾರ್ಯ ನಡೆಸುವುದಕ್ಕಿರುವಂತ ಸಮಯ ಎಂಬುದಾಗಿ ಹೇಳಿದರೆ ബൈബിൾ പറയുന്നു ദൈവത്തിന്റെ സമയം തക്ക സമയമാണ്. ಬೈಬಲ್ ಹೇಳ್ತದೆ ದೇವರ ಸಮಯ ಎಂಬುದಾಗಿ ಹೇಳಿದ್ರೆ ಅದು ತಕ್ಕ ಸಮಯವಾಗಿದೆ. എല്ലാവരും പറഞ്ഞ തക്ക സമയമാണ്. ಎಲ್ಲರೂ ಹೇಳಿರಿ ತಕ್ಕ ಸಮಯ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോ ദൈവത്തിന്റെ സന്നിധിയിൽ വരുവാനുള്ള സമയം തക്ക സമയമാണ്. ಹಾಗೆ ದೇವರ ಸನ್ನಿಧಿಗೆ ಬರೋಕಿನ ಸಮಯ ಅದು ತಕ್ಕ ಸಮಯವಾಗಿದೆ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. പത്രോസ് ലേഖനം എഴുതുമ്പോൾ ಪೇತ್ರನು ಪತ್ರಿಕೆ ಬರೆಯುವಾಗ ആ ലേഖനത്തിലുള്ള വാക്യം ഇങ്ങനെയാണ്: അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പിൻ. ಆ ಒಂದು ಪತ್ರಿಕೆಯ ದೇವರ ವಾಕ್ಯ ಈ ರೀತಿಯಾಗಿದೆ: ಆತನು ತಕ್ಕ ಸಮಯದಲ್ಲಿ ನಿಮ್ಮನ್ನು ಮೇಲೆತ್ತುವುದಕ್ಕೋಸ್ಕರವಾಗಿ ಆತನ ಬಲ ಇರುವಂತ ಕೈಯಲ್ಲಿ ನೀವು ತಗ್ಗಿರಿ ಎಂಬುದಾಗಿ. ദൈവത്തിന്റെ സമയം തക്ക സമയമാണ്. ಹಾಗೆ ದೇವರ ಸಮಯ ಅದು ಸರಿಯಾದ ತಕ್ಕ ಸಮಯವಾಗಿರುತ್ತದೆ. എന്തുകൊണ്ട് പത്രോസ് വാക്യം എഴുതാൻ കാരണം? ಯಾಕೆ ಪೇತ್ರನ ಮಾತು ಬರೆಯುವುದಕ್ಕಿರುವಂತ ಕಾರಣ, ഞാനിങ്ങനെ ആ ഭാഗം ചിന്തിച്ചപ്പോൾ ನಾನು ಆ ಭಾಗವನ್ನು ಈ ರೀತಿಯಾಗಿ ಚಿಂತಿಸಿದಾಗ എന്റെ ഭാവന ഞാനങ്ങ് പറയുകയാണ്. ನನ್ನ ಒಂದು ಚಿಂತನೆ ನಾನು ಹೇಳ್ತಾ ಇದ್ದೇನೆ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. ഈ യേശു കർത്താവ് വെള്ളത്തിലൂടെ നടന്നു വന്നു. ಯೇಸು ಕರ್ತನು ನೀರಿನ ಮೇಲೆ ನಡೆದು ಹೋಗ್ತಾ ಇದ್ದಾರೆ. പത്രോസ് അച്ചാനൊരു താല്പര്യം, പത്രോസിനൊരു താല്പര്യം
അതുപോലെ നടക്കണം. ಪೇತ್ರನಿಗೊಂದು ಆಸೆ ಅದೇ ರೀತಿಯಾಗಿ ನೀರಿನಲ್ಲಿ ನಡೆಯಬೇಕೆಂಬುದಾಗಿ നമുക്കൊക്കെ ഒരു ആഗ്രഹം കാണുമല്ലോ. ನಮ್ಮೆಲ್ಲರಿಗೂ ಒಂದೊಂದು ಆಸೆ ಇರುತ್ತದಲ್ಲ. പത്രോസിന്റെ ആഗ്രഹമാണ് യേശു നടന്നതുപോലെ വെള്ളത്തിലൂടെ നടക്കണം. ಪೇತ್ರನ ಆಸೆ ಆಗಿತ್ತು ಯೇಸು ಕ್ರಿಸ್ತ ನೀರಿನಲ್ಲಿ ನಡೆದ ರೀತಿಯಲ್ಲಿ ಅವನು ಕೂಡ ನಡೆಯಬೇಕೆಂಬುದಾಗಿ. ബാക്കി യേശുവിന്റെ 12 ശിഷ്യന്മാര് നമുക്കറിയാം. 11 ശിഷ്യന്മാര് ഇതിന് പിന്നിൽ നിൽക്കുമ്പോൾ അവരെല്ലാം മറികടന്ന് പത്രോസ് അവൻ ആവേശമുണ്ടായിട്ട് യേശു നടന്നതുപോലെ നടക്കാൻ വേണ്ടി ആ പത്രോസ് വെള്ളത്തിൽ ചാടി ഇറങ്ങുക. ನಮ್ಮೆಲ್ಲರಿಗೂ ಗೊತ್ತು ಯೇಸು ಕ್ರಿಸ್ತನ ಉಳಿದ 11 ಶಿಷ್ಯರು ಹಿಂದಿರುವಾಗ ಅವರನ್ನೆಲ್ಲ ಮುಂದೂಡಿ ಆತುರದಿಂದ ಯೇಸು ಕ್ರಿಸ್ತ ನಡೆದ ಹಾಗೆ ನೀರಿನ ಇಳಿಯುವುದಕ್ಕೋಸ್ಕರವಾಗಿ ಪೇತ್ರನ ಹೇಳ್ತಾ ಇದ್ದಾನೆ. കാരണം ഈ 11 ശിഷ്യന്മാർക്ക് ഒരുപക്ഷെ അസൂയ ഉണ്ടായി കാണാം. ಕಾರಣ ಒಂದು ಪಕ್ಷ 11 ಶಿಷ್ಯರಿಗೆ ಹೊಟ್ಟೆಗೆ ಚುಟ್ಟಿರಬಹುದು. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. ആരും മിണ്ടുന്നില്ലോ. ನೀವ್ಯಾರು ಮಾತಾಡ್ತಾ ಇಲ್ಲಲ್ಲ. അവരെ ചിന്തിച്ചു കാണും. ಅವರು ಚಿಂತಿಸಿರಬಹುದು, ഞങ്ങൾക്ക് ആർക്കും ഇല്ലാത്ത ഒരു പ്രോജക്റ്റ് പത്രോസെ നീ തയ്യാറാക്കുമ്പോൾ, ನಮ್ಮ ಯಾರಿಗೂ ಇಲ್ಲದಿರುವಂತ ಯೋಜನೆ ಪೇತ್ರನೇ ನೀನು ಸಿದ್ಧ ಮಾಡುವಾಗ, ആമേൻ, ഒരുപക്ഷെ അവർക്ക് അസൂയ കാണാൻ ചാൻസ് ഉണ്ട്. ಒಂದು ಪಕ್ಷ ಅವರಿಗೆ ಹೊಟ್ಟೆಗೆ ಚುಂಟಾಗುವುದಕ್ಕೆ ಸಾಧ್ಯತೆ ಇದೆ. ಪ್ರೈಸ್ ಲಾರ್ಡ್. പത്രോസ് ചാടി ഇറങ്ങി. ಪೇತ್ರನು ತಕ್ಷಣವೇ ಇಳಿದ. കാറ്റ് കണ്ട് ഭയക്കുകയാൽ പത്രോസ് വെള്ളത്തിനടിയിലൂടെ താണുപോയി. ಗಾಳಿಯನ್ನು ನೋಡಿ ಎದುರದ ಕಾರಣವಾಗಿ ನೀರಿನಲ್ಲಿ ಮುಳುಗುವುದಕ್ಕೆ ಆರಂಭಿಸಿದನು. വാസ്തവത്തിൽ യേശുവിന്റെ ശിഷ്യന്മാര് ഈ ആത്മാർത്ഥത ഇല്ലെന്ന് അവിടെ തെളിയുക. ನಿಜವಾಗಿ ಯೇಸು ಕ್ರಿಸ್ತನ ಶಿಷ್ಯರಿಗೆ ಯಥಾರ್ಥತ್ವ ಇಲ್ಲ ಎಂಬುದಾಗಿ ಅಲ್ಲಿ ತೋರಲ್ಪಡುತ್ತಾ ಇದೆ. കൂടെയുള്ള ശിഷ്യൻ തന്റെ കൂടപ്പിറപ്പ് വെള്ളം കുടിച്ച് ചാവാൻ കൈയും കാലും വിട്ട് അടിക്കുമ്പോൾ ഒരൊറ്റ ശിഷ്യന്മാർക്ക് ഈ 11 പേർക്കും സത്യം പറഞ്ഞാൽ ആത്മാർത്ഥത ഇല്ലാതെ പോയി. ಈ ಒಂದು ಶಿಷ್ಯನ ಜೊತೆಲಿದ್ದ ಶಿಷ್ಯ ನೀರಿನಲ್ಲಿ ಮುಳುಗು ಹೋಗುತ್ತಿರುವಾಗಲೂ ಕೂಡ ಆ 11 ಶಿಷ್ಯರು ಕೂಡ ಯಾವುದೇ ಯಥಾರ್ಥತ್ವ ಇಲ್ಲದೆ ಹೋಯಿತು. മനസ്സിലാവർ ആമേൻ പറഞ്ഞാൽ ಅರ್ಥ ಆದವ್ರಿಗೆ ಆಮೇನ್ ಎಂಬುದಾಗಿ ಹೇಳಿರಿ. ಹಲ್ಲೆಲೂಯ. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഒരുത്തനെങ്കിലും പോയി രക്ഷപ്പെടുത്തുമായിരുന്നു. ಹಾಗಿದ್ರೆ ಒಬ್ಬನಾದ್ರೂ ಹೋಗಿ ಉಳ್ಕೊಳ್ತಾ ಇದ್ದ. ആരെങ്കിലും പറഞ്ഞു കാണും, ಯಾರಾದ್ರೂ ಹೇಳಿರಬಹುದು, നിനക്ക് എത്ര ആവേശമുണ്ടെങ്കിൽ, ಪೇತ್ರನಿಗೆ ಎಷ್ಟೇ ಆತುರ ಇದ್ರೂ ಕೂಡ, വെള്ളം കുടിച്ച് ചത്തോ, ನೀ ನೀರು ಕುಡಿದು ಸಾಯಿ, നിന്റെ കയ്യിലിരിപ്പാ, ನಿನ್ನ ಕೈಯಲ್ಲಿರುವಂತ ಅದೇ ಆಗಿದೆ, നിനക്കത് സംഭവിക്കണം, ನಿನಗದು ನಡೆಯಬೇಕು, നിനക്ക് അങ്ങനെ തന്നെ വേണം, ನಿನಗೆ ಹಾಗೇನೇ ಬೇಕು. സ്തോത്രം. ಸ್ತೋತ್ರ. ആമേൻ. ಆಮೇನ್. അതുകൊണ്ടാണ് ആരും പോയി രക്ഷിക്കാത്തത്. ಅದಕ್ಕೆ ಯಾರು ಹೋಗಿ ಅವನ್ನ ಉಳಿಸ್ಕೊಳ್ತಾ ಇಲ್ಲ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. ಪ್ರೈಸ್ ದಿ ಲಾರ್ಡ್. ആമേൻ പറ. ಆಮೇನ್ ಎಂಬುದಾಗಿ ಹೇಳಿರಿ. കാര്യം ഇവർക്കില്ലാത്ത ഒരു പ്രോജക്റ്റ് ആണ് പത്രോസ് തയ്യാറാക്കിയത്. ಕಾರಣ ಇವರಿಗೆ ಇಲ್ಲದಿರುವಂತ ಯೋಜನೆ ಪೇತ್ರನು ಸಿದ್ಧ ಮಾಡಿರುವಂತದ್ದು. പത്രോസ് താണു പോകുക. ಪೇತ್ರನು ಮುಳುಗಿ ಹೋಗ್ತಾ ಇದ್ದಾನೆ. ആ സമയത്താണ് ദൈവത്തിന്റെ സമയം ಆ സമയമായി വെളിപ്പെടുന്നത്. ಆ ಸಮಯದಲ್ಲಿ ದೇವರ ಸಮಯ ತಕ್ಕ ಸಮಯವಾಗಿ ಅಲ್ಲಿ കരം പത്രോസിനെ കരത്തിൽ പിടിച്ചിട്ട് താണു പോകുന്ന പത്രോസിനെ പിടിച്ച് കരയ്ക്ക് നിർത്തുന്ന യേശുവിന്റെ കരം. ಪೇತ್ರನು ಮುಳುಗುತ್ತಿದ್ದ ಸಮಯದಲ್ಲಿ ಕರ್ತನು ಆ ತಕ್ಕ ಸಮಯದಲ್ಲಿ ಅವನು ಹಿಡಿದು ದಡದಲ್ಲಿ ಸೇರಿಸುವಂತ ಯೇಸು ಕ್ರಿಸ್ತನ ಕೈ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. ഇന്ന് അദൃശ്യകരം നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വന്നിട്ടുണ്ട്. ಇವತ್ತು ಅದೃಶ್ಯವಾದ ಕೈ ನಮಗೋಸ್ಕರವಾಗಿ ಇಳಿದು ಬಂದಿದೆ. ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ಒಂದು ಒಳ್ಳೆ ಹಲ್ಲೆಲೂಯ ಹೇಳಿರಿ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. പത്രോസിനെ പിടിച്ച് കയറ്റി കരയ്ക്ക് നിർത്തി. ಪೇತ್ರನು ಕೈ ಹಿಡಿದು ದಡದ ಮೇಲೆ ನಿಲ್ಲಿಸಿದರು. പത്രോസിന് അന്നേരം ബോധം വന്നു. ಪೇತ್ರನಿಗೆ ಅವಾಗ ಅವನಿಗೊಂದು ತಿಳುವಳಿಕೆ ಬಂತು. അവൻ അന്നേരം പേനയും പേപ്പറും എടുത്ത് വാക്യം എഴുതി. ಆ ತಕ್ಷಣ ಒಂದು ಪೆನ್ನು ಒಂದು ಪೇಪರ್ ತೆಗೆದು ವಾಕ್ಯ ಬರೆದನು. അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പീൻ. ದೇವರ ತಕ್ಕ ಸಮಯದಲ್ಲಿ ಮೇಲೆತ್ತುವುದಕ್ಕೋಸ್ಕರವಾಗಿ ಆತನು ಬಲವಾಗಿರುವಂತ ಕೈಯಲ್ಲಿ ನೀವು ಇರಿರಿ ಎಂಬುದಾಗಿ. നിനക്ക് ഉയർച്ച വേണമോ? ನಿನಗೆ ಉನ್ನತಿ ಬೇಕಾ? നിനക്ക് അനുഗ്രഹം വേണമോ? ನಿನಗೆ ಆಶೀರ್ವಾದ ಬೇಕಾ? ഇന്ന് പകൽക്കാലം ആത്മാവ് പ്രവചിച്ചു പറയുന്നു, ಇವತ್ತು ಆಗಲೂ ಆತ್ಮನ ಪ್ರವಾದನೆ അവൻ താണിരിപ്പാൻ മനസ്സ് വെക്കുമെങ്കിൽ, ನೀನು ಕರ್ತನ ಕರಗಳಲ್ಲಿ ತಾಳ್ಮೆಯಿಂದ ಇರುವುದಕ್ಕೆ ನೀನು ಒಪ್ಪಿಗೆ ಕೊಡುವುದಾದರೆ, ദൈവം ഉയർത്തുന്ന സമയം അടുത്തിരിക്കുകയാണ്. ನಿನ್ನನ್ನು ದೇವರು ಉನ್ನತಿಗೆ ತರುವಂತ ಸಮಯ ಬಂದದೆ. കരമുയർത്തി ആമേൻ പറഞ്ഞാട്ടെ. കൈകളെത്തി ആമേൻ ಎಂಬುದಾಗಿ ಹೇಳಿರಿ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ട് ദിവസങ്ങളിൽ ഉയർച്ച പ്രാപിപ്പാൻ ആഗ്രഹിക്കുന്നവരുടെ ദൈവം പറയുന്നു, ദൈവത്തിന്റെ കരങ്ങളിൽ താണിരിക്കണം. ಅದಕ್ಕೋಸ್ಕರವಾಗಿ ದಿನಮಾನ ಉನ್ನತಿಗೆ ಬರಬೇಕೆಂಬುದಾಗಿ ಆಸೆ ಪಡೆಯುವವರಿಗೆ ಹೇಳ್ತದೆ, ದೇವರ ಕೈಗಳ ಕೆಳಗೆ ಬನ್ನಿರಿ ಎಂಬುದಾಗಿ. ദൈവത്തിന്റെ സമയം തക്ക സമയമാണ്. ದೇವರ ಸಮಯ ಅದು ಸರಿಯಾದ ಸಮಯವಾಗಿರುತ್ತದೆ. ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. കർത്താവിന്റെ സമയം തക്ക സമയമാണ്. ಕರ್ತನ ಸಮಯ ಅದು ಸರಿಯಾದ ತಕ್ಕ ಸಮಯವಾಗಿರುತ್ತದೆ. നിങ്ങളെ അവൻ ഉയർത്തുവാൻ മതിയായ ദൈവമാണ്. ನಮ್ಮನ್ನು ಆತನು ಉನ್ನತಿಗೆ ತರುವುದಕ್ಕೆ ಸಾಧ್ಯನಾಗಿದ್ದಾನೆ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. ഇത് ദൈവത്തിന് പ്രവർത്തിക്കേണ്ട സമയം. ಇದು ದೇವರಿಗೆ ಕ್ರಿಯೆ ಮಾಡಬೇಕಾದ ಸಮಯವಾಗಿದೆ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകത്തിലേക്ക് കടന്നു വരാം. 9-ാം അധ്യായം 5-ാം വാക്യം. ವಿಮೋಚನಾ ಕಾಂಡ 9ನೇ ಅಧ್ಯಾಯ 5-ാം വാക്യം. 5ನೇ ವಾಕ್ಯ.
യഹോവ ആ. ഈ കാര്യം ദേശത്ത് ചെയ്യുമെന്ന് കൽപ്പിച്ച് ആ. സമയം കുറിച്ചിരിക്കുന്നു. ആമേൻ പറ. ಆಮೇನ್ ಎಂಬುದಾಗಿ ಹೇಳಿರಿ. ഒന്നും കൂടെ വാക്യം വായിച്ചേ. ಇನ್ನೊಂದು ಸಾರಿ ವಾಕ್ಯವನ್ನು ಓದೋಣ. നാളെ യഹോവ ആ. ഈ കാര്യം ദേശത്ത് നാളെ യഹോവ ഈ കാര്യം ദേശത്ത് ചെയ്യുമെന്ന് കൽപ്പിച്ച് സമയം കുറിച്ചിരിക്കുന്നു. എല്ലാരും പറഞ്ഞ സമയം കുറിച്ചിരിക്കുന്നു. ಎಲ್ಲರೂ ಹೇಳಿ ಕಾಲವನ್ನು ನಿರ್ಣಯಿಸಿದ್ದಾನೆ. ആമേൻ പറഞ്ഞാട്ടെ. ಆಮೇನ್ ಎಂಬುದಾಗಿ ಹೇಳಿರಿ. നിന്റെ വാഗ്ദത്തങ്ങൾക്ക് വേണ്ടി സ്വർഗ്ഗം സമയം കുറിച്ചിരിക്കുക. ನಿನ್ನ ವಾಗ್ದಾನಕ್ಕೋಸ್ಕರವಾಗಿ ಸ್ವರ್ಗ ಸಮಯವನ್ನು ಕಾಲವನ್ನು ನಿರ್ಣಯಿಸಿದೆ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. ഒരുമിച്ച് ആമേൻ പറയാൻ കഴിയുമോ? ಒಟ್ಟಾಗಿ ಸರಿ ಆಮೇನ್ ಹೇಳೋದಕ್ಕೆ ഈ ಸಾಧ್ಯನಾ? സഭയ്ക്ക് വേണ്ടി ദൈവം സമയം കുറിച്ചിരിക്കുകയാണ്. ಈ ಸಭೆಗೋಸ್ಕರವಾಗಿ ದೇವರ ಸಮಯವನ್ನು ನಿರ್ಣಯಿಸಿದ್ದಾನೆ. ನಿರ್ಣಯಿಸುವುದಲ್ಲ, ദൈവിക വാഗ്ദത്തങ്ങൾ പ്രാപിക്കുവാൻ ದೈವಿಕ ವಾಗ್ದಾನ ಹೊಂದಿಕೊಳ್ಳುವುದಕ್ಕಾಗಿ സമയം കുറിച്ചിരിക്കുന്നു. ಸಮಯವನ್ನು ನಿರ್ಣಯಿಸಿದ್ದಾನೆ. സമയം കുറിച്ചിരിക്കുന്നു. ಸಮಯವನ್ನು ನಿರ್ಣಯಿಸಿದ್ದಾನೆ. കരമടിച്ച് പ്രതികരിക്കാം. ಕರಗಳನ್ನು ತಟ್ಟುತ್ತಾನೆ, ಅದನ್ನು ಸ್ವೀಕರಿಸೋಣ. ശബലബലബല ഘടകരദന ഘടക സന്ദരദനാദിയ ഭൂതബാധക സത്താരബാധനാസിയ. സമയം കുറിച്ചിരിക്കുന്നു. ಕಾಲವನ್ನು ನಿರ್ಣಯಿಸಿದ್ದಾನೆ. അത് ഒരിക്കലും തെറ്റുന്ന സമയമല്ല. ಅದು ಯಾವುದೇ ಕಾರಣಕ್ಕೂ ತಪ್ಪಿ ಹೋಗುವಂತ ಸಮಯವಲ್ಲ. അതുകൊണ്ട് ബൈബിൾ പറയുന്നത് ദർശനത്തിന് അവധി വെച്ചിരിക്കുന്നു. ಅದಕ್ಕೆ ಬೈಬಲ್ ದರ್ಶನಕ್ಕೆ ಒಂದು ಕಾಲ ಇಡಲ್ಪಟ್ಟಿದೆ. ആമേൻ. ಆಮೆನ್. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. ദർശനത്തിന് അവധി വെച്ചിരിക്കുക. ದರ್ಶನಕ್ಕೆ ಒಂದು ಕಾಲ ಇಡಲ್ಪಟ್ಟಿದೆ. അവൻ കാലം അതിൽ താമസിച്ചാലും ಕಾಲ ಅದಕ್ಕೆ ತಡವಾದರೂ വൈകിയാലും ಅದು ತಡವಾದರೂ ಕೂಡ നീ അതിനായി കാത്തിരിക്കുക. ನೀನು ಅದಕ್ಕಾಗಿ ಕಾದುಕೊಂಡಿರು. സമയം തെറ്റുകയില്ല. ಸಮಯ ತಪ್ಪಿ ಹೋಗುವುದಿಲ್ಲ. കരമുയർത്തി ആമേൻ പറഞ്ഞാട്ടെ. ಕರಗಳ ಮೇಲೆ ಕೆತ್ತಿದ ಆಮೇಲೆ ಹೇಳಿರಿ. ഹലബാര ശാന്തരാദിയ. ഇന്നോട് ദൈവം പറഞ്ഞു, ഈ സഭയ്ക്ക് വേണ്ടി ദൈവം വാഗ്ദത്തങ്ങൾക്ക് വേണ്ടി സമയം കുറിച്ചിരിക്കുന്നു. ಇಲ್ಲಿ ದೇವರ ಆತ್ಮ ಹೇಳ್ತಾರೆ, ಸಭೆಗೋಸ್ಕರವಾಗಿ ವಾಗ್ದಾನಗಳಿಗೋಸ್ಕರವಾಗಿ ಸಮಯ ನಿರ್ಣಯಿಸಿದ್ದಾನೆ ಎಂಬುದಾಗಿ. അത് ഈ വർഷം സംഭവിക്കുക. ಅದು ಈ ವರ್ಷದಲ್ಲಿ ನಡೆಯುತ್ತದೆ. കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ಕರಗಳನ್ನ ಎತ್ತುತ್ತಾ ಹಲ್ಲೆಲೂಯ ಹೇಳಿರಿ. ഹടകരകതനക സന്തര. ദൈവം ഒരു വാഗ്ദത്തം പറഞ്ഞാൽ ഒരിക്കലും മാറ്റം വരികയില്ല. ದೇವರೊಂದು ವಾಗ್ದಾನ ಹೇಳಿದ ಅದರಲ್ಲಿ ಯಾವ ಬದಲಾವಣೆ അത് ಉಂಟಾಗುವುದಿಲ್ಲ. നിന്റെ ഭാവിയോടുള്ള ബന്ധത്തിലാകട്ടെ, ಅದು ನಿನ್ನ ಭವಿಷ್ಯದ ಸಂಬಂಧವಾಗಿರಲಿ, നിന്റെ ഫൈനാൻഷ്യൽ മേഖലയെ കുറിച്ചുള്ള വാഗ്ദത്തമാകട്ടെ, ನಿನ್ನ ಹಣಕಾಸಿನ ಮೇಲಿರುವಂತ നിന്റെ ವಾಗ್ದಾನವಾಗಿರಲಿ, മിനിസ്ട്രിയെ കുറിച്ചുള്ള വാഗ്ദത്തമാകട്ടെ. ನಿನ್ನ ಸೇವೆ ಕುರಿತಾಗಿರುವಂತ ವಾಗ್ದಾನವಾಗಿರಲಿ. ദൈവം പറഞ്ഞ വാഗ്ദത്തമാണെങ്കിൽ ದೇವರು ಹೇಳಿದ ವಾಗ್ದಾನವಾಗಿದ್ದರೆ അവൻ സമയം മാറത്തില്ല, ಆ ಸಮಯ ಬದಲಾಗುವುದಿಲ್ಲ, സമയം തെറ്റത്തില്ല. ಸಮಯ ತಪ್ಪಿ ಹೋಗುವುದಿಲ್ಲ. എത്ര പേർക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്? ಎಷ್ಟು ಜನರಿಗೆ ಅನುಭವ ಇದೆ? ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. പ്രൈസ് ദി ലോർഡ്. ಪ್ರೈಸ್ ಲಾರ್ಡ್. ഞാൻ അന്നൊക്കെ വരുമ്പോൾ താമിന്റെ ദാസനോട് ഒത്തിരി വാഗ്ദത്തങ്ങൾ അറിയിച്ചിരുന്നു. ನಾನು ಅವಾಗ ಬಂದಾಗ ಕರ್ತನ ದಾಸರೊಟ್ಟಿಗೆ ಅನೇಕ ವಾಗ್ದಾನಗಳನ್ನು പക്ഷേ ತಿಳಿಸಿದೆ. അതിന്റെ സമയമായപ്പോ ಆದ್ರೆ ಅದರ ಸಮಯ ಬಂದಾಗ കാര്യങ്ങൾ അതിന്റെ നിലയിൽ കർത്താവ് കൊണ്ടെത്തിക്കുവാനിടയായി. ಕರ್ತನ ತಲುಪಿಸಬೇಕಾದ ಜಾಗದಲ್ಲಿ ತಲುಪಿಸೋದಕ್ಕೆ ಸಾಧ್ಯವಾಯಿತು. ആമേൻ. ಆಮೆನ್. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒത്തിരി അനുഭവങ്ങൾ പറയാനുണ്ട്. ನನಗೆ ಸಂಬಂಧಪಟ್ಟ ಅನೇಕ ಅನುಭವಗಳು ಹೇಳುವುದಕ್ಕಿದೆ. ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങൾ അതിന്റെ ഓരോ സമയത്തും കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുക. ದೇವರು ಹೇಳಿದ ವಾಗ್ದಾನಗಳು ಅದೇ ಸಮಯದಲ್ಲಿ ದೇವರು ಮಾಡ್ತಾ ಇದ್ದಾರೆ. ഇസ്രായേൽ ജനത്തിനു വേണ്ടി, ಇಸ್ರಾಯೇಲ್ ಜನರಿಗೋಸ್ಕರವಾಗಿ ദൈവിക വാഗ്ദത്തങ്ങൾ കാണേണ്ടതിന് ದೈವಿಕವಾದ ವಾಗ್ದಾನಗಳನ್ನು ನೋಡುವುದಕ್ಕೋಸ್ಕರವಾಗಿ ദൈവം സമയം കുറിച്ചു വെച്ചിരിക്കുക. ದೇವರ ಸಮಯವನ್ನು ನಿರ್ಣಯಿಸಿದ್ದಾನೆ. ഒരു ഹല്ലേലൂയ പറഞ്ഞാൽ ಒಂದು ಹಲ್ಲೆಲೂಯ ಹೇಳಿರಿ. അല്പം ഒന്ന് വിവരിക്കേണ്ടതുണ്ട്. ಎಂದು ಸ್ವಲ್ಪ ವಿವರಿಸುವ ಕಾರಣವಾಗಿ നിങ്ങൾ പ്രാർത്ഥനയോടെ ആയിരിക്കണം. ನೀವು ಪ್ರಾರ್ಥನೆಯೊಂದಿಗಾಗಿರಬೇಕು. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. ദൈവം നമുക്ക് വേണ്ടി സമയം കുറിക്കുമ്പോൾ തന്നെ ದೇವರು ನಮಗಾಗಿ ಕಾಲವನ್ನು ನಿರ್ಣಯಿಸುವಾಗಲೇ നിനക്കെതിരെ മാനുഷിക ജീവിതങ്ങൾ, പൈശാചിക മണ്ഡലങ്ങൾ ആമേൻ സ്വത്രം നിന്റെ സമയം അവൻ കുറിച്ചു വെക്കും. ನಿನಗೆ ವಿರುದ್ಧವಾಗಿ ಮಾನುಷಿಕವಾದದ್ದು ಸೈತಾನ ಕ್ರಿಯೆಗಳು ನಿನಗೆ ಮುಂಚಿತವಾಗಿ ಸಮಯವನ್ನು ನಿರ್ಣಯಿಸುತ್ತದೆ. ഇന്ന് പകൽക്കാലം സ്വർഗ്ഗം അതിനെ അഴിക്കാൻ പോകുകയാണ്. ಇವತ್ತು ಆಗಲೇ ಸ್ವರ್ಗ ಅದನ್ನು ಬಿಚ್ಚುವುದಕ್ಕೆ ಹೋಗ್ತಾ ಇದೆ. ജീസസ്. തുടബലഗതനയ ശബലഗതരഗടഗസ്യ. നിനക്കെതിരെ കുറിച്ചു വെച്ച പിശാചും മനുഷ്യരും നിന്റെ ഭാവിക്കെതിരെ നന്മയ്ക്ക് നേരെ കുറിച്ചു വെച്ച
ആമേ സ്തോത്രം, ആമേ കുറിപ്പുകൾ, ആമേ രേഖകൾ ഇന്ന് സ്വർഗം അഴിക്കാൻ പോകുക. ನಿನಗೆ ವಿರುದ್ಧವಾಗಿ ನಿನ್ನ ಭವಿಷ್ಯತ್ತಿಗೆ ವಿರುದ್ಧವಾಗಿ ನಿರ್ಣಯಿಸಿದಂತ ಮನುಷ್ಯನ ಎಲ್ಲ ಸೈತಾನನ ಆ ಒಂದು ನಿರ್ಣಯಗಳು ದೇವರು ಮುರಿಯೋದಕ್ಕೆ ಹೋಗ್ತಾ ಇದ್ದಾರೆ. സമയം ചൊല്ലി ബന്ധിച്ച ബന്ധനങ്ങൾ, ಸಮಯ ಇಟ್ಕೊಂಡು ಬಂಧಿಸಿದ ಬಂಧನಗಳು, നിന്റെ ആയുസ്സിന് വിരുദ്ധമായി ನಿನ್ನ ಆಯುಸ್ಸಿಗೆ ವಿರುದ್ಧವಾಗಿ സമയം ചൊല്ലി കെട്ടിയ ബന്ധനങ്ങൾ, ಸಮಯ ಮುಖಾಂತರವಾಗಿ ಕಟ್ಟಿದ അധികാരങ്ങൾ, ಅಧಿಕಾರಗಳು, ഓ മന്ത്രവാദങ്ങൾ ಮಂತ್ರ ತಂತ್ರಗಳು യേശുവിൻ നാമത്തിൽ ಯೇಸುವಿನ ನಾಮದಲ್ಲಿ പകൽക്കാലം അഴിയുന്നു. ಈಗಾಗಲೇ ಬಿಚ್ಚಲ್ಪಡ್ತಾ ಇದೆ. ശാലധരഗധരഗധക ശൈലപ്രഭരാദി സന്ദരാരഗച്ഛസ്യാദിയ. അത് അഴിയട്ടെ യേശുവിൻ നാമത്തിൽ. ಅದು ಬಿಚ್ಚಲ್ಪಡಲಿ ಯೇಸುವಿನ ನಾಮದಲ್ಲಿ. ധരവരഗധരഗധക ശബ്ദപ്രഭാതിയ. നിന്റെ പേര് പറഞ്ഞ, ನಿನ್ನ ಹೆಸರು ಹೇಳಿ, നാള് പറഞ്ഞ, ನಿನ್ನ ದಿನ ಹೇಳಿ, സമയം ചൊല്ലി, ಸಮಯ ಹೇಳಿ, സഭയ്ക്ക് വിരുദ്ധമായി, ಸಭೆಗೆ ವಿರುದ್ಧವಾಗಿ, ആത്മാക്കൾക്ക് വിരുദ്ധമായി, ಆತ್ಮಗಳಿಗೆ ವಿರುದ್ಧವಾಗಿ, ദേശത്തെ വേലയ്ക്ക് വിരുദ്ധമായി ದೇಶದ ಸೇವೆಗೆ സമയം ವಿರುದ್ಧವಾಗಿ ചൊല്ലി കെട്ടിബന്ധിച്ചതാ ಸಮಯ ಇಟ್ಕೊಂಡು ಕಟ್ಟಿದ ಕಟ್ಟುಗಳು പകൽക്കാല സ്വർഗം അഴിക്കുന്നു. ಇವತ್ತು ಆಗಲು ಸ್ವರ್ಗ ಬಿಚ್ಚಲ್ಪಟ್ಟಿದೆ. ಆಮೆನ್. ഓ രാമ ശാബാബാബാബാ. ആരോടോ ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുക. ಯಾರೊಟ್ಟಿಗೂ ದೇವರ ಆತ್ಮನು ಮಾತನಾಡ್ತಾ ಇದ್ದಾನೆ. ജീസസ്. ശബലബലഗദലഗദഗസ്യ. ചിലർ പറയാറുണ്ട് എന്റെ സമയദോഷമായിരിക്കുമെന്ന്. ಕೆಲವರು ಹೇಳ್ತಾರೆ ನನ್ನ ಸಮಯ ಸರಿ ಇಲ್ಲ ಎಂಬುದಾಗಿ. അങ്ങനെ ഒരു ദോഷമില്ല. ಆ ರೀತಿಯಾಗಿ ಯಾವ ದೋಷ ಕೂಡ ಇಲ್ಲ. ಪ್ರೈಸ್ ಲಾರ್ಡ್. അങ്ങനെ ഒരു ദോഷമില്ല. ಆ ರೀತಿಯಾಗಿ ಸಮಯದ ಒಂದು ತಪ್ಪು ಎಲ್ಲೂ ಕೂಡ ಇಲ್ಲ. ಪ್ರೈಸ್ ಲಾರ್ಡ್. കാരണം ഒരു ദോഷവും നിനക്ക് ഭവിക്കയില്ല. ಕಾರಣ ಯಾವ ಕೇಡು ನನಗೆ ಸಂಭವಿಸುವುದಿಲ್ಲ. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നമുക്ക് നേരെയുള്ള ശത്രുവിന്റെ രേഖകളെ കർത്താവ് തകർക്കും. ಅದಕ್ಕೋಸ್ಕರವಾಗಿ ನಮಗೆ ವಿರುದ್ಧವಾಗಿ ಶತ್ರುವಿನ ಎಲ್ಲ ರೇಖೆಗಳು ಪತ್ರಗಳು ದೇವರು ಮುರಿದು ಹಾಕ್ತಾರೆ. ഒരു പക്ഷേ ആമേൻ പറഞ്ഞാട്ടെ. ಒಂದಾಗಿ ಸೇರಿ ಆಮೇನ್ ಎಂಬುದಾಗಿ ಹೇಳಿರಿ. ശക്തിയോടെ പറഞ്ഞാട്ടെ. ಶಕ್ತಿಯಿಂದ ಹೇಳಿರಿ. ഹല്ലേലൂയ. 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 ഒരിക്കൽ ഇസബേൽ എന്ന ഒരു സഹോദരി, ಒಂದು ಸಾರಿ ಇಸಬೇಲ್ ಎಂಬುದಾಗಿರುವ ಒಂದು ಸ್ತ್ರೀ, കർമ്മേൽ കൊടിമുടിയിൽ സത്യദൈവത്തെ വരച്ചു കാട്ടിയ ഏലിയാവ്. സത്യ ದೇವರನ್ನು ಕರ್ಮೇಲ್ ಬೆಟ್ಟದಲ್ಲಿ ಆ ಯಜ್ಞವನ್ನು ತೋರಿಸಿದ ಏಲಿಯನು. നമുക്കറിയാം ബാലിന്റെ പ്രവാചകന്മാര് 450 പ്രവാചകന്മാർ ഉച്ചവരെ നിലവിളിച്ചിട്ടും അവിടെ ഒന്നും സംഭവിച്ചില്ല. ನಮಗೆ ಗೊತ್ತು, ಬಾಳನ ಪ್ರವಾದಿಗಳು 450 ಜನರು ಕೂಡ ಮಧ್ಯಾಹ್ನ ತನಕ ಗೋಳಾಡಿದ್ರು ಕೂಡ ಏನು ನಡೆಯಲಿಲ್ಲ. ആമേൻ. ಆಮೆನ್. എന്തുകൊണ്ട് അത് സംഭവിക്കാഞ്ഞത്? ಯಾಕೆ ಅದು ನಡೆಯದಿದ್ದದು? ആമേൻ. ಆಮೆನ್. ഏലിയാവ് അവിടെ നിൽക്കുന്ന സമയം വരെ ಏಲಿಯನು ಅಲ್ಲಿ ನಿಲ್ಲುವ ಸಮಯ ತನಕವೂ പിശാചിന് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ಸೈತಾನನಿಗೆ ಏನು ಮಾಡೋದಕ್ಕೆ ಸಾಧ್ಯವಿಲ್ಲ. ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ಹಲ್ಲೆಲೂಯ ಎಂಬುದಾಗಿ ಹೇಳಿರಿ. നീ ദൈവത്തിന്റെ സന്നിധിയിൽ നിലനിൽക്കുന്ന കാലം വരെയും, ನೀನು ದೇವರ ಸನ್ನಿಧಾನದಲ್ಲಿ ನೆಲೆಗೊಳ್ಳುವ ಸಮಯ ತನಕವೂ ആമേൻ, പിശാചിന് നിന്നെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ಸೈತಾನನಿಗೆ ನಿನಗೆ ಏನು ಮಾಡೋದಕ್ಕೆ ಸಾಧ್ಯವಾಗುವುದಿಲ್ಲ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. അതുകൊണ്ട് ಆದ್ದರಿಂದ നിലവിളിച്ചപ്പോ തീ ഇറങ്ങാഞ്ഞത്. ಇವರು ಗೋಳಾಡಿದ ಕೂಗಾಡಿದಾಗ ಬೆಂಕಿ ಇಳಿಯದೇ ಇದ್ದದ್ದು. നിന്റെ കുടുംബത്തിൽ ഒരൊറ്റ വ്യക്തി നേരോടെ നിൽക്കുന്ന ഒരൊറ്റ വ്യക്തിയുണ്ടോ? ನಿನ್ನ ಕುಟುಂಬದಲ್ಲಿ ಒಂದೇ ಒಂದು ವ್ಯಕ್ತಿ ನೆಲೆಗೊಳ್ಳುವಂತ ವ್ಯಕ್ತಿ ಇದ್ದರೆ പിശാച് നിന്നെ ഒന്നും ചെയ്യത്തില്ല. ಯಾವ ಸೈತಾನನನ್ನು ಏನು ಮಾಡುವುದಿಲ್ಲ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എന്റെ ചിന്ത എങ്ങനെയാണ്, കുറച്ച് സമയം ഏലിയാവിടെ നിൽക്കുക, നിന്ന് കാല് കഴിച്ചപ്പോ ഇവന്മാരാരെങ്കിലും ഒരുത്തം വന്ന് ചോദിക്കുക, എലിയാവേ ഇത്ര നേരം ഇവിടെ നിൽക്കുകയില്ലേ, അപ്പുറത്തെ ചായക്കടച്ചെന്നൊരു ചായ കുടിച്ചിട്ട് വരാം എന്ന് ഏലിയാവിനെ വലിച്ചടിച്ചുകൊണ്ട് പോയിരുന്നെങ്കിൽ അവിടെ ഒന്നും സംഭവിക്കും. അവിടെ അവൻ അവന്മാർ പ്രാർത്ഥിച്ചാൽ ಪ್ರಾರ್ಥನೆ ಕೇಳ್ಕುಮಾರು. ನನ್ನ ಒಂದು ಚಿಂತೆ ಆಗಿದೆ, ಏಲಿನ ತುಂಬಾ ಸಮಯ ನಿಂತಿದ ಕಾರಣವಾಗಿ ಯಾರು ಬಂದು ಏಲಿನ ತುಂಬಾ ಸಲ ನಿಂತಿದೆಯಲ್ಲ, ನಾವು ಒಂದು ಸರಿ ಹೋಗಿ ಬರೋಣ ಅಂತ ಹೇಳಿ ಹೋಗಿದ್ದಾರೆ, ಒಂದು ಬೆಂಕಿಯಲ್ಲಿ ಇಳಿತಾ ಇತ್ತು. ಆಮೆನ್. ಆಮೆನ್. മനസ്സിലായവർ ആമേൻ പറഞ്ഞാട്ടെ. ಅರ್ಥ ಆಗಿದ್ರು ಆಮೇನ್ ಎಂಬುದಾಗಿ ಹೇಳಿರಿ. പക്ഷേ ഏലിയാവ് ദൈവത്തിൻ്റെ മുൻപാകെ ഉറപ്പോടെ നിൽക്കുന്ന സമയം വരെ 450 അല്ല 80 അല്ല 33 കോടി ദൈവങ്ങൾ വന്ന് വിളിച്ചാലും അവരുടെ പ്രാർത്ഥന കേൾക്കത്തില്ല. ಏಲಿಯನು ಯಥಾರ್ಥವಾಗಿ ನಿಂತಿರುವ ಸಮಯ ತನಕವೂ 450 ಅಲ್ಲ 80 ಅಲ್ಲ 3 ಕೋಟಿ ದೇವತೆಗಳು ಬಂದು ನಿಂತರೂ ಕೂಡ ಅಲ್ಲಿ ಏನು ಕೂಡ ನಡೆಯುವುದಿಲ್ಲ. ಆಮೆನ್ പറഞ്ഞാട്ടെ. ಆಮೆನ್ ಎಂಬುದಾಗಿ ಹೇಳಿರಿ. ഹല്ലേലൂയ. അതാ നമ്മുടെ ദൈവം, ಅದೇ ನಮ್ಮ ದೇವರು. ಪ್ರೈಸ್ ದಿ ಲಾರ್ಡ್. ഞാൻ മടങ്ങി വരട്ടെ. ನಾನು ಹಿಂತಿರುಗಿ ಬರ್ತೇನೆ. ഉടനെ ತಕ್ಷಣವೇ കർമ്മേൽ കൊടുമുടിയിൽ സത്യദൈവത്തെ വരച്ചു കാട്ടി ഏലിയാവിന്റെ അത്ഭുതം
ആകാവത് കണ്ടിട്ട് ಆ ಒಂದು ಕರ್ಮೇಲ್ ಬೆಟ್ಟದಲ್ಲಿ ಏಲಿಯನ್ ತೋರಿಸಿದ ಸತ್ಯದೇವರ ಒಂದು ಆ ಕಾರ್ಯವನ್ನು ನೋಡಿ നേരെ ചെന്ന് ഇസബലിനോട് കാര്യം അവതരിപ്പിച്ചു. ಸೀದಾ ಹೋಗಿ ಇಸಬೆಲೊಟ್ಟಿಗೆ ಹೇಳ್ತಾ ಇದ್ದಾರೆ. ഇസബൽ എന്ന മാഡത്തോട് പറഞ്ഞു, ಇಸಬೆಲ್ ಎಂಬುದಾಗಿ ಸ್ತ್ರೀಯೊಟ್ಟಿಗೆ ಹೇಳಿದ್ರು, മാഡം ഇന്ന് നീ വരേണ്ടതായിരുന്നു. ಮೇಡಮ್ ಇವತ್ತು ನೀವು ಬರಬೇಕಾಗಿತ್ತು. ഏലിയാവ് എന്ന പേരുള്ള ഒരു മനുഷ്യൻ, ಏಲಿಯನು ಎಂಬುದಾಗಿ ಹೆಸರು ಒಂದು ವ್ಯಕ್ತಿ, അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു കാണും, ഒരു സൂപ്പർ ഹീറോയാ, ಅವ್ರು ಹೇಳಿರಬಹುದು ಸೂಪರ್ ಹೀರೋ ಆಗಿದ್ದಾರೆ ಎಂಬುದಾಗಿ. ഇന്നൊന്ന് വന്ന് കാണേണ്ടതായിരുന്നു. ಇವತ್ತು ಒಂದ್ಸರಿ ನೋಡ್ಬೇಕಾಗಿತ್ತು. ആമേൻ പറ. ಆಮೇಲೆ ಎಂಬುದಾಗಿ ಹೇಳಿರಿ. അസാധാരണമായിരുന്നു, ಅಸಾಮಾನ್ಯವಾಗಿತ್ತು. അപ്പൊ ചോദിച്ചു കാണും, അതെന്താ? ಅದು ಕೇಳಿರ್ಬೋದು ಏನು ಎಂಬುದಾಗಿ. അദ്ദേഹം വന്ന് രണ്ട് കരമുയർത്തി പ്രാർത്ഥിച്ചപ്പോൾ തീ ഇറങ്ങി. ಏನೇನು ಎರಡು ಕರಗಳೆತ್ತಿ ಪ್ರಾರ್ಥಿಸುವಾಗ ಬೆಂಕಿ ಇಳಿಯಿತು. ഈ ആഹാബ് പറഞ്ഞു കാണും, ಈ ಆಹಾಬನು ಹೇಳಿರಬಹುದು, നിന്റെ മറ്റന്മാരുണ്ടല്ലോ, ನಿನ್ನ ಬೇರೆ ಉಳಿದಿರುವಂತವ್ರು ಇದ್ದಾರಲ್ಲ. ആമേൻ പറ. ಆಮೇಲೆ ಎಂಬುದಾಗಿ ಹೇಳಿರಿ. അവർ ഉച്ച വരെ വിളിച്ചു, ಅವರು ಮಧ್ಯಾಹ್ನ ತನಕ ಕೂಗಾಡಿದರು, ശരീരം മുറിവേൽപ്പിച്ചിട്ട് വിളിച്ചു, ಶರೀರವನ್ನು ಗಾಯಗೊಳಿಸುತ್ತಾ ಕರೆದರು. പക്ഷേ ഒന്നും നടന്നില്ല. ಆದ್ರೆ ಏನು ನಡೆಯಲಿಲ್ಲ. ഓ, മറ്റേ മനുഷ്യൻ ഇങ്ങോട്ട് വന്ന് ಆದ್ರೆ ಇನ್ನು ಆ ವ್ಯಕ್ತಿ ಇಲ್ಲಿಗೆ ಬಂದು ഒന്ന് പ്രാർത്ഥിച്ചപ്പോഴേ തീ ഇറങ്ങി. ಒಂದು ಸರಿ ಪ್ರಾರ್ಥನೆ ಮಾಡಿದಾಗಲೇ ಬೆಂಕಿ ಇಳಿಯಲ್ಪಟ್ಟಿತು. ഇത് കേട്ടപ്പോൾ ಇದು ಕೇಳಿದಾಗ ഇസബേലിന്റെ മനസ്സിളകാൻ തുടങ്ങി. ಇಸಬೆಲಿನ ಮನಸ್ಸಿನ ಚಂಚಲಗೊಂಡಿತು. ഒരു ദൂതനെ പറഞ്ഞയക്കുന്നു, ಒಂದು ದೂತನನ್ನು ಕಳಿಸ್ತಾ ಇದ್ದಾಳೆ. നാളെ ഈ നേരത്ത് ನಾಳೆ ಈ ಸಮಯದಲ್ಲಿ നിന്നെ മറ്റവരെ പോലെ ഞാൻ കൊല്ലും. ನಿನ್ನನ್ನು ಅವರ ಹಾಗೆ ನಿನ್ನನ್ನು ಕೊಲ್ತೇವೆ. ഇസബേൽ ഇത് കേട്ടിട്ട് ಇಸಬೆಲನಿದು ಕೇಳಿ ഭയന്നു പോയി. ಭಯಗೊಂಡಳು. ജീവരക്ഷയ്ക്ക് വേണ്ടി പുറപ്പെടുകയാ. ಜೀವ ರಕ್ಷಣೆಗಾಗಿ ಅವರು ಹೊರಡ್ತಾ ಇದ್ದಾರೆ. അവൻ ഓടുകയാ, ಅವ್ರು ಓಡ್ತಾ ಇದ್ದಾನೆ. മരിക്കാൻ മരണഭയം ഉണ്ടായിട്ട് ജീവരക്ഷയ്ക്ക് വേണ്ടി ഓടിയിട്ട് ಮರಣ ಭಯ ಉಂಟಾಗಿ ಜೀವ ಉಳಿಸಿಕೊಳ್ಳೋದಕ್ಕಾಗಿ ಓಡಿ ഇപ്പൊ ഒരു ചൂരച്ചിട ചുവട്ടിൽ വന്നിരുന്ന് പറയുകയാ, ಈಗ ಒಂದು ಸಾಯಿ ಮರದ ಕೆಳಗೆ ಬಂದು ಹೇಳ್ತಾ ಇದ್ದಾನೆ, അമ്മേ എനിക്ക് മരിക്കണമെന്ന്. ನನಗೆ ಸಾಯ್ಬೇಕೆಂಬುದಾಗಿ. ഇവന് ഓടിയത് എന്നതിന് വേണ്ടിയാ? ಇವನು ಓಡಿದ ಯಾವುದಕ್ಕೋಸ್ಕರವಾಗಿ പറഞ്ഞാട്ടെ, ಹೇಳಿರಿ. ജീവരക്ഷയ്ക്ക് വേണ്ടിയില്ലേ? ಜೀವ ಉಳಿಸಿಕೊಳ್ಳೋದಕ್ಕೋಸ್ಕರವಾಗಿನೇ. ഇപ്പം പറയാ എനിക്ക് മരിക്കണമെന്ന്. ಈಗ ಹೇಳ್ತಾನೆ ನಾನು ಸಾಯ್ಬೇಕೆಂಬುದಾಗಿ. ചിലരെങ്ങനാ? ಕೆಲವರು ಹಾಗೇನೆ ഒരിക്കൽ പറയും ജീവിക്കണമെന്ന്, ಒಂದು ಸರಿ ಹೇಳ್ತಾರೆ ಜೀವಿಸಬೇಕೆಂಬುದಾಗಿ, പിന്നെ പറയും ಮರಿക്കണമെന്ന്, ಮತ್ತೆ ಹೇಳ್ತಾರೆ ಸಾಯ್ಬೇಕೆಂಬುದಾಗಿ. ഹലോ, ഒരു ഉറപ്പും ധൈര്യമില്ല. ಒಂದು ದೃಢತೆ, ಒಂದು ಧೈರ್ಯವಿಲ್ಲ. ഇവന് മരിക്കണമെങ്കിൽ ഇസബേല് തലേ ദിവസം പറഞ്ഞല്ലോ നിന്നെ കൊന്നു തരാമെന്ന്. ಇವನು ಸಾಯ್ಬೇಕಾದ್ರೆ ಇಸಬೆಲ್ ಹೇಳಿದಲ್ಲ, ಮಾನದಿನ ಕೊಂದಾಕ್ತಿವಿ ಎಂಬುದಾಗಿ. ഇസബേലിന്റെ മുമ്പിൽ കൊണ്ട് തല വെച്ച് കൊടുത്താൽ മതി, ഒരു പ്രയാസമില്ലാതെ ഏലിയാവിന്റെ തല വെട്ടും. ಇಸಬೆಲ್ ಮುಂದೆ ತಲೆ ತೋರಿಸಿದ್ರೆ ಸಾಕು, ಯಾವ ತೊಂದರೆ ಇಲ್ಲದೆ ಇಸಬೆಲ್ ಅವನ ತಲೆಯನ್ನು ಸಾಯಿಸ್ತಾ ಇದ್ಲು. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോ ജീവരക്ഷയ്ക്ക് വേണ്ടി പുറപ്പെട്ട ഏലിയാവ് ഇപ്പോൾ പറയുന്നു, എനിക്ക് മരിച്ചാൽ മതി. ಹಾಗ ಈಗ ಜೀವ ಉಳಿಸಿಕೊಳ್ಳೋದಕ್ಕೋಸ್ಕರ ಓಡಿದ ಏಲಿಯನ್ ಹೇಳ್ತಾ ಇದ್ದಾನೆ, ನನಗೆ ಸತ್ತರೆ ಸಾಕು. ഇന്ന് പകൽക്കാലം ആരുടെയോ ജീവിതത്തിൽ മരണഭയത്തെ പിശാച് കൊണ്ടുവന്ന് ഡിപ്രഷൻ പോലെയാക്കി, മാനസിക ടെൻഡൻസി ഉണ്ടാക്കി, നിന്നെ മുൻപോട്ട് വിടുവാൻ കഴിയാതെ വണ്ണം ഒതുക്കപ്പെട്ടു പോയ മേഖലകളെ ആത്മാവ് ശാസിക്കാൻ പോകുകയാ. ಆತ್ಮಿಕವಾಗಿ ಮನಸ್ಸಿನಲ್ಲಿ ಡಿಪ್ರೆಷನ್, Jesus. ಹೆದರಿಕೆಯನ್ನು ತಂದು ಇಡುವಂತ ಆತ್ಮನನ್ನು ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ಗದರಿಸ್ತಾ ಇದ್ದಾನೆ. മനസ്സിലായവർ ആമേൻ പറഞ്ഞാട്ടെ. ಅರ್ಥ ಆದವರು ಆಮೇನ್ ಎಂಬುದಾಗಿ ಹೇಳಿ. അനുഭവമുള്ളവർ മൗനമായിരിക്കരുത്. ಅನುಭವ ಇರುವವರು ಮೌನವಾಗಿರಬಾರದು. മരണഭയം മാറുകയാ. ಮರಣ ಭಯ ನೀಗಲ್ಪಡುತ್ತಾ ಇದೆ. നീ പറ, ഞാൻ മരിക്കയില്ല. ನೀನೇನು ನಾನು ಮರಣ ಹೊಂದುವುದಿಲ್ಲ. മരിക്കുമെന്ന് പറയാൻ എളുപ്പമാ, ಸಾಯ್ತೇನೆ ಎಂಬುದಾಗಿ ನಿಲ್ಲುವುದು. പക്ഷെ ജീവിക്കുമെന്ന് പറയാൻ എളുപ്പമല്ല. ಆದ್ರೆ ಜೀವಿಸ್ತೇನೆ ಎಂಬುದಾಗಿ ಹೇಳುವುದು ಸುಲಭವಲ್ಲ. വാതിലെന്ന് പറ, ಎಲ್ಲರೂ ಬಾಯಿ ತೆರೆದೇ ഞാൻ മരിക്കയില്ല, ನಾನು ಸಾಯುವುದಿಲ್ಲ, ഞാൻ ജീവിക്കും. ನಾನು ಜೀವಿಸ್ತೇನೆ. ഇനി എന്നിൽ ജീവിക്കുന്നത് ನೀನು ನನ್ನಲ್ಲಿ ಜೀವಿಸುವುದು ഞാനല്ല, ನಾನಲ್ಲ, ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നത്. ಕ್ರಿಸ್ತನೇ ಆಗಿದ್ದಾನೆ ನಾನು ಜೀವಿಸುವುದು. സുരിക്കട്ടെ. ಕರಗಳನ್ನು ತಟ್ಟುತ್ತ ದೇವರ ಸ್ತುತಿಸಿರಿ. ശബാദരകഥയാണ്. ഇതൂത് പറയുമ്പോൾ ചില മരണബന്ധനങ്ങളെ കർത്താവ് ശാസിക്കാൻ പോകും. ಈ ಒಂದು ಪ್ರಕಟಣೆ ಹೇಳುವಾಗ ಮರಣ ಭಯನ ದೇವರು ಗದರಿಸೋದಕ್ಕೆ ಹೋಗ್ತಾ ಇದ್ದಾರೆ. ആയുസ്സിന് വിലപേശുന്നത് ഇവിടുത്തെ മന്ത്രവാദികളോ ശകനവാദികളോ ആമേൻ ജാതിക ശക്തികളല്ല, നിന്റെ ഭാവിയെ കുറിക്കുന്നത് സ്വർഗത്തിലെ ദൈവമാ. ನಿನ್ನ ಭವಿಷ್ಯತ್ತಿಗೆ ವಿರುದ್ಧವಾಗಿ ಸಮಯ ಕೊಡುವಂತೆ ಇಲ್ಲಿನ ಮಂತ್ರವಾದಿಗಳು ಇಲ್ಲಿನ ಯಾರು ಅಲ್ಲ, ಸ್ವರ್ಗವಾಗಿದೆ ಆ ಸಮಯವನ್ನು ನಿರ್ಣಯಿಸುವುದು. ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ಹಲ್ಲೆಲೂಯ ಎಂಬುದಾಗಿ ಹೇಳಿರಿ. ആ ഉറപ്പത്ര വർക്കുണ്ട്. ಆ ದೃಢತೆ ಎಷ್ಟು ಜನರಿಗಿದೆ? സ്തോത്രം. ಸ್ತೋತ್ರ. എലിയാവ് ചുരച്ചിടല ചൂട്ടിൽ വന്ന് പറയാ, എനിക്ക് മരിക്കണം. ಏಲಿಯನ ಮರದ ಕೆಳಗೆ ಕೂತು ಹೇಳ್ತಾ ಇದ್ದಾನೆ, ನಾನು അവൻ ഉറങ്ങി ಸಾಯಬೇಕೆಂಬುದಾಗಿ. മയങ്ങിയതാ. ಅವನು ಇಲ್ಲಿ ವಿಶ್ರಮಿಸಿದನೆ ಎಂಬುದಾಗಿ. എലിയാവ് മയങ്ങി എന്ന് പറയുമ്പോൾ ಏಲಿಯನ ಅಲ್ಲಿ ವಿಶ್ರಮಿಸಿದ ಎಂಬುದಾಗಿ ಹೇಳುವಾಗ അതിനകത്തൊരു മർമ്മമുണ്ട്. ಅದರಲ್ಲಿ ಒಂದು ಗುಟ್ಟಿದೆ.
ഈസബലിനെ കുറിച്ച് പഠിക്കുമ്പോൾ ಈ ಇಸಬೆಲ್ನ ಕುರಿತಾಗಿ ಕಲಿಯುವಾಗ രണ്ട് കാര്യമുണ്ട്. ಎರಡು ವಿಷಯಗಳಿದೆ. ഒന്ന്, അവൾ പരസംഗം ചെയ്യുന്നവളാണ്. ಒಂದು, ಅವಳು ವಿಚಾರ ಮಾಡುವಂತವಳಾಗಿದ್ದಾಳೆ. രണ്ട്, അവൾ ശുദ്രം ചെയ്യുന്നവളാണ്. ಎರಡು, ಅವಳು ಮಂತ್ರಗಳನ್ನು ಮಾಡುವಂತವಳು. ശുദ്രശക്തി ഒരു വ്യക്തിയുടെ മേൽ വെളിപ്പെട്ടാൽ ಆ ಮಂತ್ರ ಶಕ್ತಿ ಒಂದು ವ್ಯಕ್ತಿಯ ಮೇಲೆ ತೋರ್ಪಟ್ಟರೆ ആ വ്യക്തിക്ക് മയക്കമുണ്ടാകും. ಆ ವ್ಯಕ್ತಿಗೆ ಒಂದು ರೀತಿಯಾಗಿ ತೂಕಡಿಕೆ ಉಂಟಾಗ್ತದೆ, ನಿದ್ದೆ ಬರುತ್ತದೆ. ಆಮೆನ್ ಆಮೆನ್. അതാ ശുദ്രം ഏറ്റാലുള്ള കുഴപ്പം. ಅದೇ ಮಂತ್ರ ತಲುಪಿದರೆ ಇರುವಂತ ಒಂದು ತೊಂದರೆ. തെളിവുണ്ട്. ಅದಕ್ಕೆ ಒಂದು ಸಾಬೀತಿದೆ. ഗലാത്യരിൽ വാക്യമുണ്ട്. ಗಲಾತ್ಯದಲ್ಲಿ ಒಂದು ವಾಕ್ಯವಿದೆ. ആ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ നിങ്ങളെ ശുദ്രം ചെയ്ത് മയക്കിയതാണ്. ബുദ്ധിഹീനരാದ ಗಲಾತ್ಯರೇ, ನಿಮ್ಮನ್ನು ಮಂತ್ರ ಮಾಡಿ ನಿಮ್ಮನ್ನು ಕುಗ್ಗಿಸಿದವರು ಯಾರು ಎಂಬುದಾಗಿ. മനസ്സിലാവർ ആമേൻ പറഞ്ഞാട്ടെ. ആമേൻ ಎಂಬುದಾಗಿ ಹೇಳಿರಿ. അപ്പോൾ അങ്ങനെയെങ്കിൽ ഏലിയാവിനെ ഇപ്പൊ ചൂരച്ചിടുന്ന ചുവട്ടിൽ ഉറക്കി മയക്കിക്കെടുത്താൻ അതിന് പിന്നിൽ പ്രവർത്തിച്ച ശക്തി ഇസബേലിന്റെ ശുദ്രയാത്മാവാ. ಹಾಗಿದ್ರೆ ಏಲಿಯನನ್ನು ಅಲ್ಲಿ ಒಂದು ತೂಕಡಿಸಿ ಮಲಗಿಸುವುದಕ್ಕೆ ಸಾಧ್ಯವಾಗದ ಅದು ಇಸಬೇಲಿನ ಒಂದು ಶಕ್ತಿಯಾಗಿದೆ. ആമേൻ ಆಮೆನ್. ഇന്ന് പകൽക്കാലം ദൈവസഭയോട് പറയുന്നു, നിന്റെ ആരാധനയെ, നിന്റെ അഭിഷേകത്തെ, നിന്റെ വാഗ്ദത്തങ്ങളെ ഉറക്കി മയക്കി കെടുത്തതിന് പിന്നിൽ വ്യാപരിക്കുന്ന ശുദ്രശക്തിയെ ദൈവം അഴിക്കാൻ പോകുകയാ. പരിശുദ്ധാത്മാവിനെ ഇങ്ങനെ കാണിക്കുന്നു. ಪವಿತ್ರಾತ್ಮನಿಗೆ ಈ ರೀತಿಯಾಗಿ ತೋರಿಸ್ತಾ ಇದ್ದಾರೆ. പറവറ്റവിരിക്കുന്ന ആ റോസ് വസ്ത്രം ആ മകനോട് ಕೊನೆಯಲ್ಲಿ ಕೂತಿರುವಂತ ಆ ರೋಸ್ ഇങ്ങനെ ഓർപ്പിക്കുന്നു. ಅವರಿಗೊಟ್ಟಿಗೆ ದೇವರಾತ್ಮನ ಈ ರೀತಿಯಾಗಿ ಮಾತನಾಡ್ತಾ ಇದ್ದಾರೆ. ലാസർ കട്ടപ്പെട്ടവനായി തീർന്നതുപോലെ ಲಾಸರು ಗಂಟು ಹಾಕಲ್ಪಟ್ಟವನಾಗಿದ್ದನು. നിന്റെ ശരീരത്തെ ഒരു മൃഗത്തെ ഒരു മരത്തോട് ചേർത്ത് വരിഞ്ഞു മുറുക്കി ನಿನ್ನ ಶರೀರನ ಒಂದು ಮರದ ಸುತ್ತೆ ಅದಕ್ಕೆ ಸುತ್ತು ಕಟ್ಟಿ നിന്നോടും നിന്റെ കുടുംബത്തോടും ചില അവകാശങ്ങൾ നിനക്ക് നേരെ പിശാച് കൊണ്ടുവച്ച് ನಿನಗೆ ವಿರುದ್ಧವಾಗಿ ಕುಟುಂಬಕ್ಕೆ ವಿರುದ್ಧವಾಗಿ ಕೆಲ ಅವಕಾಶಗಳು ಸೈತಾನ ತಂದಿಟ್ಟು ശാരീരികമാകുന്ന അസ്വസ്ഥത വരുത്തി ಶಾರೀರಿಕವಾದ ತೊಂದರೆಯನ್ನು ತಂದಿಟ್ಟು നിന്റെ ശരീരം ഒരു വശം തളർത്തിയിടത്തക്കവണ്ണം ನಿನ್ನ ಶರೀರ ಒಂದು ಭಾಗ ಅದು ಬಲಹೀನವಾಗಿರುವುದಕ್ಕಾಗಿ അസ്ഥി സംബന്ധമായ രോഗങ്ങൾ ಮೂಳೆ ಸಂಬಂಧವಾದ ರೋಗಗಳು മരണയാത്മാവിനെ കൊണ്ടുവന്ന് ಮರಣದ ಆತ್ಮನ ತಂದು നിന്റെ ഭവന വിരളയപ്പെട്ട് കിടക്കുന്ന ഒരു ഭവനം, ನಿನ್ನ ಮನೆ ಒಂದು ಕತ್ತಲಾಗಿರುವಂತ ಒಂದು ಮನೆ. എന്നാ ദൈവാത്മാവിനെ കാണിക്കുന്നു. ಆದ್ರೆ ದೇವರಾತ್ಮನಿಗೆ ತೋರಿಸ್ತಾ ಇದ್ದಾರೆ. ദൈവം നിന്റെ ബന്ധനങ്ങളെ അഴിക്കാൻ പോകുന്നു. ದೇವರಿನ ಕಟ್ಟುಗಳನ್ನು ಬಿಚ್ಚುವುದಕ್ಕೆ ಹೋಗ್ತಾ ಇದ್ದಾರೆ. ആ മകന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചോ. ಅವರಿಗೋಸ್ಕರವಾಗಿ ಒಂದು ಸರಿ ಪ್ರಾರ್ಥಿಸಿರಿ. ഈ ശാരീരിക അവയവങ്ങളിൽ, ಈ ಶಾರೀರಿಕದ ಅಂಗಾಂಗಗಳು, അസ്ഥികളുമായുള്ള ബന്ധത്തിൽ, ಅದರಲ್ಲಿ ಮೂಳೆಗಳಾಗಿರುವ ಸಂಬಂಧದಲ್ಲಿ, ബോൺ സംബന്ധമായ വിഷയങ്ങൾ, ಮೂಳೆ ಸಂಬಂಧವಾಗಿರುವಂತಹ ಸಮಸ್ಯೆಗಳು, രോഗക്കിടക്കയാക്കി ರೋಗದ ಹಾಸಿಗೆಯಾಗಿ ಮಾರ್ಪಡಿಸಿ ശരീരത്തിൽ ഒരു വശം തളർന്നു പോകുവാൻ, ನಿನ್ನ ಶರೀರದ ಒಂದು ಭಾಗ ಬಲಹೀನವಾಗುವುದಕ್ಕೆ, സ്ട്രോക്ക് പോലെ വരുത്തി, ಸ್ಟ್ರೋಕ್ ರೀತಿಯಲ್ಲಿ ತಂದು നിന്നെ ഒരു കട്ടിലിൽ നിത്യരോഗിയാക്കി കിടത്തുവാൻ വെല്ലുവിളിച്ചിരിക്കുന്ന അനുഭവങ്ങളും, ನಿನ್ನನ್ನು ಹಾಸಿಗೆಯಲ್ಲಿ ಮಲಗಿಸೋದಕ್ಕೋಸ್ಕರವಾಗಿ ಸವಾಲು ಹಾಕಿರುವಂತ ರೋಗಗಳು, അതിന്റെ പാരമ്പര്യ ശാപങ്ങളും, ಎಲ್ಲ ಪರಂಪರೆಯ ಶಾಪಗಳು ഇന്ന് പകൽക്കാലം സ്വർഗമഴിച്ചു മാറ്റി. ಇವತ್ತು ಆಗಲೇ ಸ್ವರ್ಗ ಅದು ತೆಗೆದು ಹಾಕ್ತಾ ಇದ್ದಾರೆ. ಆಮೆನ್. ആ മകന്റെ വീട്ടിൽ നിന്ന് വേറെ ആരെങ്കിലും വന്നിട്ടുണ്ടോ? ಅವರ ಮನೆಯಿಂದ ಬೇರೆ ಯಾರಾದ್ರೂ ಬಂದಿದ್ದಾರಾ? ആമേൻ. ദൈവം ഉണ്ടോ? ആമേൻ. ഈ ആണോ? ആമേൻ. ദൈവാത്മാവ് മകന് വേണ്ടി ചില അത്ഭുതങ്ങൾ ചെയ്യാൻ പോവുകയാണ്. ದೇವರಾತ್ಮನ ಮಗನಿಗೋಸ್ಕರವಾಗಿ ಕೆಲ ಅದ್ಭುತಗಳು ಮಾಡೋದಕ್ಕೆ ಹೋಗ್ತಾ ಇದ್ದಾರೆ. സ്തോത്രം. ദൈവാത്മ പറഞ്ഞ വിഷയത്തില് നിങ്ങൾ വിശ്വസിക്കുമെങ്കിൽ, എന്തോ ഞാൻ ആ വ്യക്തി ആദ്യമായിട്ട് കാണാൻ ഒരു വലിയ മരണത്തിന്റെ കെട്ട് കർത്താവ് പൊട്ടിക്കാൻ പോവുകയാണ്. ನಾನು ಮೊದಲನೇ ಬಾರಿಗೆ ವ್ಯಕ್ತಿ ನೋಡ್ತಾ ಇದ್ದಾರೆ. ದೊಡ್ಡ ಮರಣದ ಗಂಟಲು ದೇವರು ಅದನ್ನು ಒಡೆದು ಹಾಕೋದಕ್ಕೆ ಹೋಗ್ತಾ ಇದ್ದಾರೆ. എല്ലാരും പ്രാർത്ഥിച്ച യേശുവിൻ നാമത്തിൽ ಎಲ್ಲರೂ ಪ್ರಾರ್ಥನೆಯೊಂದಿಗಾಗಿರಿ. അങ്ങനെ നീ പാർക്കുന്ന ദേശത്ത് ನೀವು ವಾಸವಾಗಿರುವಂತ ചില ಜಾಗದಲ್ಲಿ ദൈവത്തിന്റെ പ്രവൃത്തികൾ വെളിപ്പെടാൻ പോകുകയാണ്. ಕೆಲ ದೈವಿಕವಾದ ಕ್ರಿಯೆಗಳು ನಡೆಯುವುದಕ್ಕೆ ಹೋಗ್ತಾ ಇದೆ. ഞാൻ കാണുന്നത്
അതിൻ്റെ ഇങ്ങനെ ഒരു 3 കിലോമീറ്റർ ചുറ്റളവിനകത്ത് ಅದರೊಂದು 3 ಕಿಲೋಮೀಟರ್ ಸುತ್ತದ ಒಳಗಾಗಿ ദൈവത്തിന്റെ മഹത്വം ഇറങ്ങും. ದೇವರ ಮಹಿಮೆ ಇಳಿಯಲ್ಪಡುತ್ತದೆ. നീ നിമിത്തം അനേക കുടുംബങ്ങൾ ನಿನ್ನ ನಿಮಿತ್ತವಾಗಿ ಅನೇಕ ಕುಟುಂಬಗಳು ഈ ചർച്ചിൽ വരാൻ പോകുകയാണ്. ಈ ಸಭೆಗೆ ಬರೋದಕ್ಕೆ ಹೋಗ್ತಾ ಇದೆ. ശാലാബാധകയ ഹസ്താമാന സന്തരാദി നിന്റെ കുടുംബം ഒരു മിഷണറി കുടുംബമായി തീരും. ನಿನ್ನ ಕುಟುಂಬ ಒಂದು ಸುವಾರ್ತೆ ಕುಟುಂಬವಾಗಿ ಮಾರ್ಪಡುತ್ತದೆ. വഴി അറിയാത്തവർക്ക് നീ ഒരു വഴികാട്ടിയായി മാറും. ದಾರಿ ಗೊತ್ತಿಲ್ಲದವರಿಗೆ ಒಂದು ದಾರಿ ತೋರಿಸುವಂತವರಾಗಿರ್ತೀಯ. അനേക ദൈവത്തിന്റെ പ്രവൃത്തികൾ ಅನೇಕ ದೇವರ ಕ್ರಿಯೆಗಳು നിന്റെ ഭവനത്തിൽ ഞാൻ വെളിപ്പെടുത്തും. ನಿನ್ನ ಮನೆಯಲ್ಲಿ ಅದು ತೋರ್ಪಡುತ್ತದೆ. നീ ദേശത്തിന്റെ ഒരു കാവൽക്കാരനാ. ನೀನು ದೇಶಕ್ಕೆ ಒಂದು ಕಾವಲುಗಾರನಾಗಿದೆಯಾ. ഈ സഭയ്ക്കകത്ത് ഞാൻ നിന്നെ ഒരു തൂണാക്കി നിർത്തും. ನೀನನ್ನು ಈ ಸಭೆಯಲ್ಲಿ ಒಂದು ದೊಡ್ಡ ಗೋಡೆಯಾಗಿ ನಾನು ನಿಲ್ಲಿಸ್ತೇನೆ. എന്നാൽ നിനക്ക് നേരെ ഒത്തിരി വെല്ലുവിളിയുണ്ട്. ಆದರೆ ನಿನಗೆ ವಿರೋಧವಾಗಿ ಅನೇಕ ಸವಾಲುಗಳಿದೆ. നിന്റെ സ്വത്തിന് നേരെ, ನಿನ್ನ ಆಸ್ತಿಗೆ ವಿರುದ್ಧವಾಗಿ, നിന്റെ നന്മയ്ക്ക് നേരെ ನಿನ್ನ ಆಶೀರ್ವಾದಕ್ಕೆ ವಿರುದ್ಧವಾಗಿ ചില ശക്തമാകുന്ന വെല്ലുവിളിയുണ്ട്. ಕೆಲ ಬಲವಾಗಿರುವಂತಹ ಸವಾಲುಗಳಿದೆ. നിന്നെ കോടതി പോലും കയറ്റി ഇറക്കി, ನಿನ್ನನ್ನು ಕೋರ್ಟಲ್ಲಿ ಕೂಡ കള്ളക്കേസിൽ ಕಟ್ಟಿಸಿದರು. കുരുക്കി കളയാൻ ಕಳ್ಳ ಕೇಸಿನಲ್ಲಿ ಸಿಕ್ಕಾಕಿಸುವುದಕ್ಕಾಗಿ ശത്രു നിനക്ക് നേരെ പ്രവർത്തിച്ച സമയമുണ്ടായിരുന്നു. ಶತ್ರು ನಿನಗೆ ವಿರುದ್ಧವಾಗಿ ಕ್ರಿಯೆ ಮಾಡಿದ ಸಮಯವಿತ್ತು. എന്നാൽ നീ സേവിക്കുന്ന ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിച്ചു. ಆದರೆ ಸೇವಿಸುವ ದೇವರು ನಿನಗಾಗಿ ಕ್ರಿಯೆ ಮಾಡಿದರು. സന്തരാ ജഗജഗടഗദനേ സന്തരാ ചില വിടുതലുകൾ നിന്നിലും നിന്റെ ഭവനത്തിലും വെളിപ്പെടാൻ പോകുകയാണ്. ಬಿಡುಗಡೆ ನಿನ್ನಲ್ಲೂ ನಿನ್ನ ಮನೆಯಲ್ಲೂ ನಡೆಯುವುದಕ್ಕೆ ಹೋಗ್ತಾ ಇದೆ. ചില സാമ്പത്തിക നന്മകൾ, ഫൈനാൻഷ്യൽ ബ്രേക്ക് ത്രൂ ഈ മീറ്റിംഗ് കഴിയുമ്പോൾ നിനക്ക് വേണ്ടി കർത്താവ് ഒരുക്കി തരും. ಕೆಲ ಹಣಕಾಸಿನ ವಿಷಯವಿರುವಂತಹ ಬಿಡುಗಡೆ ಈ ಕೂಟದ ನಂತರ ದೇವರು ನಿನಗಾಗಿ ಕೊಡೋದಕ್ಕೆ ಹೋಗ್ತಾ ಇದ್ದಾರೆ. നിന്റെ കടഭാരത്തെ ദൈവം മാറ്റും. ನಿನ್ನ ಸಾಲ ಭಾರವನ್ನು ದೇವರು ನೀಗಿಸ್ತಾರೆ. ചില പ്രതികൂലങ്ങൾ വഴിമാറാൻ പോകുകയാണ്. ಕೆಲ ಪ್ರತಿಕೂಲಗಳು ದಾರಿ ಬಿಟ್ಟು ನೀಗು ಹೋಗುತ್ತದೆ. യേശുവിൻ നാമത്തിൽ ಯೇಸುವಿನ ನಾಮದಲ್ಲಿ കരമടിച്ച് സ്വോത്രം ചെയ്താട്ടെ. ಕರಗಳ ತಟ್ಟು ದೇವರಿಗೆ ಸ್ತೋತ್ರ ಸಲ್ಲಿಸಿ ശക്തിയോടെ അഭിഷേകത്തോടെ ಬಲದಿಂದ ಅಭಿಷೇಕದೊಂದಿಗೆ In the name of Jesus. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ഞാൻ കാണുന്നത് ഈ ആമേൻ ചില ദൂത് പറയുമ്പോൾ ചിലത് പുറത്ത് പറയാൻ കൊള്ളത്തില്ല, കേൾക്കാൻ. അതുകൊണ്ട് സഭയ്ക്ക് നേരെ ശക്തമാകുന്ന മന്ത്രവാദങ്ങൾ, ಕೆಲವು ಪ್ರಕಟಣೆಗಳು ಹೊರಗೆ ಹೇಳುವುದಕ್ಕಾಗುವುದಿಲ್ಲ. ಅದು ഈ ಸಭೆಗೆ വേലയ്ക്ക് ವಿರುದ್ಧವಾಗಿ ಮಂತ್ರಗಳು അടിസ്ഥാനമിട്ട സമയം മുതൽ ಈ ಒಂದು ಸೇವೆಗೆ ಅಸ್ತಿವಾರವಾಕಿದ ഇതിന്റെ ಸಮಯದಿಂದಲೂ മുളയിലെ നുള്ളിക്കളയാൻ, ಇದರಿಂದ ಅದನ್ನು ತೆಗೆದು ಹಾಕುವುದಕ್ಕೋಸ್ಕರವಾಗಿ, ഇതിന്റെ അഡ്രസ് പോലും മായ്ച്ചു കളയാൻ, ಇದರ ವಿಳಾಸ ಕೂಡ ಅಳಿಸಿ ಬಿಡುವುದಕ್ಕಾಗಿ, ഇതിന്റെ മുളയിലെ നുള്ളിക്കളഞ്ഞ വിഷയങ്ങൾ ಇದು ಆರಂಭದಲ್ಲಿ ತೆಗೆದು ಹಾಕುವುದಕ್ಕೆ ಆರಂಭಿಸಿದ ಸಮಸ್ಯೆಗಳು പരിശുദ്ധാത്മ വെളിപ്പെടുത്തുകയാണ്. ಕರ್ತನ ಆತ್ಮನ ತೋರ್ಪಡಿಸ್ತಾ ಇದ್ದಾರೆ. ഈ മിനിസ്ട്രി ഇവിടെ വന്ന സമയത്ത്, ಈ ಸೇವೆಯಲ್ಲಿ ಬಂದಂತ ಸಮಯದಲ್ಲಿ ഇത് ഇവിടെ നിലനിൽക്കുവാൻ കഴിയാതെ, ಇದು ಇಲ್ಲಿ ನೊಳೆಗೊಳ್ಳುವುದಕ್ಕಾಗದೆ, ഇതിനെ പറിച്ചു കളയാൻ ಇದನ್ನು ಕಿತ್ತು ಹಾಕುವುದಕ್ಕೋಸ್ಕರವಾಗಿ മനുഷ്യരും പിശാചും കിണഞ്ഞു പരിശ്രമിച്ചു. ಮನುಷ್ಯರ ಸೈತನು ಒಟ್ಟಾಗಿ ಸೇರಿ ಕ್ರಿಯೆ ಮಾಡಿದರು. ആമേൻ പറഞ്ഞാട്ടെ. ಆಮೇಲೆ ಹೇಳಿರಿ, ഇത് ദൈവത്തിന്റെ പദ്ധതി ആയതുകൊണ്ട്, ಆದ್ರೆ ಇದು ದೇವರ ಯೋಜನೆ ಆಗಿರೋದ್ರಿಂದ ഇതിനെ തകർക്കാൻ ആർക്കും കഴിഞ്ഞില്ല. ಇದನ್ನು ತಡೆ ಮಾಡೋದಕ್ಕೆ ಯಾರಿಂದಲೂ ಸಾಧ್ಯವಾಗಲಿಲ್ಲ. കർത്താവിനെ കാണിക്കുന്നു. ಕರ್ತನಿಗೆ ತೋರಿಸ್ತಾ ചില ಇದ್ದಾರೆ. 3 ക്ഷേത്രങ്ങളുമായി കണക്ട് ചെയ്തിരിക്കുന്ന ಕೆಲ 3 ചില ಕ್ಷೇತ್ರಗಳಾಗಿ ಜೋಡಣೆಯಾಗಿರುವ ആധിപത്യങ്ങളെ കർത്താവ് പൊട്ടിക്കാൻ പോകുകയാണ്. ಕೆಲ ಅಧಿಕಾರಿಗಳ ದೇವರು ಹೊಡೆದು ಹಾಕುವುದಕ್ಕೆ ಹೋಗ್ತಾ ಇದ್ದಾರೆ. ഈ ആരാധന ഇവിടുന്ന് പൊളിഞ്ഞു മാറിയാൽ, ಈ ಆರಾಧನೆ ಇಲ್ಲಿಂದ ತೆಗೆದು ಹಾಕಲ್ಪಟ್ಟರೆ, ഇതിന് വിരുദ്ധമായി ഒരു ക്ഷേത്രം പണിയുമെന്നും, ಇದಕ್ಕೆ ವಿರುದ್ಧವಾಗಿ ಒಂದು ಕ್ಷೇತ್ರ ಕಟ್ಟಲ್ಪಡುವುದು ಎಂಬುದಾಗಿ, അതിന് ആ ശക്തിയെ ഇങ്ങനെ വർദ്ധിപ്പിച്ചതിന് ശക്തിയെ വർദ്ധിപ്പിച്ച് ಅದರ ಶಕ್ತಿಯನ್ನು ಅದನ್ನು ಹೆಚ್ಚುಪಡಿಸಿ, ശക്തമാകുന്ന വെല്ലുവിളികൾ, ಶಕ್ತಿಯುಳ್ಳಂತ ಸವಾಲುಗಳು, അതിന്റെ അണിയറകളിൽ ഗൂഢാലോചന ഒരുക്കിക്കൊണ്ടിരിക്കുക. ಅದರ ಗುಟ್ಟುಗಳಲ್ಲಿ ಅವರ ಒಂದು ಗೂಢ ಯೋಚನೆಗಳು പക്ഷേ ನಡೆಸ್ತಾ ಇದ್ದಾರೆ. ദൈവം അതിനെ പൊളിക്കും. ಅದು ದೇವರು ಅದನ್ನು ಬಿಚ್ಚುತ್ತಾರೆ. അത് നടക്കുകയില്ല. ಅದು ನಡೆಯುವುದಿಲ್ಲ. പക്ഷെ മന്ത്രവാദികളെ പോലും ദൈവം തരാൻ പോകുക.
ಮಂತ್ರವಾದಿಗಳನ್ನು ಕೂಡ ದೇವರು ಕೊಡೋದಕ್ಕೆ ಹೋಗ್ತಾ ಇದ್ದಾರೆ. മന്ത്രവാദികൾ കൂട്ടം കൂട്ടമായി സ്നാനപ്പെടും. ಮಂತ್ರವಾದಿಗಳು ಗುಂಪು ಗುಂಪಾಗಿ ದೀಕ್ಷಾಸ್ನಾನ ತೆಗೆದುಕೊಳ್ಳುತ್ತಾರೆ. ശബദാലക സപ്തനാദിനി ഭൂതകഞ്ചനാദി പ്രവാദന. ഞാൻ കാണുന്ന വെളിപ്പാട്, ನಾನು ನೋಡುವಂತ ದರ್ಶನ, ഈ പൂണുനൂലിട്ട് ബ്രാഹ്മൺസ് പോലെയുള്ള ಈ ಬ್ರಾಹ್ಮಣ್ಸ್ ರೀತಿಯಲ್ಲಿ ಇರುವಂತಹ ജാതിക ശക്തികൾ, ಜನಾಂಗದ ಶಕ್ತಿಗಳು, പൂജാരിമാർ, ಪೂಜಾರಿಗಳು, മന്ത്രവാദികൾ, ಮಂತ್ರವಾದಿಗಳು, ശകനവാദികൾ, ಆ ರೀತಿಯಾಗಿ ಮಂತ್ರ ತಂತ್ರಗಳು അങ്ങനെ ഒരു ಮಾಡುವಂತರು, വലിയ കൂട്ടം ಆ ರೀತಿಯ ದೊಡ್ಡ ಗುಂಪು സഭയോട് ചേർന്ന് ആരാധിക്കാൻ പോകുകയാണ്. ಸಭೆಯೊಳಗೆ ಸೇರಿ ಆರಾಧನೆ Yes. ಮಾಡಕ್ಕೆ ಹೋಗ್ತಾ ಇದ್ದಾರೆ. ಆಮೆನ್. In the name of Jesus. പ്രാർത്ഥിച്ചോ. ഭൂതഭൂതരം സന്ധരം വാദിവേദസ്യാദിനം. അങ്ങനെ ഒരു അപ്പോസ്തലിക ശുശ്രൂഷയുടെ അടുത്ത ഒരു ലെവലിലേക്ക് ഞാമനെ കൊണ്ടെത്തിക്കും. ಒಂದು ಅಪೊಸ್ತಲಿಕ ಸುವಾರ್ತೆಯಲ್ಲಿ ಮುಂದಿನ ಒಂದು ಹೆಜ್ಜೆಗೆ ದೇವರನ್ನು ಕರೆದುಕೊಂಡು ಹೋಗ್ತಾ ಇದ್ದಾರೆ. നീ ഒരു വ്യക്തിയല്ല, ನೀವೊಂದು ವ್ಯಕ್ತಿ ಅಲ್ಲ, നിന്നെ ഞാൻ വലിയ ഒരു പ്രസ്ഥാനമാക്കും. ನೀವೊಂದು ದೊಡ್ಡ ಒಂದು ರಾಜ್ಯವಾಗಿ ನಾನು ಮಾರ್ಪಡಿಸ್ತೇನೆ. ദൈവാത്മാവ് ഓർപ്പിക്കുന്നു, ದೇವರ ಆತ್ಮ ನೆನಪಿಸ್ತಾ ಇದ್ದಾರೆ, ഇത് ഒരു ഇന്റർനാഷണൽ സഭയായിട്ട് മാറും. ಇದೊಂದು ಇಂಟರ್ನ್ಯಾಷನಲ್ ಸಭೆಯಾಗಿ ಮಾರ್ಪಡುತ್ತದೆ. അടുത്ത ಮುಂದಿನ 3 വർഷങ്ങൾക്കുള്ളിൽ 3 ವರ್ಷಗಳ ಒಳಗಾಗಿ എന്റെ കർത്താവിന്റെ വരവ് താമസിക്കുമെങ്കിൽ ನನ್ನ ಕರ್ತನ ಬರುವಣಿಗೆ ಅದು ತಡವಾಗಿದ್ದರೆ 3 വർഷം, ಮುಂದಿನ 3 ವರ್ಷ 2023 മുതൽ 24 മുതൽ 27 വരെ ഉള്ള കാലഘട്ടം ഒരു ഭയങ്കര റിവൈവൽമെന്റ് കാലഘട്ടം. 2023 2027 ತನಕ ಒಂದು ದೊಡ್ಡ ಉಜ್ಜೀವನದ ಕಾಲವಾಗಿರುತ್ತದೆ. ഈ കർണാടക മണ്ണിനെ, ಈ ಕರ್ನಾಟಕದ ಮಣ್ಣಲ್ಲಿ നീ കൊള്ളയടിക്കാൻ പോകുക. ನೀರಿದ್ರೆ ಕೊಳ್ಳೆ ಹೊಡೆಯೋದಕ್ಕೆ ಹೋಗ್ತಾ ಇದೆಯಾ? ഓ, ഗ്രാമങ്ങൾ, ಗ್ರಾಮಗಳು, പട്ടണങ്ങൾ, ಪಟ್ಟಣಗಳು ഓ, വിടിവിക്കപ്പെടാൻ പോകുക. ಬಿಡುಗಡೆ ಆಗೋದಕ್ಕೆ ಹೋಗ್ತಾ ಇದೆ. ಆಮೇಲೆ നിന്നെ ദൈവം മൂർച്ചയുള്ള ഒരു മെതിവണ്ടിയാക്കും. ದೇವರು ಒಂದು ದೊಡ್ಡ ಚೂಪಾದಂತ ಒಂದು ಗಾಡಿಯಾಗಿ ನಿನ್ನ ಮಾರ್ಪಡಿಸ್ತಾರೆ. സാന്നിധ്യം വഹിച്ചു കൊണ്ടുപോകുന്ന ದೇವರ ಸಾನ್ನಿಧ್ಯ ವಹಿಸುವಂತಹ ഒരു പാത്രമാക്കി ഞാൻ മാറ്റും. ಒಂದು ಪಾತ್ರೆಯಾಗಿ ಮಾರ್ಪಡಿಸ್ತೇನೆ. ഇതിന്റെ ബ്രാഞ്ച് സഭകൾ പൊട്ടിമുളക്കി. ಇದರಿಂದ ಬ್ರಾಂಚ್ ಸಭೆಗಳು ಹರಡಲ್ಪಡುತ್ತದೆ. ഇത് ഒരു വലിയ സെന്റർ ചർച്ചായിട്ട് മാറി. ಒಂದು ದೊಡ್ಡ ಸೆಂಟರ್ ಸಭೆಯಾಗಿ ಮಾರ್ಪಟ್ಟು ഈ സ്ഥലം മാത്രമല്ല, ಈ ಜಾಗ ಮಾತ್ರ ಅಲ್ಲ, ഏക്കർ കണക്കിന് ഭൂമി, ಏಕರುಗಳಿರುವಂತಹ ಭೂಮಿ, ഗ്രൗണ്ട് പോലെ, ಒಂದು ಮೈದಾನದ മൈതാനം പോലെ ಮೈದಾನ ರೀತಿಯಲ್ಲಿ ദൈവം തരാൻ പോകുകയാ. ದೇವರು ಕೊಡೋದಕ್ಕೆ ಹೋಗ್ತಾ ಇದ್ದಾರೆ. കർത്താവിനെ കാണിക്കുന്ന വെളിപ്പാട്, ಕರ್ತನಿಗೆ ತೋರಿಸುವಂತ ഈ ಪ್ರಕಟಣೆ, ചർച്ചിന്റെ പേരിൽ ಈ ಸಭೆಯ ಹೆಸರಿನಲ್ಲಿ ഈ ദേശം അറിയപ്പെടാൻ ಈ പോകുക. ದೇಶ ಹೆಸರುಗಳಿಗೆ ಹೋಗ್ತಾ ಇದೆ. ഈ ചർച്ചിന്റെ പേരിൽ ಈ ಸಭೆಯ ಹೆಸರಿನಲ್ಲಿ ഇവിടെ ഒരു റോഡ് വരും. ಇಲ್ಲೊಂದು ರಸ್ತೆ ಬರುತ್ತದೆ. ആ, ഏതാണ്ട് 50-ൽ പരം ദൈവദാസന്മാർ നിന്റെ കൂടെ ചേർന്ന് മിനിസ്റ്റർ ചെയ്യുവാൻ, 50ಗಿಂತಲೂ ಹೆಚ್ಚು ದೇವಸೇವಕರ ಜೊತೆ ಸೇರಿ ಸೇವೆ ಮಾಡುವುದಕ್ಕೆ നെറ്റ്വർക്ക് പോലെ അഭിഷിക്തന്മാരെ ഞാൻ കണക്ട് ചെയ്യിപ്പിക്കും. ಒಂದು ನೆಟ್ವರ್ಕ್ ರೀತಿಯಲ್ಲಿ ಅಭಿಷೇಕರನ್ನು ಜೋಡಿಸ್ತೇನೆ. ഭയങ്കര മിനിസ്ട്രി വെളിപ്പെടാൻ ಒಂದು പോകുന്നു. ದೊಡ್ಡ ಒಂದು ಸೇವೆಯಲ್ಲಿ ಉದೋರ್ಪಡೋದಕ್ಕೆ ಹೋಗ್ತಾ ಇದೆ. ഈ പട്ടണത്തിൽ ആരും നടത്താത്ത വൻപൻ ക്രൂസേഡുകൾ, ಈ ಪಟ್ಟಣದಲ್ಲಿ ಯಾರು ನಡೆಸಿರುವ ದೊಡ್ಡ ದೊಡ್ಡ ಕೂಟಗಳು, യോഗങ്ങൾ, ಉಜ್ಜೀವನದ ಕೂಟಗಳು, സ്ക്രീനുകൾ വെച്ച് ആരാധിക്കുന്നത് പോലെ ಒಂದು ಸ್ಕ್ರೀನ್ ಇಟ್ಟು ಆರಾಧಿಸುವ ರೀತಿಯಲ್ಲಿ ചില അത്ഭുതങ്ങൾ ಕೆಲವರು ಅದ್ಭುತಗಳು ദേശം കാണാൻ പോകുക. ದೇಶದಲ್ಲಿ ನೋಡೋದಕ್ಕೆ ಹೋಗ್ತಾ ಇದ್ದಾರೆ. ಆಮೆನ್.
കർത്താവിന്റെ പറയുന്നു, മന്ത്രിമാര് പോലും വന്ന്, മിനിസ്റ്റേഴ്സ് പോലും വന്ന് ആരാധിക്കും. ಕರ್ತನು ಹೇಳ್ತಾ ಇದ್ದಾರೆ, ಮಂತ್ರಿಗಳು ಕೂಡ ಬಂದು ದೇವರನ್ನು ಆರಾಧಿಸ್ತಾರೆ ಎಂಬುದಾಗಿ. പൊളിറ്റിക്സ് നേതൃത്വങ്ങൾ ആരാധിക്കും. ರಾಜಕೀಯದ ವ್ಯಕ್ತಿಗಳು ಬಂದು ಆರಾಧಿಸ್ತಾರೆ. അവരുടെ ഇടയിൽ അത്ഭുതം നടക്കാൻ പോവുകയാണ്. ಅವ್ರ ಕೂಡ ಅದ್ಭುತಗಳು ನಡೆಯೋದಕ್ಕೆ ಹೋಗ್ತಾ ಇದೆ. ഈ എലക്ഷനൊക്കെ വരുമ്പോൾ, ಈ ಒಂದು ಚುನಾವಣೆ ಬರುವಾಗ, എലക്ഷനൊക്കെ അടുത്ത് വരുമ്പോൾ, ಈ ಚುನಾವಣೆಯಲ್ಲಿ ಹತ್ತಿರ ಬರುವಾಗ നിന്നെ വ്യക്തിപരമായി വിളിച്ച് പ്രാർത്ഥിപ്പിച്ച് ನಿಮ್ಮನ್ನು ವೈಯಕ್ತಿಕವಾಗಿ ಕರೆದು ಪ್ರಾರ್ಥಿಸಿ അവരോട് ദൂത് പറയും. ನೀವು ಅವರೊಟ್ಟಿಗೆ ಪ್ರಕಟಣೆ ಹೇಳ್ತೀರಾ. പ്രോഫസിയുടെ മണ്ഡലം ഓപ്പൺ ചെയ്യുന്നു. ಒಂದು ಪ್ರವಾದನಿಕ ಮಂಡಲ ತೆರೆದು ಬಂದಿದೆ. ಒಂದು ಇಂಪಾರ್ಟೇಷನ್ ಬೆಂಕಿ. നീ ഇനി ഒരു പ്രവാചകനായിട്ട് അറിയപ്പെടും. ನೀವೊಂದು ಪ್ರವಾದಿಯಾಗಿ ತಿಳಿಯಲ್ಪಡ್ತೀರಾ. ഈ ചർച്ച ഒരു ടെമ്പററിയാ. ಈ ಒಂದು ಸಭೆ ಇದು ಟೆಂಪರರಿ ಆಗಿದೆ. ഇവിടുന്ന് ഞാൻ ഷിഫ്റ്റ് ചെയ്യിപ്പിക്കും. ഇവിടുന്ന് ആയിരങ്ങൾ കൂടി ആരാധിക്കുന്ന, ಇಲ್ಲಿಂದ ಸಾವಿರಗಳ ಜೊತೆ ಸೇರಿ ಆರಾಧಿಸುವಂತ വലിയ കൂടാരങ്ങൾ പണിയും. ಒಂದು ದೊಡ್ಡ ಒಂದು ಗುಡಾರಗಳು ಕಟ್ಟಲ್ಪಡುತ್ತದೆ. വാഹനങ്ങൾ പാർക്ക് ചെയ്യത്തക്ക നിലവാരത്തിൽ ವಾಹನಗಳನ್ನು ಪಾರ್ಕ್ ಮಾಡುವ ಅಳತೆಯಲ್ಲಿ വലിയ ചർച്ച നീ പണിയും. ದೊಡ್ಡ ಸಭೆ ನೀವು ಕಟ್ಟುತ್ತೀರಾ. കർത്താവിനെ കാണിക്കുന്നു. ಕರ್ತನನ್ನು ತೋರಿಸ್ತಾ ಇದ್ದಾರೆ. ഈ അത്ഭുതം നടക്കാൻ പോയ കേട്ടോ. ಅದಕ್ಕೆ ಹೆಚ್ಚಾಗಿ ನಡೆಯೋದಕ್ಕೆ ಹೋಗ್ತಾ ಇದೆ. ഇവിടുത്തെ മിനിസ്ട്രിയെ ഒന്ന് എസ്റ്റാബ്ലിഷ് ആക്കിയിട്ട് ಇಲ್ಲಿನ ಸೇವೆಯನ್ನು ಅದನ್ನು ಅಭಿವೃದ್ಧಿ ಪಡಿಸಿ നിന്നെ ഞാൻ മറ്റൊരു രാജ്യത്തേക്ക് പറിച്ചു നടും. ನಿಮ್ಮನ್ನು ಮತ್ತೊಂದು ರಾಜ್ಯಕ್ಕೆ ನಿಮ್ಮನ್ನು ಕಳಿಸಿ, അത് മഞ്ഞു പൊഴിയുന്നൊരു രാജ്യമാണ്. ಅಲ್ಲಿ ಮಂಜು ಬೀಳುವಂತ ಒಂದು ರಾಜ್ಯವಾಗಿದೆ. ഇംഗ്ലീഷുകാരുടെ നടുവിൽ യൂറോപ്യൻ രാജ്യത്ത് ഞാൻ നിന്നെ സെറ്റിൽമെന്റ് ആക്കും. ಇಂಗ್ಲಿಷರ ಮಧ್ಯದಲ್ಲಿ ಯುರೋಪ್ ರಾಜ್ಯದಲ್ಲಿ ನಿಮ್ಮನ್ನ ನಿಲ್ಲಿಸ್ತೇನೆ. അവിടെ അടിസ്ഥാനമിട്ടുകൊണ്ട് വന്നും പോയി നിൽക്കും. ನೀವು ಅಲ್ಲಿ ಅಸ್ತಿವಾರ ಹಾಕಿ ಇಲ್ಲಿ ಬಂದು ಹೋಗಿ ಇರ್ತೀರಾ. ലോകത്തിന്റെ 5 വൻകരകളുമായി ബന്ധമുണ്ടാകും. ಲೋಕದ ಎಲ್ಲ ಕಡೆಗಳಲ್ಲಿರುವಂತ ಸಮಯವಿರುವ നിന്നെ ഉപയോഗിക്കേണ്ട സമയമാണിത്. ನಿನ್ನನ್ನು ಉಪಯೋಗಿಸುವಂತ ಸಮಯವಾಗಿದೆ. ഈ വർഷം നിന്റെ സമയമാ. ಈ ವರ್ಷ ನಿಮ್ಮ ಸಮಯವಾಗಿದೆ. ജനത്തിന്റെ സമയമാ. ನಿನ್ನ ಎದುರಿರುವಂತ ಸಮಯವಾಗಿದೆ. ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കുക. ಕರಗಳನ್ನು ತಟ್ಟುತ್ತಾ ದೇವರನ್ನು ಆರಾಧಿಸಿರಿ ಶಕ್ತಿಯಿಂದ. ഓ ഹരബാസിയാദം. ഓ ജീസസ്. കരമുർത്തി ആമേൻ പറഞ്ഞാട്ടെ. കരകളെത്തി ആമേൻ ಎಂಬುದಾಗಿ ಹೇಳಿರಿ. അരുളും 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 തകപ്പാ. ചേർന്ന് പാടാം. ശരി. അരുളും അരുളും. ദൈവാത്മ പറയുന്നു, ശക്തമാകുന്ന വിടുതൽ മക്കൾക്ക് ദൈവം കൈമാറും. ದೇವರಾತ್ಮನ ಹೇಳ್ತಾನೆ, ಶಕ್ತವಾದಂತ ಒಂದು ಬಿಡುಗಡೆ ನಿಮ್ಮ ಮಕ್ಕಳಿಗೆ ದೇವರು ಕೊಡ್ತಾ ಇದ್ದಾರೆ ಎಂಬುದಾಗಿ. മോനോട് പറയുന്നു, ಪವಿತ್ರಾತ್ಮ ಮಗನೊಟ್ಟಿಗೆ ಹೇಳ್ತಾ ಇದ್ದಾರೆ, നിന്റെ മേൽ ഒരു അസാധാരണ വിളിയുണ്ട്. ನಿನ್ನ ಮೇಲೆ ಒಂದು ಅಸಾಮಾನ್ಯವಾದ ಕರೆ ಇದೆ. നിന്റെ വിരലുകളെ ഞാൻ ചലിപ്പിക്കും. ನಿನ್ನ ಬೆರಳುಗಳನ್ನು ನಾನು ಚಲಿಸ್ತೇನೆ. നിന്റെ നാവിനെ ഞാൻ ചലിപ്പിക്കും. ನಿನ್ನ ನಾಲಿಗೆಗಳನ್ನು ಚಲಿಸ್ತೇನೆ. നിന്റെ സ്വന്തം കരം കൊണ്ട് ചില പാട്ടുകൾ നീ എഴുതും. ನಿನ್ನ ಸ್ವಂತ ಕೈಯಿಂದ ಕೆಲ ಹಾಡುಗಳನ್ನು ಬರೀತೀಯಾ. ಅದು വിവിധ ഭാഷകളിൽ ಅನೇಕ ಭಾಷೆಗಳಲ್ಲಿ ಅದು ಭಾಷಾಂತರ ಹೊಂದುತ್ತದೆ. ಇಂಗ್ಲಿಷ್ ഗാനങ്ങൾ, ಇಂಗ್ಲಿಷ್ ಭಾಷೆ ಹಾಡುಗಳು, ಸೋಂಗ್ പോലെയൊക്കെ ಒಂದು ಹಿಲ್ ಸಾಂಗಿನ ರೀತಿಯಲ್ಲಿ ഒത്തിരി ഭാഷകളിൽ, ಅನೇಕ ಭಾಷೆಗಳಲ್ಲಿ ഞാൻ നിനക്ക് ജ്ഞാനം പകരാൻ പോവുകയാണ്. ನಾನು ನಿನಗೆ ಜ್ಞಾನವನ್ನು ಕೊಡೋದಕ್ಕೆ ಹೋಗ್ತಾ ಇದ್ದೇನೆ. ನೀನು കീബോർഡ് വായിച്ചുകൊണ്ട് വർഷിപ്പ് ചെയ്യും. ಕೀಬೋರ್ಡ್ ಬಾರಿಸುತ್ತಾ ಆರಾಧನೆ ನಡೆಸಿಯಾ. അപ്പോൾ തന്നെ ഒരു പ്രവാചകനാക്കി എഴുന്നേൽപ്പിക്കും. ಹಾಗೆ ನಿನ್ನನ್ನು ಪ್ರವಾದಿಯಾಗಿ ದೇವರು ಎಬ್ಬಿಸ್ತಾರೆ. നീ വർഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, ನೀನು ಆರಾಧನೆ ನಡೆಸುತ್ತಿರುವಾಗಲೇ ആത്മാവിനെ കാണിക്കുന്നു. ದೇವರಾತ್ಮನನ್ನು ತೋರಿಸ್ತಾ ಇದ್ದಾರೆ. നീ ജനത്തിന്റെ പേരുകൾ വിളിച്ചു പറഞ്ഞു. ನೀನು ಜನರ ಹೆಸರುಗಳನ್ನು ಹೇಳಿ നീ പ്രവചിക്കാൻ പോവുകയാ. ನೀನು ಪ್ರವಾದನೆ ಹೇಳೋದಕ್ಕೆ ಹೋಗ್ತಾ ಇದೀಯಾ. വന്ന ജനത്തിന്റെ വസ്ത്രത്തിന്റെ അടയാളങ്ങൾ, ಬಂದ ಜನರ ವಸ್ತ್ರದ ಗುರುತುಗಳು, ശരീരത്തിന്റെ മറവുകൾ, ಶರೀರದಲ್ಲಿರುವಂತ ಮರೆಯಾಗಿರುವಂತದ್ದು, വാഹനത്തിന്റെ നമ്പറുകൾ, ವಾಹನದ ನಂಬರುಗಳು, ടെലിഫോൺ നമ്പറുകൾ, ಟೆಲಿಫೋನ್ ನಂಬರುಗಳು, ಪಾಸ್ಪೋರ್ಟ್ ನಂಬರುಗಳು വിളിച്ചു പറഞ്ഞു പ്രവചിക്കുന്ന ಅದನ್ನು ಹೇಳಿ ಪ್ರವಾದನೆ ಹೇಳುವಂತಹ പ്രവാചക മണ്ഡലം, ಒಂದು ಪ್ರವಾದನೆ ಒಂದು ಮಂಡಲ നിനക്ക് വേണ്ടി ഓപ്പൺ ചെയ്യും. ನಿನಗೋಸ್ಕರವಾಗಿ ತೆರೆದು ಬರುತ್ತದೆ. ശബന വന്നടാ, ഇങ്ങോട്ട് വന്നേ.
ഇവിടെ വന്ന ജീസസ് ഈ തലമുറയ്ക്ക് വേണ്ടി എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേ. ಈ ಮಗುವಿಗೋಸ್ಕರವಾಗಿ ಎಲ್ಲರೂ ಪ್ರಾರ್ಥಿಸಿರಿ. ഇവൻ ജനിച്ചപ്പോഴേ ഒത്തിരി തകർച്ച ഉള്ളവനായ ജനിച്ചത്. ಇವನು ಜನಿಸುವಾಗ ತುಂಬಾ ಒಂದು ತಗ್ಗುವಿಕೆ ಉಂಟಾಗಿತ್ತು. മാതാവെന്തി ആമേൻ പ്രൈസലോൺ. ഇവന്റെ മാതാവെന്തി ആമേൻ. ഇവൻ ജനിച്ച സമയം മുതൽ ഉദരത്തിൽ ജനിച്ചപ്പോഴേ ജീവനോടെ പുറത്തു വരാതിരിക്കാൻ ശത്രു അന്നു മുതൽ വെല്ലുവിളിച്ചതാ കേട്ടോ. ಇವರ ತಾಯಿ ಹೊಟ್ಟೆಯಲ್ಲಿರುವಾಗಲೇ ಶತ್ರು ಬರಬಾರದು ಎಂಬುದಾಗಿ ಸವಾಲುಗಳನ್ನು ಹಾಕಿದ್ದ. ಆಮೆನ್ ಆಮೆನ್. പക്ഷേ ഇവൻ ദൈവത്തിന്റെ പ്രവാചകനാ. ಆದ್ರೆ ಇವರು ದೇವರ ಪ್ರವಾದನಾಗಿದ್ದಾರೆ. ಇವನ ಉನ್ನತ ವಿದ್ಯಾಭ್ಯಾಸ ഉണ്ടാകും. ಉನ್ನತ ವಿದ್ಯಾಭ್ಯಾಸ ಇವರಿಗೆ ಉಂಟಾಗುತ್ತದೆ. മാസ്റ്റർ ഡിഗ്രി പോലെ ಮಾಸ್ಟರ್ ಡಿಗ್ರಿಯ ರೀತಿಯಲ್ಲಿ ചിലത് ഇവനെ വെളിപ്പെടുത്തും. ಕೆಲವು ದೇವರಿಗೆ ತೋರ್ಪಡಿಸ್ತಾರೆ. ഇവന്റെ 22ാമത്തെ വയസ്സ്, ಇವನ 22ನೇ ವಯಸ್ಸಿನಲ್ಲಿ കുറിച്ചു വെച്ചോ, ಗುರುತಿಸಿಟ್ಕೊಳ್ರಿ, അത്ഭുതത്തിന്റെ വയസ്സായി മാറും. ಒಂದು ಅದ್ಭುತದ ವರ್ಷವಾಗಿ ಮಾರ್ಪಡುತ್ತದೆ. ഇവൻ വിദേശത്ത് പോയി പഠിക്കും. ಇವನು ವಿದೇಶದಲ್ಲಿ ಹೋಗಿ ಕಲಿತಾನೆ. ഈ മകന് വലിയൊരു മിനിസ്ട്രി ഉണ്ട് കേട്ടോ. ಈ ಮಗನಿಗೆ ಒಂದು ದೊಡ್ಡ ಸೇವೆ ಇದೆ. യേശുവിൻ നാമത്തിൽ ಯೇಸುವಿನ ನಾಮದಲ್ಲಿ എല്ലാവരും കരനീട്ടി ഒന്ന് ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിച്ചേ. ಎಲ್ಲರೂ ಕರಗಳನ್ನು ಚಾಚಿ ಆಶೀರ್ವದಿಸಿ ಪ್ರಾರ್ಥಿಸಿರಿ. ഓ കർത്താവേ, ಕರ್ತನೇ, ഈ മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ಈ ಮಗನಿಗಾಗಿ ಪ್ರಾರ್ಥಿಸ್ತಾ ಇದ್ದೇವೆ. അഭിഷിക്ത ദാസനായി ದೇವರ ಅಭಿಷೇಕ ದಾಸನಾಗಿ കർത്താവ് ഇവനെ മാറ്റിമറിക്കണം. ಕರ್ತನೇ ಇವನ ಮೇಲೆ ಯೇಸುವಿನ ഇവനെ ബ്ലെസ് ചെയ്യുന്നു. ಇವನ ಆಶೀರ್ವದಿಸ್ತಾ ಇದ್ದೇವೆ. In Jesus name. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ Amen. ಆಮೆನ್. Hallelujah. ಹಲ್ಲೆಲೂಯಾ. Hallelujah. ಹಲ್ಲೆಲೂಯಾ. Hallelujah. ಹಲ್ಲೆಲೂಯಾ. Amen. കരമൃത്തി ആമേൻ പറഞ്ഞാട്ടെ. ಕರೆಯುತ್ತಿದ್ದ ಆಮೇನ್ ಎಂಬುದಾಗಿ ಹೇಳಿರಿ. കർത്താവ് പറയുന്നു, ಕರ್ತನೆ ಹೇಳ್ತಾ ಇದ್ದಾರೆ, ഒരുമിച്ച് ഒരു സ്റ്റേജിൽ നിന്ന് ചില ശുശ്രൂഷകൾ ഭാഗമായി ചെയ്യുവാൻ ಒಟ್ಟಾಗಿ ಒಂದೇ ಸ್ಟೇಜ್ ನಿಂತು ಕೆಲ ಸೇವೆಗಳು ಒಂದು ಭಾಗವಾಗಿ ಮಾಡುವುದಕ್ಕೆ ಅಭಿಷೇಕ ചെയ്യും. ಕರ್ತನ ದಾಸರು ದೇವರ ಅಭಿಷೇಕ ಮಾಡ್ತಾರೆ. ചില യൂണിവേഴ്സിറ്റിയുമായുള്ള കണക്ഷൻ ഉണ്ടാകും. ಕೆಲ ಯೂನಿವರ್ಸಿಟಿ ಆಗಿರುವಂತ ಕೆಲ ಸಂಬಂಧಗಳು ಉಂಟಾಗ್ತದೆ. ഇംഗ്ലീഷ് ഭാഷകൾ നിന്നെ ദൈവം നല്ലവണ്ണം അനേക ദൈവദാസന്മാർക്ക് ലോക പ്രശസ്തരുടെ മുൻപിൽ നീ അവർക്ക് വേണ്ടി ട്രാൻസ്ലേറ്റ് ചെയ്യുവാൻ നിന്നെ സ്വർഗം അഭിഷേകം ചെയ്യും. ಅನೇಕ ದೇಶ ತಿಳಿಯುವಾಗ ದೇವದಾಸರ ಮುಂದೆ ಒಂದು ಭಾಷಾಂತರ ಮಾಡೋದಕ್ಕೋಸ್ಕರವಾಗಿ ಇಂಗ್ಲಿಷ್ ಭಾಷೆ ದೇವನನ್ನು ಉಪಯೋಗಿಸ್ತಾರೆ. നീ വിവിധ പുസ്തകങ്ങൾ എഴുതും. ನೀವು ಅನೇಕ ಪುಸ್ತಕಗಳನ್ನು ಬರೀತೀರಾ. ഒത്തിരി പുസ്തകങ്ങൾ എഴുതാൻ പോവുക. ಅನೇಕ ಪುಸ್ತಕಗಳನ್ನು ಬರೆಯೋದಕ್ಕೆ ಹೋಗ್ತಾ ಇದ್ದೀರಾ. ഒത്തിരി ലൈബ്രറി ഞാൻ കാണുന്നു. ಅನೇಕ ಲೈಬ್ರರಿ ನೋಡ್ತಾ ಇದ್ದೇನೆ. നിന്നെ ഞാൻ ഉയർത്തുവാൻ പോവുക. ನಿಮ್ಮನ್ನ ಉನ್ನತಿಗೆ ತರುವುದಕ್ಕೆ ಹೋಗ್ತಾ ಇದ್ದೇನೆ. കുടുംബമായി മാനിക്കാൻ പോവുക. ಕುಟುಂಬವಾಗಿ ಆಶೀರ್ವದಿಸೋದಕ್ಕೆ ಹೋಗ್ತಾ ಇದ್ದೇನೆ. യേശുവിൻ നാമത്തിൽ ಯೇಸುವಿನ ನಾಮದಲ್ಲಿ രാജ്യങ്ങൾ ദേശങ്ങൾ ഓപ്പൺ ചെയ്യട്ടെ. ರಾಜ್ಯ ದೇಶಗಳು ತೆರೆದು ಬರಲಿ. ധീരഗത ഇനി അനേകർക്ക് ഒരു അമ്മയായി തീരും. ನೀವು ಅನೇಕರಿಗೆ ಒಂದು ತಾಯಿಯಾಗಿರ್ತೀರಾ. അനേകർക്ക് ഒരു മാതാവായി വിളിക്കപ്പെടും. ಅನೇಕರಿಗೆ ಒಂದು ತಾಯಿಯಾಗಿ ಕರೆಯಲ್ಪಡ್ತೀರಾ. ദൈവത്തിന്റെ അത്യന്ത ശക്തി നിന്റെ മേൽ വ്യാപരിക്കുന്നു. ದೇವರ ಅತ್ಯಧಿಕವಾದ ಶಕ್ತಿ ನಿಮ್ಮ ಮೇಲೆ ವ್ಯಾಪಿಸ್ತಾ ಇದೆ. കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ಕರಗಳನ್ನು ತಟ್ಟುತ್ತ ದೇವರ ಸ್ತುತಿಸಿರಿ. ജീസസ് ശാലാദാര ജഗാദന ജഗദനെ അർത്ഥരാ ജഗദഗദനെ ഉടബരബാരഗദനെ ശബരഗദനയ. പിശാച് നിനക്ക് നേരെ സമയം കുറിച്ച് വെക്കുമ്പോൾ ಸೈತಾನ್ ನಿಮಗೆ ವಿರುದ್ಧವಾಗಿ ಸಮಯವನ್ನು ನಿರ್ಣಯಿಸಿಡುವಾಗ ദൈവം പറയുന്നു, ದೇವರು ಹೇಳ್ತಾ ಇದ್ದಾರೆ, ദൈവം നമുക്ക് വേണ്ടി സമയം കുറിക്കും. ದೇವರು ನಮಗೋಸ್ಕರವಾಗಿ ಒಂದು ಕಾಲವನ್ನು ನಿರ್ಣಯಿಸ್ತಾರೆ. ആമേൻ. ಆಮೆನ್. ആ വാക്യം ഒന്നുകൂടെ വായിച്ചേ. ಆ ವಾಕ್ಯ ಇನ್ನೊಂದು ಸಾರಿ ಓದೋಣ. ആ. ಇದಲ್ಲದೆ ಯೆಹೋವನು ಕಾಲವನ್ನು ನಿರ್ಣಯಿಸಿ ನಾಳೆ ಈ ಕಾರ್ಯವನ್ನು ನಡೆಸುವೆನು ಎಂದು ಹೇಳಿದನು. നമുക്കറിയാം മോശ എന്ന ഒരു ദൈവത്തിന്റെ മകൻ. ನಮಗೆ ಮೋಶೆ ಎಂಬುದಾಗಿರೋ ದೇವರ ಮಗನ ಕುರಿತಾಗಿ ಗೊತ್ತು. മോശ ജനിക്കുമ്പോഴേ മോശയെ കുറിച്ച് ദൈവത്തിന്റെ വലിയൊരു പദ്ധതി ഉണ്ടായിരുന്നു. ಮೋಶೆ ಹುಟ್ಟಿದಾಗಲೇ ದೇವರಿಗೆ ಮೋಶೆ ಕುರಿತಾಗಿ ದೊಡ್ಡ ಪದ್ಧತಿ ಇತ್ತು. ആമേൻ. ಆಮೆನ್. ഹല്ലേലൂയ. 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 ഈ മോശയുടെ ശൈശവത്തിൽ തന്നെ മോശയെ തകർത്ത് കളയുവാൻ പിശാച് പദ്ധതി ഇട്ടതുപോലെ ഈ മിനിസ്ട്രിയുടെ ശൈശവത്തിലെ മുളയിലെ നുള്ളിക്കളയുവാൻ ശത്രു പ്രവർത്തിച്ച മണ്ഡലങ്ങൾ ഉണ്ടായിരുന്നു. ಮೋಶೆ ಹುಟ್ಟಿದಾಗಲೇ ಹೇಗೆ ನಾಶ ಮಾಡೋದಕ್ಕೆ ಸೈತಾನ ಯೋಜನೆ ಇಟ್ಟನೋ ಅದೇ ರೀತಿಯಾಗಿ ಈ ಸೇವೆ ಆರಂಭಿಸುವಾಗ ಇದನ್ನು ಕಿತ್ತು ಹಾಕಬೇಕೆಂಬುದಾಗಿರುವಂತಹ ಸೈತಾನ ಯೋಜನೆ ಇತ್ತು. ಆಮೆನ್. ಆಮೆನ್. ಇದು ദൈവത്തിന്റെ പദ്ധതിയാ. ಇದು ದೇವರ ಪದ್ಧತಿಯಾಗಿದೆ. ಆಮೆನ್ പറഞ്ഞാട്ടെ. ಆಮೆನ್ ಎಂಬುದಾಗಿ ಹೇಳಿರಿ. വിശ്വാസമില്ലേ? ನಂಬಿಕೆ ಇಲ್ಲವೋ? ഇങ്ങനെ ഒന്നും ആയി തീരുവാൻ ഒട്ടും ആഗ്രഹിച്ചതല്ല. ಈ ರೀತಿಯಾಗಿ ಆಗಬೇಕೆಂಬುದಾಗಿ ಯಾವುದೇ ಕಾರಣಕ್ಕೂ ಆಸೆ ಪಟ್ಟದಲ್ಲ. അന്നോ പാസ്റ്റേ
ഇത് ദൈവത്തിന്റെ പദ്ധതിയാണ്. ಆದ್ರೆ ಇದು ದೇವರ ಯೋಜನೆಯಾಗಿದೆ. ആ ഉറപ്പത്ര പേർക്കുണ്ട്? ಆ ಒಂದು ದೃಢತೆ ಎಷ್ಟು ಜನರಿಗಿದೆ? സ്തോത്രം. ಸ್ತೋತ್ರ. ആമേൻ. ಆಮೆನ್. ഹല്ലേലൂയ. 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 ആമേൻ. ಆಮೆನ್. ഞാൻ കാണുന്നത് ഈ ആത്മാക്കളൊന്നുമില്ല, 1000 പേർക്ക് വേണ്ടി 1000 ആത്മാക്കൾ, ഒരു 25 പേര് നിന്ന് പാടുന്ന കൊയർ ഈ സഭയ്ക്കുണ്ടാകും. ದೇವರ ಆತ್ಮ ತೋರಿಸ್ತಾ ಇದ್ರೆ ಈ ಆತ್ಮಗಳಿಂದ 1000 ಆತ್ಮಗಳು ಒಂದು 25 ಜನ ನಿಂತು ಕೊಯರ್ ಲೀಡ್ ಮಾಡುವಂತ ಒಂದು ಕಾರ್ಯ ದೇವರು ನಡೆಸ್ತಾರೆ. ഈ പ്രസംഗത്തെക്കാട്ടിൽ വർഷിപ്പ് മാത്രം അനുഭവിപ്പാൻ വരജനം ഉണ്ടാകും. ಈ ಪ್ರಸಂಗಕ್ಕಿಂತಲೂ ಆರಾಧನೆ ಅನುಭವಿಸಿ ತಿಳಿದುಕೊಳ್ಳೋದಕ್ಕೆ ಬರುವಂತ ಅನೇಕ ಜನರು ಇರ್ತಾರೆ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. എഴുതി വെച്ച് പ്രാർത്ഥിച്ചോ? ಬರೆದಿಟ್ಟು ಪ್ರಾರ್ಥಿಸಿರಿ. കർത്താവ് അത് ചെയ്യും. ಕರ್ತನು ಅದನ್ನು ಮಾಡ್ತಾರೆ. ഒരു നല്ല ആമേൻ പറഞ്ഞാൽ ಒಂದು ಒಳ್ಳೆ ಆಮೇನ್ ಹೇಳಿರಿ. മോശയെ കുറിച്ച് ಮೋಶೆ ಕುರಿತಾಗಿ ദൈവത്തിന് വലിയൊരു പദ്ധതി ഉണ്ടായി. ದೇವರಿಗೆ ದೊಡ್ಡ ಯೋಜನೆ ಇತ್ತು. മോശ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? ಮೋಶೆ ಎಂಬ ಆ ಮಾತಿನ ಅರ್ಥ ಏನಾಗಿದೆ? പറഞ്ഞേ. ನೀರಿಂದ ഒരു പക്ഷെ അവനെ കളിയാക്കി പറഞ്ഞതായിരിക്കാം. ಒಂದು ಪಕ್ಷ ಗೇಲಿ ಮಾಡಿ ಹೇಳಿರಬಹುದು. വെള്ളത്തിൽ നിന്ന് ನೀರಿಂದ വലിച്ചെടുക്കുക ಎಳೆಯಲ್ಪಟ್ಟವನೆಂಬುದಾಗಿ. പക്ഷേ ഇവന്റെ മിനിസ്ട്രി തുടങ്ങുന്നത് വെള്ളത്തിലൂടെയാ. ಆದ್ರೆ ಇವನ ಒಂದು ಸೇವೆ ಆರಂಭಿಸುವುದು ನೀರಿನ ಮುಖಾಂತರವೇ. കരമടിച്ച് സ്തോത്രം ചെയ്യാൻ. ಕರಗಳ ತಟ್ಟದ ಸ್ತೋತ್ರ ಮಾಡಿರಿ. ഇതൊരു പുതിയ വെളിപ്പാടാ. ಒಂದು ಹೊಸ ಪ್ರಕಟಣೆಯಾಗಿದೆ. നിന്നെ ഏത് വാക്കിൽ ആൾക്കാർ നിന്ദിക്കപ്പെടുന്നതോ നിന്നെ പരിഹസിക്കുന്നതോ നീ ആ പേരിൽ അറിയപ്പെടാൻ പോവുകയാ. ನಿನ್ನನ್ನು ಯಾವ ಮಾತಿನಿಂದ ಜನರು ಗೇಲಿ ಮಾಡ್ತಾರೋ ಅದೇ ಹೆಸರಿನಲ್ಲಿ ತಿಳಿಯಪಡೋದಕ್ಕೆ ಹೋಗ್ತಾ ಇದೆಯಾ? മനസ്സിലാവ രാമൻ പറഞ്ഞാട്ടെ. ಅರ್ಥಾದವರು ಆಮೇನ್ ಎಂಬುದಾಗಿ ಹೇಳಿರಿ. അതാ ദൈവത്തിന്റെ പ്രവൃത്തി. ಅದೇ ದೇವರ ಕ್ರಿಯೆ അല്ലേ? ಹೌದಲ್ವಾ? ആമേൻ പറ. ಆಮೇನ್ ಎಂಬುದಾಗಿ ಹೇಳಿರಿ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. മോശയെ കുറിച്ച് പറയുമ്പോൾ ಮೋಶೆ ಕುರಿತಾಗಿ ಹೇಳುವಾಗ വീണ്ടും എന്റെ അന്തരാത്മാവിൽ വന്ന ഒരു ദൂത്, ಮತ್ತೆ ನನ್ನ ಅಂತರಾತ್ಮದಲ್ಲಿ ಬರುವಂತ ಒಂದು ಪ್ರಕಟಣೆ. ഈ മോശ വിക്കന, ಈ ಮೋಶೆ ತೊದಲು ಮಾತನಾಡುವಂತನಾಗಿದ್ದಾನೆ. ಅವನು ತೊದಲು ಮಾತನಾಡುವಂತನಾಗಿದ್ದಾನೆ. ഞാനും ചില വർഷങ്ങൾ പ്രായത്തിൽ വിക്കനായി മാറിയവനാ. ನಾನು ಕೆಲವು ವರ್ಷಗಳ ವಯಸ್ಸಿನಲ್ಲಿ ನಾನು ತೊದಲು ಮಾತನಾಡುವಂತನಾಗಿದ್ದೆ. സമൂഹത്തിൽ ഞാൻ പ്രത്യക്ഷപ്പെടാറില്ല. സമൂಹದ ಗುಂಪಿನ ಮಧ್ಯದಲ್ಲಿ ನಾನು ಬರುವುದಿತ್ತ ಇಲ್ಲ. സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു വാക്ക് പറയണമെങ്കിൽ ദീർഘമണിക്കൂറുകൾ വേണം. ಸ್ಕೂಲ್ನಲ್ಲಿ ಒಂದು ಮಾತು ಹೇಳಬೇಕಾದ ತುಂಬಾ ಸಮಯಗಳು ಬೇಕಾಗ್ತಾ ಇತ್ತು. പക്ഷേ ദൈവന്റെ നാവിന്റെ ബന്ധനം അഴിച്ചു. ಆದ್ರೆ ದೇವರನ್ನ ನಾಲಿಗೆ ಬಂಧನ ಬಿಚ್ಚಿದರು. ഇനി എത്ര മണിക്കൂറുകൾ സംസാരിപ്പാൻ ഒരു പ്രയാസവുമില്ല. ಎಷ್ಟೇ ಗಂಟೆಗಳು ಮಾತಾಡಿದ್ರು ಯಾವ ತೊಂದರೆ ಕೂಡ ಇಲ್ಲ. ഞാൻ അഭിഷേകം പ്രാപിച്ചപ്പോൾ ദൈവന്റെ നാവിന്റെ കെട്ടുപൊട്ടിച്ചു. ನನ್ನ ಅಭಿಷೇಕ ಹೊಂದಿಕೊಂಡಾಗ ನನ್ನ ನಾಲಿಗೆ ಕಟ್ಟನ್ನು ದೇವರು ಬಿಚ್ಚಿದರು. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ಒಂದು ಒಳ್ಳೆ ಹಲ್ಲೆಲೂಯ ಹೇಳಿರಿ. ഞാൻ ഒരു കലാകാരനായി തീരുമാനിച്ച് നാടകം, മിമിക്രി, ബാല, ഗാനമേള, ഈ ട്രൂപ്പുകളൊക്കെ കയറി ഇറങ്ങി ജനത്തെ കുടുകുട ചിരിപ്പിച്ച് അനേക സ്റ്റേജുകളിൽ ജനത്തിൻ്റെ കയ്യടി ഞാൻ വാങ്ങിച്ചവനാ. ನಾನು ಅನೇಕ ನಟನೆಗಳನ್ನು, ನಾಟಕಗಳನ್ನು, ಕಥಾಪಾತ್ರಗಳನ್ನು ಮಾಡಿ ಅನೇಕ ಜನ ನಗಿಸಿ ಅವರ ಕೈಯಿಂದ ನಾನು ಚಪ್ಪಾಳೆ ಹೊಡೆಸಿಕೊಂಡವನಾಗಿದ್ದೇನೆ. പക്ഷേ കർത്താവിന്റെ സമയമായപ്പോൾ എന്നെ ദൈവം വിളിച്ചു വേർതിരിച്ചു. ಆದರೆ ಕರ್ತನ ಸಮಯ ಬಂದಾಗ ಕರ್ತನನ್ನು ಕರೆದು ನನ್ನನ್ನು ಬೇರ್ಪಡಿಸಿದರು. ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമയായി തീർന്നു. ಆ ಮದ್ದು ತರುವಂತ ಪದಾರ್ಥಗಳಿಗೆ ನಾನು ಗುಲಾಮನಾಗಿದ್ದೆ. നാട്ടുകാർക്കും വീട്ടുകാർക്കും തലവേദനയായിട്ട് മാറി. ಮನೆಯವರೆಗೂ ಊರಿನವರೆಗೂ ಒಂದು ತಲೆನೋವಾಗಿ ಮಾರ್ಪಟ್ಟೆ. സ്വന്തം ദേശം വിട്ട് നാട് വിട്ട് ഒളിച്ചോടി പാർക്കേണ്ട വിഷയം വന്നു. ಸ್ವಂತ ದೇಶವನ್ನು, ಊರನ್ನು, ಮನೆಯನ್ನು ಬಿಟ್ಟು ಓಡಿ ಹೋಗಿ ಅಡಗಿಗುರಬೇಕಾದ ಸ್ಥಿತಿ ಬಂತು. പക്ഷേ ദൈവം എന്നെ വിളിച്ചതുകൊണ്ട് കർത്താവിന്റെ സമയമായപ്പോൾ കർത്താവിനെ വിളിച്ചു വേർതിരിച്ചു. ಆದ್ರೆ ದೇವರನ್ನು ಕರೆದ ಕಾರಣವಾಗಿ ಕರ್ತನ ಸಮಯ ಬಂದಾಗ ಕರ್ತನನ್ನು ಕರೆದು ಬೇರ್ಪಡಿಸಿದರು. സ്തോത്രം ചെയ്താട്ടെ. ಸ್ತೋತ್ರ ಹೇಳಿರಿ. മോശെ എന്ന് പറയുമ്പോൾ ಮೋಶೆ ಎಂದಾಗ ಹೇಳುವಾಗ തടിച്ച നാവുള്ളവന് വിക്കന. ಅವನು ತೊದಲು ಮಾತಿನವನಾಗಿದ್ದಾನೆ. എങ്ങനെയാ മോശയ്ക്ക് വിക്ക് വന്നത്? ಹೇಗೆ ಅವನಿಗೆ ತೊದಲುವಿಕೆ ಉಂಟಾದದ್ದು? എങ്ങനെയാ മോശയ്ക്ക് വിക്ക് വന്നത്? ಹೇಗೆ ಮೋಶೆ ತೊದಲು ಉಂಟಾಗಿದ್ದು? ആമേൻ. കുഞ്ഞുങ്ങളൊക്കെ പറഞ്ഞാട്ടെ. ಮಕ್ಕಳೆಲ್ಲರೂ ಹೇಳಿರಿ. ഞാൻ വചനം പഠിച്ചപ്പോൾ 2 ആശയം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ನಾನು ವಾಕ್ಯವನ್ನು ಓದುವಾಗ 2 ಆಶಯಗಳು ಸಾಧ್ಯವಾಯಿತು. ಒಂದು, ഈ മോശ ജനിച്ചപ്പോഴേ ഇവന്റെ ഈ ആൺകുട്ടികളെ ജനിക്കുന്നു എന്ന് കണ്ടാൽ ഫറവോൻ ഒരു ഓർഡർ ഇട്ട് കൊട്ടാരത്തിൽ നിന്ന് ജനിക്കുന്ന ആൺമക്കളെ കൊന്നുകളയണം. ಈ ಮೋಶೆ ಜನಿಸುವ ಸಮಯದಲ್ಲಿ ಅರಮನೆಯಿಂದ ಒಂದು ಆಜ್ಞಾಪನೆ ಹೊರಟಿದ್ದು, ಗಂಡು ಮಗು ಹುಟ್ಟುವುದಾದರೆ ಅದನ್ನು ಕೊಂದು ಹಾಕಬೇಕೆಂಬುದಾಗಿ. ആമേൻ. ಆಮೆನ್. അതുകൊണ്ട് മോശ കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കാതിരിപ്പാൻ
തോഴിമാരെ വന്ന് ഇവൻ്റെ നാവിൽ വായിൽ പൊത്തിപ്പിടിക്കും. 3 മാസം വരെ ഒളിപ്പിച്ച് ഇവൻ്റെ വായെ പൊത്തിപ്പിടിച്ച് അങ്ങനെ ആയിരിക്കാം മോശ വിക്കനായത്. ಮೋಶೆ ಹುಟ್ಟುವ ಸಮಯದಲ್ಲಿ 3 ತಿಂಗಳ ತನಕ ಅಲ್ಲಿದ್ದ ಸ್ತ್ರೀಯರನ್ನು ಬಾಯನ್ನು ಶಬ್ದ ಹೊರಗೆ ಬರದಿರೋದಕ್ಕೋಸ್ಕರವಾಗಿ ಬಾಯಿ ಮುಚ್ಚುತ್ತಾ ಇದ್ರು. ಆದ್ದರಿಂದಲೇ ಅವನು ವಾಕ್ಚಾತುರ್ಯ ಇಲ್ಲದೆ ಅವನಾಗಿದ್ದು. പക്ഷേ 3 മാസമേ ഒളിച്ച് വെക്കാൻ കഴിഞ്ഞുള്ളൂ. ಆದ್ರೆ 3 ತಿಂಗಳು ಮಾತ್ರ ಇಡುವುದಕ್ಕೆ ಸಾಧ್ಯವಾದದ್ದು. ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ಹಲ್ಲೆಲೂಯಾ ಎಂದಾಗ ಹೇಳಿರಿ. അടുത്ത മാസം മോശയെ പുറത്തു കൊണ്ടുവരിക. ಮುಂದಿನ ತಿಂಗಳಲ್ಲಿ ದೇವರು ಮೋಶೆಯನ್ನು ಹೊರತರ್ತಾ ಇದ್ದಾರೆ. ആമേൻ പറഞ്ഞാട്ടെ. ಒಂದು ಆಮೇಲೆ ಹೇಳಿರಿ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. രണ്ടാമത്തെ ഒരു ആശയം, ಎರಡನೇ ಒಂದು ಆಶಯ, അതൊരു തമാശ ആണെങ്കിലും ഞാനങ്ങ് പറയുക. ಅದೊಂದು ತಮಾಷೆ ಆಗಿದ್ರು ಕೂಡ ನಾನು ಹೇಳ್ತಾ മോശ ಇದ್ದೇನೆ. കൂടുതൽ സമയം ചെലവഴിച്ചത് ആടുകളുടെ കൂടെയാ. ಮೋಶೆ ತುಂಬಾ ಸಮಯ ಖರ್ಚು ಮಾಡಿದ್ದು ಕುರಿಗಳ ಮಧ್ಯದಲ್ಲಿ. ആടെങ്ങനെ കരയുന്നത്? ಕುರಿ ಹೇಗೆ ಕೂಗುತ್ತದೆ? ബേ ബേ. ഇത് കേട്ട് മോശ അങ്ങ് ബേ 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 എന്നങ്ങ് ആയിപ്പോയി. ಈ ಒಂದು ಕುರಿಯ ಶಬ್ದ ಕೇಳಿ ಮೋಶೆ ಕೂಡ ಅದೇ ರೀತಿಯಾಗಿದ್ದ. പുസ്തകത്തിൽ അങ്ങനെയല്ല, ഞാനങ്ങ് പറയുക. ಪುಸ್ತಕದಲ್ಲಿ ಆ ರೀತಿಯಾಗಿಲ್ಲ, ಆದ್ರೆ ನಾನು ಹೇಳ್ತಾ ಇರೋದಷ್ಟೇ. ഹലോ. അങ്ങനെ മോശ 3 മാസം പെട്ടകത്തിൽ ഞാങ്ങണ പെട്ടകമുണ്ടാക്കി കീലും വശം തേച്ച് പിടിപ്പിച്ച് മോശക്കുതിനകത്ത് കിടത്തി. ಅದೇ ರೀತಿಯಾಗಿ ಮೋಶೆನ 3 ತಿಂಗಳ ತನಕ ಪೆಟ್ಟಿಗೆ ಒಳಗಡೆ ಇಟ್ಟು 3 ತಿಂಗಳು ಇದ್ದನು. ഞാൻ അല്പം സ്പീഡിൽ പറയും, ವೇಗವಾಗಿ ಹೇಳ್ತೇನೆ, ಗಮನ ಕೊಟ್ಟು ಹೇಳಿ. ഈ ഞാങ്ങണപ്പെട്ടകം ഉണ്ടാക്കിയ സംഭവങ്ങളൊക്കെ വിവരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ മുമ്പോട്ട് ഓടിപ്പോകുക. ഈ ജംബു ಹುಲ್ಲಿನ ಅದು ಉಂಟು ಮಾಡಿದ ಕಥೆ ಹೇಳಕ್ಕೆ എങ്കിലും പറയട്ടെ, ഞാങ്ങണ തൈയുടെ ചുവട്ടിൽ ചെന്ന് ഒരു ഞാങ്ങണ ചെടി പറിച്ചെടുക്കുമ്പോൾ കൂടെ നിൽക്കുന്ന അടുത്ത് നിൽക്കുന്ന ഞാങ്ങണ ചെടി പറഞ്ഞു കാണും, കണ്ടോ ഇത്രയും നാൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഞങ്ങളെ വിട്ട് പോകുക, പൊയ്ക്കോ എവിടെ പോയാലും ഇവിടെ തന്നെ വരും. ಆ ಜಂಬು ಹುಲ್ಲು ತೆಗೆಯುವಾಗ ಹುಲ್ಲಿನ ಜೊತೆಗಿದ್ದರು ಹೇಳಿರಬಹುದು, ಹೋಗು ನಮ್ಮ ಜೊತೆಗೆ ಇಷ್ಟು ಕಾಲ ಇದೆ, ಆದ್ರೆ ಎಲ್ಲಿ ಹೋದ್ರು ಪುನಃ ಇಲ್ಲಿಗೆ ಬರ್ತೀವಿ ಎಂಬುದಾಗಿ. ಆಮೆನ್. ಆಮೆನ್. ഞാങ്ങണ ചെടി കൊണ്ട് ചെന്ന് ചെത്തി വെടിപ്പാക്കി മുള്ളും എല്ലാം ചെത്തിക്കളഞ്ഞ് പെട്ടകമുണ്ടാക്കി, ഞാങ്ങണ പെട്ടകമുണ്ടാക്കി കീലും വശം തേച്ച് പിടിപ്പിച്ച് അതിൽ മോശക്കുതിനെ കിടത്തിയിട്ട് അവർ പറഞ്ഞതുപോലെ അവിടെ തന്നെ കൊണ്ടുവച്ചു. ಆ ಆಪಿನ ಪೆಟ್ಟಿಗೆಯನ್ನು ಅದು ಸಿದ್ಧಪಾಡಿ ಮೋಶೆ ಮಗುವನ್ನು ಅದರೊಳಗಿಟ್ಟು ಅವ್ರು ಹೇಳಿದ ಜಾಗದಲ್ಲಿ ತಗೊಂಡೋಗಿ ಇಟ್ಟಿದ್ರು. ಅವರು പറഞ്ഞ കാര്യം നടന്നില്ലേ? ಅವ್ರು ಹೇಳಿದ ಕಾರ್ಯ ನಡೀತಲ್ಲ. ആ കൊണ്ടുവച്ചപ്പോൾ ആ തൈ പറഞ്ഞു കാണും, കണ്ടോ ഞാൻ അന്നേരം പറഞ്ഞില്ലേ എവിടെ പോയാൽ ഇവിടെ തന്നെ വരുമെന്ന്. ನಾನು ಹೇಳಿದ ಹಾಗೆ ಜಂಬು ಹುಲ್ಲು ಹೇಳಿರಬಹುದು, ನಾನು ಹೇಳಿದ್ನಲ್ಲ ಮುಂಚಿತವಾಗಿ ಎಲ್ಲಿ ಹೋದ್ರೂ ಪುನಃ ಇಲ್ಲಿಗೆ ಬರುತ್ತದೆ ಎಂಬುದಾಗಿ. ശരിയല്ലേ? ಸರಿಯಲ್ಲವೋ? അപ്പോ ഈ പെട്ടകത്തിന് സാക്ഷ്യം പറയാനുണ്ട്. ಆಗ ಈ ಪೆಟ್ಟಿಗೆಗೆ ಒಂದು ಸಾಕ್ಷಿ നീ ಹೇಳುವುದಕ್ಕಿದೆ. പറഞ്ഞ കാര്യം ശരിയാണ്, ನೀನು ಹೇಳಿದ ವಿಷಯ ಸರಿಯೇ, അത് 100% അംഗീകരിക്കാം. ಅದು 100% ಒಪ್ಪಿಕೊಳ್ಳಬಹುದು. പക്ഷെ ഇപ്പോൾ ഞാൻ നിന്നെ പോലെ ഒരു വെറും ചെടിയല്ല, ಆದ್ರೆ ಈಗ ನಿನ್ನ ರೀತಿಯಲ್ಲಿ ಒಂದು ಸಣ್ಣ ಗಿಡ ಅಲ್ಲ, ನಾನು എനിക്ക് രൂപാന്തരം വന്നിരിക്കുക. ಒಂದು ರೂಪಾಂತರ ಬಂದಿದೆ. എന്നെ വീട്ടിൽ കൊണ്ടുപോയി ചെത്തി വെടിപ്പാക്കി മിനുസപ്പെടുത്തി മുള്ളൊക്കെ ചെത്തിക്കളഞ്ഞ് ഇപ്പോൾ കീലും പശൻ തേച്ച് പിടിപ്പിച്ച ഞാനിപ്പോൾ ഒരു പെട്ടകമായി മാറിയിരിക്കുക. ನನ್ನನ್ನು ಮನೆಗೆ ಹೋಗಿ ಸಿದ್ಧಪಡಿಸಿ ನನ್ನಲ್ಲಿರುವ ಮುಳ್ಳನ್ನೆಲ್ಲ ತೆಗೆದು ನಾನು ಮುಚ್ಚಿ ಒಂದು ಒಳ್ಳೆ ಪೆಟ್ಟಿಗೆಯಾಗಿ ಮಾರ್ಪಡಿಸಿದ್ದಾರೆ ಎಂಬುದಾಗಿ. തന്നെയുമല്ല, എന്റെ അകത്ത് ജീവനുള്ള ഒരു മോശ കുഞ്ഞ് കിടക്കുക. ಅದು ಮಾತ್ರವಲ್ಲ, ನನ್ನೊಳಗೆ ಒಂದು ಜೀವ ಉಳ್ಳಂತ ಒಂದು ಮೋಶೆ ಮಗು ಮಲಗಿದೆ. മനസ്സിലായവർ ആമേൻ പറഞ്ഞാട്ടെ. ಅರ್ಥ ಆದವರು ಆಮೇನ್ ಎಂಬುದಾಗಿ ಹೇಳಿರಿ. കാട്ടൊലിവായിരുന്ന നമ്മളെ നാട്ടൊലിവാക്കി തീർത്ത ദൈവത്തിന്റെ സ്നേഹത്തെ ഓർത്ത് കരമടിച്ച് ദൈവത്തെ സ്തുതിക്കുവാൻ മനസ്സുള്ളവർ ചേർന്ന് ആരാധിക്കുക. ಕಾಡಿನ ಎಣ್ಣೆ ಮರೆಯಾಗಿದ್ದ ನಮ್ಮನ್ನು ಒಂದು ಊರಿನ ಎಣ್ಣೆ ಮರೆಯಾಗಿ ಮಾರ್ಪಡಿಸಿದ, ನಮ್ಮನ್ನು ಸೇರಿಸಿದ ಆ ಕರ್ತನಿಗೆ ಕೃತಜ್ಞತೆ ಸಲ್ಲಿಸಿದ ಸೇರಿ ನಾವು ದೇವರಿಗೆ ಸ್ತುತಿಸೋಣ. ಆಮೆನ್. ആമേൻ. ಆಮೆನ್. Praise the Lord. Praise the Lord. അത് കർത്താവിന്റെ വിശ്വസ്തതയാണ്. ಅದು ಕರ್ತನ ನಂಬಿಗಸ್ತಿಕೆಯಾಗಿದೆ. നൈൽ നദിയിൽ ഓളം തുള്ളി ചാടി നടക്കുന്ന ആ നൈൽ നദിയിലൂടെ ഈ പെട്ടകം ഇങ്ങനെ ആമേൻ താണും പൊങ്ങിയും പോയപ്പോൾ കണ്ടു നിന്നവർ പറഞ്ഞു, ഇപ്പോൾ ഈ പെട്ടകം മുങ്ങിപ്പോകും. ആമേൻ, സ്തോത്രം. എന്തൊക്കെ പറഞ്ഞ് നോക്കി നിൽക്കുമ്പോൾ ആമേൻ അതിങ്ങനെ പോകുകയാണ്. ಆ ನೈಲ್ ನದಿಯಲ್ಲಿ ಜೋರಾಗಿ ಹರಿಯುವಂತ ನೈಲ್ ನದಿಯಲ್ಲಿ ಆ ಮೋಶೆ ಇಟ್ಟಿರುವ ಪೆಟ್ಟಿಗೆ ಈ ರೀತಿಯಾಗಿ ಹರಿದು ಹೋಗುವಾಗ ನೋಡುವವರು ಈಗ ಮುಳುಗುತ್ತದೆ ಎಂಬುದಾಗಿ ನೋಡುತ್ತಿರುವಾಗ, Praise the Lord. പലരും വിചാരിച്ചു ഇപ്പോൾ ഇത് മുങ്ങിപ്പോകും. ಅನೇಕರು ಅನ್ಕೊಂತಾರೆ ಈಗ ಇದು ಮುಳುಗಿ ಹೋಗುತ್ತದೆ, തകർന്നു പോകും, ಈಗ ಇದು ನಾಶವಾಗಿ ಹೋಗುತ್ತದೆ. പക്ഷേ ദൈവം വെച്ചതാണെങ്കിൽ ഒരു ദോഷവും സംഭവിക്കില്ല. ಆದ್ರೆ ದೇವರು ಇಟ್ಟದಾಗಿದೆ, ಆದ್ರೆ ಯಾವ ಆಪತ್ತು ಉಂಟಾಗುವುದಿಲ್ಲ.
കഴിയുന്ന ആളുകൾ നാട്ടുകാർ പറഞ്ഞില്ലേ, ಕಳೆದ ದಿನಗಳಲ್ಲಿ ಊರಿನವರು മന്ത്രവാദികൾ ಹೇಳಿದ್ರಲ್ಲ, പറഞ്ഞില്ലേ, ಮಂತ್ರವಾದಿಗಳು ಹೇಳಿದ್ರಲ್ಲ, മാനുഷിക ശക്തികൾ വെല്ലുവിളിച്ചില്ലേ, ಮಾನುಷಿಕವಾದ ಬಲಗಳು ಸವಾಲಾಗ್ತವಲ್ಲ, തകർന്നു പോകുമെന്ന്. ಈಗ ಇದು ನಾಶವಾಗುತ್ತದೆ പക്ഷേ ಎಂಬುದಾಗಿ. ദൈവം തൊട്ടുവെങ്കിൽ, ദൈവം വെച്ചതാണെങ്കിൽ, ದೇವರು ദൈവം ಇಟ್ಟಿರುವುದಾದರೆ പണിയുവാൻ ആഗ്രഹിക്കുന്നു. ದೇವರ ಕಟ್ಟುವುದಕ್ಕಾಗಿ സ്വത്രം. ಸ್ತೋತ್ರ. അതാ ദൈവത്തിന്റെ പ്രവൃത്തി. ಅದೇ ದೇವರ ಕ್ರಿಯೆ. പിശലോ. Praise the Lord. അങ്ങനെ ഇരിക്കുമ്പോഴാ പറവോന്റെ കൊട്ടാരത്തിൽ നിന്നും പറവോന്റെ പുത്രി രാജ്ഞി കുളിക്കാൻ വരികയാ. ಆಗಿರುವಾಗ ಫರೋಹನ ಅರಮನೆಯಿಂದ ಫರೋಹನ ಮಗಳು ರಾಣಿ ಅಲ್ಲಿ ಸ್ನಾನ ಮಾಡೋದಕ್ಕಾಗಿ ಬರ್ತಿರುವುದು. എന്താ നാണക്കേടാ? പറവന്റെ കൊട്ടാരത്തിൽ നല്ല സ്വിമ്മിംഗ് പൂൾ ഉണ്ടല്ലേ. ಯಾವ ನಾಚಿಕೆತನವಾಗಿದೆ. ಫರೋಹನ ಅರಮನೆಯಲ್ಲಿ ದೊಡ್ಡ ಸ್ವಿಮ್ಮಿಂಗ್ ಪೂಲ್ ಇದೆ. പറവോന്റെ നാണക്കേട് വല്ലതും ഉണ്ടോ? കൊട്ടാരത്തിൽ കുളിക്കുവാൻ സ്വിമ്മിംഗ് പൂൾ ഉണ്ടായിട്ടും ഈ കലക്ക് വെള്ളത്തിൽ കുളിക്കുവാൻ ಫರವೋನ ಪುತ್ರಿ ಆಯ್ಕೆಯ ಅರಮನೆಯಲ್ಲಿ ಒಂದು ಒಳ್ಳೆ ಸ್ನಾನ ಮಾಡುವಂತ ವ್ಯವಸ್ಥೆ ಇದ್ರೂ ಕೂಡ ಆ ರಾಣಿ ಇಲ್ಲಿ ಒಂದು ನದಿ ಹತ್ರ ಬರ್ತಾ ಇದ್ದಾರೆ ಸ್ನಾನ ಮಾಡೋದಕ್ಕೋಸ್ಕರವಾಗಿ. ಅದು ದೈವത്തിന്റെ ಪ್ರವೃತ್ತಿಯಾയിരുന്നു. ಅದು ದೇವರ ಕ್ರಿಯೆ ಆಗಿತ್ತು. ಆಮೆನ್ ಬರ. ಆಮೆನ್ ನಿಮ್ದಾಗಿ ಹೇಳಿರಿ. എന്തിനാ പുത്രി ഇവിടെ അയച്ചത്? ഫറവോന്റെ പുത്രി ഇവിടെ വരാൻ കാര്യം എന്താ? ഫറവോನ കുമാരി ಬರುವುದಕ್ಕೆ ಕಾರಣ ಏನಾಗಿದೆ? കഴിഞ്ഞ തലേ ദിവസം മുന്നമേ കൊട്ടാരത്തിൽ നിന്ന് രാജാവ് ഒരു പുറപ്പെടൽ, ഒരു ആജ്ഞ പുറപ്പെടുവിച്ചു. മറ്റൊന്നുമല്ല, ഈ നാട്ടിൽ ജനിക്കുന്ന ആൺകുഞ്ഞുങ്ങളെ ഈ നദിയിലേക്ക് എറിഞ്ഞു കൊല്ലപ്പെടുവാൻ ഒരു നിയമ സംവിധാനം ഫറവോൻ പാസാക്കി. ಫರೋಹನು ಇಂದಿನ ದಿನವೇ ಒಂದು ಅರಮನೆಯಲ್ಲಿ ಈ ರೀತಿಯಾಗಿ ಆಜ್ಞೆಯನ್ನು ಹೊರಪಡಿಸಿದನು. ಗಂಡು ಮಗುವಾಗಿ ಜನಿಸಿದ ಮಗುವನ್ನು ಅದನ್ನು ಕೊಂದು ಹಾಕಬೇಕೆಂಬುದಾಗಿ. ഹല്ലേലൂയ. അത് ദൈവം അന്ന് കുറിച്ചു വെച്ചു. ದೇವರು ಅವತ್ತು ಅದನ್ನು ನಿರ್ಣಯಿಸಿದರು. നിനക്ക് എവിടെ നിന്ന് പ്രതികൂലത്തിന്റെ നിയമം പാസാക്കുന്നുവോ, ഓർഡർ പുറപ്പെടുവിക്കുന്നുവോ, നിന്നെ അവിടെ നിർത്തും ദൈവം. ഹല്ലേലൂയ. ಎಲ್ಲಿ ಪ್ರತಿಕೂಲದ ಒಂದು ಆರ್ಡರ್ ಪಾಸ್ ಆಗುತ್ತದೋ ಅಲ್ಲಿ ದೇವರನ್ನು ನಿಲ್ಲಿಸ್ತಾರೆ ಎಂಬುದಾಗಿ. മനസ്സിലായവർ ആമേൻ പറ. ಅರ್ಥ ಆದವರು ಆಮೇಲೆ ಎಂಬುದಾಗಿ ಹೇಳಿರಿ. എവിടുന്ന് പ്രതികൂലങ്ങൾ വരുന്നുവോ, ಎಲ್ಲಿ ಪ್ರತಿಕೂಲಗಳು ಬರುತ್ತದೋ, പോരാട്ടം അനടിക്കുന്നുവോ, ಎಲ್ಲಿಂದ ಹೋರಾಟಗಳು ನಮ್ಮನ್ನು ಬೀಸುತ್ತದೋ തന്നെ കൊണ്ടുപോയി ഉറപ്പിക്കും. ನಿನ್ನನ್ನು ಅಲ್ಲೇ ಕರೆದುಕೊಂಡು ಹೋಗಿ ದೃಢಪಡಿಸುತ್ತಾರೆ. ಅದೇ ದೇವರ ಕ್ರಿಯೆ. ഒരു ആമേൻ പറഞ്ഞാട്ടെ. ಒಂದು ಆಮೇಲೆ ಹೇಳಿರಿ. സ്തോത്രം. ಸ್ತೋತ್ರ. ഫറവോന്റെ മകള് വന്ന് ಫರೋಹನ ಮಗಳು ಬಂದು കണ്ടപ്പോ പെട്ടകത്തിനകത്ത് ഒരു ചെറുക്കൻ കിടക്കുക. ಆ ಪೆಟ್ಟಿಗೆ ತೆರೆದು ನೋಡುವಾಗ ಅದರಲ್ಲಿ ಸಣ್ಣ ಮಗು ಮಲಗಿದೆ. പെട്ടകം അങ്ങ് തുറന്നു കൊടുത്തു. ಆ ಪೆಟ್ಟಿಗೆ ತೆರೆದು ಕೊಟ್ಟರು. ഫറവോന്റെ മകൾ ഇന്ന് വരെ കൊട്ടാരത്തിൽ കാണാത്ത സൗന്ദര്യമുള്ള ഒരു കൊച്ചൻ. ಫರೋಹನ ಮಗಳು ಅರಮನೆ ನೋಡದಿರುವಂತ ಒಂದು ಸೌಂದರ್ಯವುಳ್ಳ ಒಂದು ಮಗು. എനിക്ക് തോന്നും പുത്രിയെ കണ്ടപ്പോൾ മോശക്കുഞ്ഞ് ഒരു നല്ല ക്ലോസപ്പ് ചിരിയൊക്കെ ചിരിച്ചു കാണും. ನನಗನ್ಸ್ತದೆ ಆ ರಾಣಿ ನೋಡಿದಾಗ ಮೋಶೆ ಕೂಸು ಒಂದು ನಗು ನಗಾಡಿರಬಹುದು ಎಂಬುದಾಗಿ. രാജ്ഞിക്ക് ഇവനെ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. ರಾಣಿಗೆ ಮಗು ನೋಡಿದಾಗ ಬಹಳ ಇಷ್ಟವಾಯ್ತು. ഇഞ്ഞ കോരിയെടുത്തു. ಈ ರೀತಿಯಾಗಿ ಎತ್ಕೊಂಡು ಸೀದಾ ಹೆಗಲ ಮೇಲೆ ಹಾಕೊಂಡು രാജകൊട്ടാരത്തിലേക്ക് പോകുക. ಅರಮನೆಗೆ ಹೋಗ್ತಾ ಇದ್ದಾಳೆ. ഒരു നല്ല ആമേൻ പറഞ്ഞാട്ടെ. ಒಂದು ಒಳ್ಳೆ ಆಮೇಲೆ ಹೇಳಿರಿ. ചെന്ന് ആമേ പിറ്റേ ദിവസം ചെന്ന് ഫറവോന്റെ കൊട്ടാരത്തിനകത്തുള്ള ഡൈനിങ് ടേബിളിന്റെ ഒരു മൂലയ്ക്ക് കൊണ്ട് ചെറുക്കനെ ഇരുത്തി. ಮಾರನೇ ದಿನ ಫರೋಹನ ಡೈನಿಂಗ್ ಟೇಬಲ್ ಒಂದು ಮೂಲೆಯಲ್ಲಿ ಮಗುವನ್ನು ಕೂರಿಸಿದಳು. കഴിഞ്ഞ തലേ ദിവസം ഈ കൊട്ടാരത്തിൽ നിന്ന് പ്രതികൂലത്തിന്റെ ഓർഡർ പുറപ്പെട്ടത്. ಕಳೆದ ದಿನ ಒಂದು ಪ್ರತಿಕೂಲದ ಒಂದು ಅಪ್ಪಣೆ ಹೊರಪಟ್ಟದು ಅರಮನೆಯಿಂದ. പക്ഷെ അവിടെ തന്നെ അവനെ അവിടെ നിർത്തി. ಆದ್ರೆ ಅಲ್ಲಿನೇ ಅವನನ್ನು ನಿಲ್ಲಿಸಿದರು. ഒരു ആമേൻ പറഞ്ഞാട്ടെ. ಒಂದು ಆಮೇಲೆ ಹೇಳಿರಿ. ഈ സഭയ്ക്ക് നേരെ വധഭീഷണി വന്നില്ലേ? ಈ ಸಭೆಗೆ ವಿರುದ್ಧವಾಗಿರುವಂತ ಸವಾಲುಗಳು ಬಂದಿದೆಯಲ್ಲ, ಸವಾಲುಗಳು ಬಂದಿದೆಯಲ್ಲ. ദൈവം ദേശത്ത് നിർത്തിയത് ദൈവത്തിന്റെ പദ്ധതിയാ. ದೇವರೇ ನಿಲ್ಲಿಸಿದ ದೇವರ ಯೋಜನೆ. ಕರಗಳನ್ನು ಬೇಯಿಸುತ್ತ ಆಮೇಲೆ ಎಂಬುದಾಗಿ ಹೇಳಿರಿ. സ്തോത്രം. ಸ್ತೋತ್ರ. സ്തോത്രം. ಸ್ತೋತ್ರ. ഫറവോൻ രാവിലെ ಫರೋಹನ ಬೆಳಗ್ಗೆ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നപ്പോ, ಬ್ರೇಕ್ಫಾಸ್ಟ್ ತಿಂಡಿ ತಿನ್ನುವುದಕ್ಕೆ ಬಂದಾಗ, ഈ ഡൈനിങ് ടേബിളിന്റെ മൂലയ്ക്ക് ഒരു കൊച്ചു മുട്ടത്തല. ಆ ಊಟ ಮಾಡುವಂತ ಮೇಜಿನ ಮುಂದೆ ಒಂದು ಸಣ್ಣ ಒಂದು ಮಗು. ഫറവോനെ കണ്ടപ്പോഴേ ചെറുക്കൻ വിളിക്കുക ഡാഡി എന്നൊക്കെ. ಫರೋಹನ್ ನೋಡುವಾಗಲೇ ಮಗು ಕರೀತದೆ ಅಪ್ಪ ಎಂಬುದಾಗಿ. അവനെ കോരിഞ്ഞെടുത്ത് ഫറവോൻ ಅವನನ್ನು ಎತ್ಕೊಂಡು ಫರೋಹನನು, എനിക്ക് തോന്നുന്നു അവിടെ നിന്ന് ഒരു പഴമൊക്കെ പൊളിച്ച് അവന്റെ ചുണ്ടത്ത് വെച്ച് കൊടുത്തു കാണും. ನನಗನ್ಸುತ್ತೆ ಅಲ್ಲಿದ್ದ ಒಂದು ಬಾಳೆನೆಲ್ಲ ಸಿಪ್ಪೆ ತೆಗೆದು ಬಾಯಲ್ಲಿ ಇಟ್ಟಿರಬಹುದು ಎಂಬುದಾಗಿ. നല്ല ആമേൻ പറഞ്ഞാട്ടെ. ಒಂದು ಒಳ್ಳೆ ಆಮೇಲೆ ಹೇಳಿರಿ. ഒരു കുന്തം കണ്ടപ്പോൾ ഇവൻ ചോദിക്കുക ഡാഡി അതെന്താ ഡാഡി? ಒಂದು ಕೋಲ್ ನೋಡುವಾಗ ಇವನು ಕೇಳ್ತದನ ಅಪ್ಪ ಅದೇನು ಎಂಬುದಾಗಿ. അത് യുദ്ധം ചെയ്യേണ്ട സാധന മോനെ. ಅದು ಯುದ್ಧ ಮಾಡುವಂತ ವಸ್ತುವಾಗಿದೆ ಮಗನೇ. കുതിരെ കണ്ടപ്പോൾ ചോദിച്ചു അതെന്താ
എന്താടി? ಕುದುರೆ ನೋಡಿದಾಗ ಅವನು ಕೇಳಿದ, ಅಪ್ಪ അത് ಅದೇನೆಂಬುದಾಗಿ. യുദ്ധത്തിന് പോകാൻ നേരത്ത് സഞ്ചരിക്കുന്ന സാധനമാണ്. ಅದು ಯುದ್ಧಕ್ಕೆ ಹೋಗುವಾಗ ಸಂಚರಿಸಿರುವಂತ ಒಂದು ചുരുക്കി ವಾಹನವಾಗಿದೆ. പറഞ്ഞ നിമിഷം നേരം കൊണ്ട് കൊട്ടാരത്തിൽ നിന്ന് സകല ആടവും പയറ്റും പഠിച്ച് തികഞ്ഞവനായ ദൈവം അവനെ പുറത്തെടുക്കുക. ഒരാമയും പറഞ്ഞാട്ടെ. ಸಣ್ಣದಾಗಿ ಹೇಳಬೇಕಾದ್ರೆ ಅರಮನೆಯಲ್ಲಿ ಎಲ್ಲವನ್ನು ಕಲಿತು ಮೋಶೆ ದೇವರು ಹೊರತರ್ತಾ ಇದ್ದಾರೆ. സ്തോത്രം. ಸ್ತೋತ್ರ. ആമേൻ പറ. ಆಮೇನ್ ಎಂಬುದಾಗಿ ಹೇಳಿದರೆ 40 വർഷം കഴിഞ്ഞപ്പോൾ 40 ವರ್ಷ ಮುಗಿಯುವಾಗ കൊട്ടാരം വിട്ട് ಅರಮನೆಯನ್ನು ಬಿಟ್ಟು ഒരു കുടിലിലേക്ക് ഇറങ്ങിത്തിരിക്കുന്ന മോശ. ಒಂದು ಗುಡಿಸಿನ ಕಡೆಗೆ ತಿರುಗುವಂತ ಮೋಶೆ അങ്ങനെ വന്ന് ಹಾಗೆ ಬಂದು ആമേ ഹോരേബ് പർവ്വതത്തിലെത്തിയപ്പോൾ ಓರೆ ಬೆಟ್ಟಕ್ಕೆ ತಲುಪಿದಾಗ ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ಒಂದು ಒಳ್ಳೆ ಹಾಲೆಲೂಯ ಹೇಳಿರಿ. കത്തുന്ന മുൾപ്പടർപ്പ്, ಆ ಹತ್ತಿ ಉರಿಯುವಂತ ಮುಳ್ಳಿನ ಪೊದೆ, അവൻ അശ്വത വെന്തു പോകുന്നില്ല. ಅದು ಆದ್ರೆ ಸುಟ್ಟು ಹೋಗ್ತಾ ಇಲ್ಲ. ദൈവം മോശയെ വിളിക്കുന്നു. ದೇವರು ಮೋಶೆಯನ್ನು ಕರೀತಾ ಇದ್ದಾರೆ. മോശ ഇങ്ങോട്ട് എടുക്കരുത്. ಮೋಶೆ ಹತ್ರಕ್ಕೆ ಬರಬೇಡ. നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമി ആയതുകൊണ്ട് ನಿಂತಿರುವಂತ ಜಾಗ ಅದು നിന്റെ ಪರಿಶುದ್ಧವಾಗಿರುವುದರಿಂದ കാലിൽ നിന്ന് ചെരുപ്പടിച്ച് കളയണം ನಿನ್ನ ಕಾಲಿಂದ ಚಪ್ಪಲಿಯನ್ನು ತೆಗೆದು ಹಾಕು എന്ന് പറഞ്ഞാൽ ಎಂಬುದಾಗಿ ಹೇಳಿದರೆ നീ പരിചയിച്ചതെല്ലാം എടുത്തു മാറ്റുകയാ. ಇದೆಲ್ಲವನ್ನು ತೆಗೆದು ಹಾಕ್ತಾ ಇದ್ದಾರೆ. നിന്റെ കഴിവോ നീ പഠിച്ചതൊന്നും കൂടെ പ്രയോജനപ്പെടുന്നില്ല. ನೀನು ಕಲಿತದ ನಿನ್ನ ಪ್ರತಿಭೆ ಯಾವುದೇ ಆಮೇಲೆ ಎಂಬುದಾಗಿ നിന്റെ ಹೇಳಿದರೆ പരിചയ സമ്പത്തെല്ലാം മാറ്റാൻ പറഞ്ഞു. ನಿನ್ನಲ್ಲಿ ಇದ್ದ ಎಲ್ಲವನ್ನು ತೆಗೆದುಹಾಕುವುದಕ್ಕೆ ಹೇಳಿದರು. ആമേൻ പറ. ಆಮೇಲೆ ಹೇಳಿರಿ, നിന്നെ ഞാൻ ചിലത് പഠിപ്പിക്കാൻ പോകുകയാ. ನಿನ್ನನ್ನು ನಾನು ಕೆಲವು ಕಲಿಸುವುದಕ್ಕೆ ಹೋಗ್ತಾ ಸ್ತೋತ್ರ ಇದ್ದೇನೆ. ಜಯ. ಸ್ತೋತ್ರ ಹೇಳಿರಿ. ಆಮೆನ್. ಜೀಸಸ್ ಹalleluya. Praise the Lord. ಪ್ರೈಸ್ ದಿ ಲಾರ್ಡ್. സ്തോത്രം. ಸ್ತೋತ್ರ. ആ എന്തുകൊണ്ടാ തീ കത്തുന്നു വെന്തു പോകാഞ്ഞത്? ಯಾಕೆ ಬೆಂಕಿ ಹತ್ತುರಿತಾ ಇದ್ರೂ ಕೂಡ അത് ಅದು ಸುಟ್ಟು മോശയെ മാത്രം ಹೋಗದಿರೋದು? കാണിക്കാൻ കാര്യം എന്താ? ಅದು ಮೋಶೆಯನ್ನು ಮಾತ್ರ ತೋರಿಸೋದಕ್ಕಿರುವ ಕಾರಣ ഞാൻ ಏನಾಗಿದೆ? വചനം പഠിച്ചപ്പോൾ ഒരു കാര്യം ദൈവം എന്നെ പഠിപ്പിച്ചു. ವಾಕ್ಯ ಕಲಿತಾಗ ನನಗೆ ಒಂದು ವಿಷಯ ದೇವರು കത്തുന്ന ಕಲಿಸಿದರು. മുൾപ്പടർപ്പ് പക്ഷെ വെന്തു പോകുന്നില്ല. ಹತ್ತಿ ಉರಿಯುವಂತ ಮುಳ್ಳಿನ അത് ಪೊದೆ ಆದ್ರೆ ಸುಟ್ಟು ಹೋಗ್ತಾ ಇಲ್ಲ. അബ്രഹാമിനെ കാണിച്ചില്ല. ಅದು ಅಬ್ರಹಾಮನ ತೋರಿಸಲಿಲ್ಲ. ഇസ്ഹാക്കിനെ കാണിച്ചില്ല. ಇಸಾಕನಿಗೆ അവൻ ತೋರಿಸಲಿಲ್ಲ. യാക്കോബിനെ കാണിച്ചില്ല. ಯಾಕೋಬನನ್ನು ತೋರಿಸಲಿಲ್ಲ. എന്തുകൊണ്ട് മോശയെ മാത്രം കാണിച്ചു? ಯಾಕೆ ಮೋಶೆಗೆ ಮಾತ್ರ ತೋರಿಸಿದ್ರು? പരിശുദ്ധാത്മാവിനെ പഠിപ്പിച്ചത് ಪವಿತ್ರಾತ್ಮನಿಗೆ ಕಲಿಸಿದ್ದು. മോശെ നീ ജനിച്ച സമയം മുതൽ ನೀನು ಜನಿಸಿದ ಸಮಯದಿಂದ നീ നിൽക്കുന്ന ഹോരോബിൽ വരുന്ന സമയം വരെ ನೀ ನಿಂತಿರುವಂತ ಹೋರೇಬಿಗೆ ಬರುವ നീ ತನಕವೂ കടന്നു പോയത്, ನೀನು ನಡೆದು ಹೋದದ್ದು, ജീവിച്ചു പോയത് ಜೀವಿಸಿ ನಡೆದದ್ದು അഗ്നിക്കകത്തൂടെയാ. ಅಗ್ನಿಯ ಒಳಗಡೆ ಆಗಿದೆ. ആമേൻ പറ. ಆಮೇಲೆ ನಿಮ್ದಾಗ ಹೇಳಿರಿ, അഗ്നി പരീക്ഷണക്കകത്തൂടെയാ. ಒಂದು ಬೆಂಕಿಯ ಪರೀಕ್ಷೆ ಒಳಗಾಗಿದೆ. പക്ഷേ നീ നിന്നതല്ല, ಆದ್ರೆ ನೀ നീ ನಿಂತದಲ್ಲ, വന്നു പോകാഞ്ഞത്. ನೀನು ಬೆಂದು ಸುಟ್ಟು നിന്റെ കഴിവോ മിടുക്കൊന്നുമല്ല. ನಿನ್ನ ತರಬೇತಿ ಏನು ಅಲ್ಲ. അനുഭവമുള്ളവർ ആമേൻ പറഞ്ഞാട്ടെ. ಅನುಭವ ಇರೋರು ಆಮೇಲೆ ನಿಮ್ದಾಗ ಹೇಳಿರಿ, കഴിഞ്ഞ നാളുകളിൽ ಕಳೆದ ದಿನಗಳಲ್ಲಿ നിന്റെ വിശ്വാസത്തിന്റെ പരിശോധനയിൽ, ನಿನ್ನ ನಂಬಿಕೆ നിന്റെ ಪರೀಕ್ಷೆಯಲ್ಲಿ, ശുശ്രൂഷ മണ്ഡലത്തില് ನಿನ್ನ ಸೇವೆಯ ഈ ಮಂಡಲಗಳಲ್ಲಿ പരിശോധന വന്നില്ലേ? ಅಗ್ನಿಯ ಪರೀಕ್ಷೆ ಬಂದಿದೆಯಲ್ಲ, ചൂട് വന്നില്ലേ? ಬೆಂಕಿ ಬಂದಿದೆಯಲ್ಲ, നീ വെന്തു പോകാഞ്ഞത്. ನೀನು ಸುಟ್ಟು നീ ಹೋಗದಿದ್ದದು, വെന്തു പോകാഞ്ഞത്. ನೀನು ಸುಟ್ಟು ಹೋಗದಿದ್ದದು. ಮೋಶೆ, ಮೋಶೆ, നിന്റെ കഴിവല്ല, ನಿನ್ನ ಪ್ರತಿಭೆ ಅಲ್ಲ, ജ്ഞാനമല്ല, ನಿನ್ನ ಜ್ಞಾನವಲ್ಲ, നിന്റെ മിടുക്കല്ല, ನಿನ್ನ ಒಂದು ಪ್ರತಿಭೆ ಅಲ್ಲ, എന്റെ പ്രവൃത്തിയാ. ನನ್ನ ಕ್ರಿಯೆಯಾಗಿದೆ. വിളിച്ച് ആമേൻ പറഞ്ഞു. ಕರಗಳ ತಟ್ಟುತ್ತ ಆಮೇಲೆ ಸ್ವೀಕರಿಸಿ. ഓ ജീസസ്. അതുകൊണ്ട് നമുക്ക് പുകഴുവാൻ ഒന്നുമില്ല. ಅದಕ್ಕೆ ನಮಗೆ ಹೊಗಳಿಕೊಳ್ಳೋದಕ್ಕೆ ಏನೂ ಇಲ್ಲ. ദൈവത്തിന്റെ പ്രവൃത്തിയാ, ದೇವರ ಕ್ರಿಯೆ ಆಗಿದೆ. സ്തോത്രം. ಸ್ತೋತ್ರ. ദൈവം പറഞ്ഞു, ದೇವರು ಹೇಳಿದ್ರು, ഞാൻ നിന്നെ വിളിക്കുക, ನಾನು ನಿನ್ನನ್ನು ಕರೀತಾ ಇದ್ದೇನೆ, എന്റെ ജനത്തെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവരുവാൻ, ನನ್ನ ಜನನ ಐಗುಪ್ತ ದೇಶದಿಂದ ಕರೆತರುವುದಕ್ಕಾಗಿ, ഫറവോന്റെ അടിമത്തത്തിൽ കിടന്ന ജനത്തെ വിടിവിച്ചു കൊണ്ടുവരുവാൻ ಫರೋಹನ ಗುಲಾಮತ್ತಿರುವ ಜನರನ್ನು ಬಿಡಿಸಿ ತರುವುದಕ್ಕಾಗಿ ഞാൻ നിന്നെ വിളിച്ചിരിക്കുക. ನಾನು ನಿನ್ನನ್ನು ಕರೆದಿದ್ದೇನೆ. എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു. ನನ್ನ ಜನರ ಕಷ್ಟವನ್ನು ನೋಡಿಯೇ ನೋಡಿದ್ದೇನೆ. നിലവിളി ഞാൻ കേട്ടു. ಗೋಳಾಟವನ್ನು ಕೇಳಿದ್ದೇನೆ. അതെന്തുകൊണ്ടാ 2 പ്രാവശ്യം ദൈവം പറഞ്ഞത്? ಅದ್ಯಾಕೆ ದೇವರು 2 ಸಾರಿ ಹೇಳಿದ್ದು? കഷ്ടത കണ്ടു. ಆ ಕಷ್ಟವನ್ನು ನೋಡಿಯೇ ನೋಡಿದ್ದೇನೆ. കേട്ടു. ಆ ಗೋಳಾಟವನ್ನು ಕೇಳಿದ್ದೇನೆ. ദൈവത്തിന് വേണമെങ്കിൽ ഒറ്റ പ്രാവശ്യം പറഞ്ഞുകൂടെ? ದೇವರಿಗೆ ಬೇಕಾದ್ರೆ 1 ಸಾರಿ ಹೇಳಬಹುದಾಗಿತ್ತಲ್ಲ, എന്തുകൊണ്ട് 2 പ്രാവശ്യം പറഞ്ഞു? ಯಾಕೆ 2 ಸಾರಿ ಹೇಳಿದರು? അതിന് മറുപടി പറയാ. ಅದಕ್ಕೆ ಉತ್ತರ ಹೇಳ್ತೇನೆ. ഒന്നാമത് കണ്ടു എന്ന് പറയുന്നത്, ಮೊದಲನೇದಾಗಿ ನೋಡಿದ್ದೇನೆ ಎಂಬುದಾಗಿ ಹೇಳುವುದು, നമ്മുടെ കഷ്ടത ആദ്യം ദൈവം കാണും. ನಮ್ಮ ಕಷ್ಟತೆಯನ್ನು ದೇವರು ಮೊದಲು ನೋಡ್ತಾರೆ. രണ്ടാമത് നമ്മളെ കഷ്ടപ്പെടുത്തിയവരെ ദൈവം കാണും. 2 ನಮ್ಮನ್ನು ಕಷ್ಟಗೊಳಿಸಿದವರು ದೇವರು ನೋಡ್ತಾರೆ. ഒരു ആമേൻ പറഞ്ഞാട്ടെ. ಹೌದು, ಆಮೇಲೆ ಹೇಳಿರಿ. ഒരു നിന്റെ കഷ്ടത കർത്താവ് കാണും. ಒಂದು ನಿನ್ನ ಕಷ್ಟವನ್ನು ದೇವರು ನೋಡ್ತಾರೆ. നിന്നെ ആര് കഷ്ടപ്പെടുത്തിയോ 2 ನಿನ್ನನ್ನು ಯಾರು ಕಷ್ಟಪಟ್ಟರು കാണുന്നൊരു സ്വർഗമുണ്ട്. ಅವರನ್ನು ನೋಡುವಂತ ಒಂದು ಸ್ವರ್ಗ ಇದೆ. ദൈവത്തെ സ്തുതിച്ചാലേ. ಕರಗಳ ತಟ್ಟುತ್ತ ದೇವರಿಗೆ ಸ್ತೋತ್ರ ಸಲ್ಲಿಸಿರಿ. ഓ. Thank you, Jesus. ಧನ್ಯವಾದಗಳು ಯೇಸುವೇ. മോശ പറഞ്ഞു, ಮೋಶೆ ಹೇಳಿದ, ഞാൻ തടിച്ച നാവുള്ളവനാണ്.
ನಾನು ವಾಕ್ಚಾತುರ್ಯತೆ ಇಲ್ಲದವನು, എനിക്ക് കഴിവില്ല. ನನಗೆ ಪ್ರತಿಭೆ ಇಲ್ಲ. ഞാൻ പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല. ಕರ್ತನೇ, ಅದೇನು ಪರವಾಗಿಲ್ಲ. നിന്റെ കയ്യിൽ വടിയുണ്ടല്ലോ, ನಿನ್ನ ಕೈಲಿ ಒಂದು ಕೋಲಿದೆಯಲ್ಲ, നീ അത് കൊണ്ടുപോയി പറവന്റെ കൊട്ടാരത്തിലിടണം കേട്ടോ. ನೀನು ಹೋಗಿ ಫರೋವನ ಅರಮನೆಯಲ್ಲಿ ಅದನ್ನು ತೆಗೆದುಕೊಂಡು ಹಾಕಬೇಕು. അപ്പോൾ അത് ആമേൻ വടി നിലത്തിടുമ്പോൾ ಆ ಕೋಲು ಕೆಳಗೆ ಹಾಕುವಾಗ അത് പാമ്പായി തീരും. ಅದು ಸರ್ಪವಾಗಿ ಮಾರ್ಪಡುತ್ತದೆ. വീണ്ടും നീ അതിന്റെ വാലെ പിടിക്കുമ്പോൾ ಪುನಃ ಅದರ ಬಾಲವನ್ನು ಹಿಡಿಯುವಾಗ പഴയ പാമ്പായി തീരും. ಹಳೆಯ ಒಂದು ആവുತ್ತದೆ. നിന്റെ കൈയെടുത്ത് കഷത്തിൽ വെക്കണം, അത് കുഷ്ഠമായി മാറും. വീണ്ടും അതുപോലെ ചെയ്യുമ്പോൾ പഴയ കൈയായിട്ട് മാറും. ನಿನ್ನ ಕೈ ತೆಗೆದು ಹೆಗಲಿನ ಕೆಳಗಿಡಬೇಕು, ಕುಷ್ಠವಾಗುತ್ತದೆ. ಪುನಃ ತೆಗೆಯುವಾಗ ಅದು ನೀಗುತ್ತದೆ ಎಂಬುದಾಗಿ. നദിയിലെ വെള്ളം കൂടി ഉണങ്ങിയ സ്ഥലത്തൊഴിക്കുമ്പോൾ ആ വെള്ളം രക്തമാകും. 2 ನೈಲ್ ನದಿಯ ನೀರು ಅದು ರಕ್ತವಾಗುತ್ತದೆ ಎಂಬುದಾಗಿ. നോക്കണം, 3 ഡിഗ്രികൾ ನೋಡಬೇಕು, 3 ರೀತಿಗಳು. സ്തോത്രം പറഞ്ഞാട്ടെ. ಸ್ತೋತ್ರ ಹೇಳಿರಿ. മോശയെ പഠിപ്പിച്ച് ಮೋಶೆಯನ್ನು ಕಲಿಸಿದರು. ആമേൻ ಆಮೇನ್ ആമേൻ പറ. ಆಮೇನ್ ಹೇಳಿರಿ. ദൈവവാഗ്ദത്ത പ്രകാരം മോശയെ ദൈവം കൊട്ടാരത്തിലയച്ചു. ದೇವರ ವಾಕ್ಯದ ಪ್ರಕಾರವಾಗಿ ಮೋಶೆಯನ್ನು ಅರಮನೆಗೆ ದೇವರು ಕಳಿಸಿದರು. എന്നെ ശ്രദ്ധിക്കണേ, ನೀವೆಲ್ಲರೂ ಗಮನ ಕೊಡಬೇಕು. ആരും ഉറങ്ങിയിരിക്കരുത്, ಯಾರು ನಿದ್ದೆ ಮಾಡಬಾರದು. ഉറക്കം വരുന്നവരല്ലേ പറഞ്ഞാട്ടെ. ನಿದ್ದೆ ಬರುವಂತವ್ರು ಹಾಲೆಲೂಯಾ ಎಂಬುದಾಗಿ ಹೇಳಿರಿ. നിങ്ങൾ നല്ല ശ്രദ്ധയുള്ളവരാ, ನೀವು ಒಳ್ಳೆ ಗಮನ ಇರುವಂತವರು. സ്തോത്രം. ಸ್ತೋತ್ರ. ഉറങ്ങുന്നവർ ദൈവവചന പ്രകാരം ഉറങ്ങിക്കോണം. ನಿದ್ದೆ ಮಾಡಬೇಕಾದ್ರೆ ದೇವರ ವಾಕ್ಯದ ಪ್ರಕಾರವಾಗಿ ನಿದ್ದೆ ಮಾಡಬಹುದು. എങ്ങനെയാ പാസ് അങ്ങനെ ഉറങ്ങുന്നത്? ಹಾಗೆ ಕೇಳ್ತೀರಾ, ಹೇಗೆ ಪಾಸ್ಟರ್ ಹಾಗೆ? ഒരു പാട്ട് പാടി ഞാൻ സമാധാനത്തോടെ ഇരുന്നുറങ്ങുമെന്നല്ല, ದಾವೀದನು ಒಂದು ಸರಿ ಹಾಡಾಡಿದ ಸಮಾಧಾನದಿಂದ ಕೂತು ನಿದ್ದೆ ಮಾಡ್ತೇನೆ ಎಂಬುದಾಗಿ, ನಾನು ಮಲಗುತ್ತೇನೆ ಎಂಬುದಾಗಿ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉറക്കം ക്ഷീണവും വരുന്നെങ്കിൽ ഇവിടെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്, കിടന്നുറങ്ങിക്കോണം. ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല. ನಿಮಗೆ ಯಾರಿಗಾದ್ರೂ ಸುಸ್ತಾಗುವುದಾದ್ರೆ ನೀವು ಮಲಗಿ ನಿದ್ದೆ ಮಾಡಬಹುದು. ನಾನು ಯಾರಿಗೂ ಏನು ಹೇಳುವುದಿಲ್ಲ. പുസ്തകത്തിലെ കാര്യമാണ്, ಅದು ಪುಸ್ತಕದಲ್ಲಿ ಬರೆದಿರುವ ವಿಷಯವಾಗಿದೆ. ಒಂದು ಒಳ್ಳೆ ಹಾಲೆಲೂಯಾ ಹೇಳಿರಿ. ആർക്കെങ്കിലും എന്തെങ്കിലും ക്ഷീണവും മുഷു വല്ലതും ഉണ്ടോ? ಯಾರಿಗೇನಾದ್ರೂ ಸುಸ್ತು ಸೋಲು ಏನಾದ್ರು ಇದೆಯಾ? ഉണ്ടോ? ಇದೆಯಾ? എന്തെങ്കിലും ക്ഷീണം ഉണ്ടോ? ಏನಾದ್ರೂ ಸುಸ್ತಿದ್ಯಾ? മുഷു ഉണ്ടോ? ಏನಾದ್ರೂ ಸುಸ್ತಿದ್ಯಾ? ഉണ്ടോ? ಇದೆಯಾ? സഹോദരന്മാരൊന്നും പറയുന്നില്ലല്ലോ. ಸಹೋದರರು ಏನು ಹೇಳ್ತಾ ಇಲ್ಲ. ആർക്കും ഇല്ല. ಸ್ತೋತ್ರ. ഉണ്ടെങ്കിൽ ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? സ്തോത്രം. ഇದ್ರೂ ಕೂಡ ಏನು ಮಾಡೋದಕ್ಕಾಗೋದಿಲ್ಲ. ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആമേൻ. വലിയ സംഭവങ്ങൾ നാം കാണാൻ പോവുകയാ. ದೊಡ್ಡ ಘಟನೆಗಳನ್ನು ನಾವು ನೋಡೋದಕ್ಕೆ ಹೋಗ್ತಾ ಇದ್ದೇವೆ. എനിക്ക് ദൂതൊന്ന് പറഞ്ഞു നിർത്തണം. ನನಗೆ ಈ ಪ್ರಕಟಣೆ ಹೇಳಿ ನಿಲ್ಲಿಸಬೇಕು. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ಒಂದು ಹಲ್ಲೆಲೂಯಾ ಎಂಬುದಾಗಿ ಹೇಳಿರಿ. ദൈവത്തിന്റെ വാഗ്ദത്ത പ്രകാരം ഫറവോന്റെ കൊട്ടാരം, ದೇವರ ವಾಗ್ದಾನ ಪ್ರಕಾರವಾಗಿ ಈಗ ಫರೋವನ ಅರಮನೆ, ഭാവനെ കണ്ടിരിക്കുക. ನೀವು ಅದನ್ನು ಭಾವನೆ ನೋಡಿರಿ. ദൈവം പറഞ്ഞതുപോലെ അവിടെ ചെന്നു. ದೇವರು ಹೇಳಿದ ಹಾಗೆ ಅವನ ಅಲ್ಲಿಗೆ ಹೋದ. ദൈവം പറഞ്ഞു, ದೇವರು ಹೇಳಿದರು, നിന്റെ കയ്യിൽ ഒരു വടിയുണ്ടല്ലോ. ನಿನ್ನ ಕೈಲಿ ಒಂದು ಕೋಲು ಇದೆಯಲ್ಲ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. ആമേൻ. ಆಮೆನ್. ദൈവം ചോദിച്ചു, നിന്റെ കയ്യിലിരിക്കുന്നത് എന്താ? ದೇವರು ಕೇಳಿದ ಕೈಯಲ್ಲಿ ಏನಿದೆ ಎಂಬುದಾಗಿ. മോശ പറഞ്ഞു, ಮೋಶೆ ಹೇಳಿದ, ഒരു നിസാരം പോലെ ഒരു വടി. ಒಂದು ಸರಳ ರೀತಿಯಲ್ಲಿ ಒಂದು ಕೋಲು ಎಂಬುದಾಗಿ. കർത്താവേ, ഒരു വടിയാ? ಕತ್ತರಿ ಒಂದು ಕೋಲು. മോശയ്ക്കത് നിസാരമാ, ಮೋಶೆಗೆ ಅದು ಚಿಕ್ಕದಾಗಿರಬಹುದು. ആമേൻ പറ. ಆಮೇನ್ ಹೇಳಿರಿ. നീ ആ വടി കൊണ്ട് നിലത്തിടണം. ನೀನು ಆ ಕೋಲು ತೆಗೆದುಕೊಂಡು ನೆಲಕ್ಕೆ ಹಾಕಬೇಕು. അപ്പോൾ ಆಗ മോശ അതുപോലെ ചെയ്തു. ಮೋಶೆ ಅದೇ ರೀತಿಯಾಗಿ ಮಾಡಿದ. വടി നിലത്തിട്ടപ്പോൾ ಆ ಕೋಲು ನೆಲಕ್ಕೆ ಎಸೆದಾಗ മോശയുടെ വടി പാമ്പായി തീരുകയാണ്. ತಕ್ಷಣವೇ ಮೋಶೆ ಕೋಲು ಹಾವಾಗಿ ಮಾರ್ಪಡ್ತಾ ಇದೆ. ശ്രദ്ധിക്കണേ, ಗಮನ ಕೊಡಬೇಕು. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. ആമേൻ. ആമേൻ. പെട്ടെന്ന് വടി പാമ്പായി കഴിഞ്ഞപ്പോൾ ಆ ತಕ್ಷಣವೇ ಕೋಲು ಸರ್ಪವಾಗಿ ಮಾರ್ಪಟ್ಟಾಗ എല്ലാ അഭിഷിക്തന്മാരും പ്രസംഗിക്കുമ്പോൾ പറയും, മോശ പേടിച്ചു മാറിയെന്ന. ಎಲ್ಲ ಅಭಿಷಕ್ತರು ಪ್ರಸಂಗ ಮಾಡುವಾಗ ಹೇಳ್ತಾರೆ, ಮೋಶೆ ಎದುರು ಹಿಂದೆ പേടിച്ചു മാറിയതല്ല, ಮೋಶೆ ಆ ರೀತಿಯಾಗಿ ಎದುರು ಹಿಂದೆ ಹೋಗುದಲ್ಲ. ಗಮನ ಕೊಡಬೇಕು. ആശ്ചര്യപ്പെട്ടു മാറിയതാ. ಆಶ್ಚರ್ಯದಿಂದ ಅವನು ಹಿಂದಕ್ಕೆ ಹೋದದ್ದು. വടി പാമ്പായപ്പോൾ ತಕ್ಷಣವೇ ಕೋಲು ಹಾವಾಗಿ ಮಾರ್ಪಟ್ಟಾಗ ഇങ്ങനെ വന്നു. ಮೋಶೆಗೆ ಚಿಂತೆ ಈ ರೀತಿಯಾಗಿ ഈ പാമ്പിനെയാണോ ഞാൻ ഇത്രയും നാൾ ചുമന്ന് നടന്നത്? ಈ ಆವನ್ನಾಗಿದ್ದ ಇಷ್ಟು ಕಾಲ ಒತ್ತು ನಡೆದದು. ആമേൻ പറ. ಆಮೇನ್ ಎಂಬುದಾಗಿ ಹೇಳಿರಿ. ഇവൻ ഉറങ്ങാൻ നേരത്ത് ഈ പാമ്പിനെ മൂലയിലോട്ട് ചാരി കുത്തി നിർത്തും. ಅವನು ನಿದ್ದೆ ಮಾಡುವಾಗ ಈ ಆವನ್ನು ಆ ಮೂಲೆಗೆ ನಿಲ್ಲಿಸ್ತಾನೆ. ഇതിനെയാണോ ഞാൻ ഇത്രയും നാൾ കൊണ്ട് നടന്നത്? ಇಷ್ಟು ಕಾಲ ನಾನು ಇದನ್ನೇ ಒತ್ತುಕೊಂಡು ನಡೆದೆನಾ? വിഷമുള്ളതിനെ, ವಿಷ ಇರುವಂತದನ್ನು. സ്തോത്രം പറ. ಸ್ತೋತ್ರ ಹೇಳಿರಿ. അങ്ങനെ ചില വിശ്വാസികൾ അവരെ പുറമേ കണ്ടാൽ ഒരു വടി പോലെ തോന്നും, പക്ഷേ ആമേൻ ഒറിജിനൽ വിഷപ്പാമ്പുകളാ. ಆದ್ರೆ ಕೆಲವು ನಂಬಿಕೆ ವಿಶ್ವಾಸಿಗಳು ಅದೇ ರೀತಿಯಾಗಿದೆ. ಹೊರಗಿಂದ ನೋಡುವಾಗ ಕೆಲವು ಕೋಲ್ ಅನಿಸ್ತದೆ, ಆದ್ರೆ ಒಳಗಿಂದ ಬಹಳ ವಿಷಕಾರಿಯಾಗಿರ್ತಾರೆ. ನೀವು ಯಾರು ಮಾತಾಡ್ತಾ ಇರಲ್ಲ. സ്തോത്രം പറഞ്ഞാട്ടെ. ಸ್ತೋತ್ರ ಹೇಳಿರಿ. അതിനെ നാക്കിന് കൈകാര്യം ചെയ്തോണം. ಅದು ಒಳ್ಳೆ ರೀತಿಯಲ್ಲಿ ಕಾರ್ಯ ನಡೆಸಿಕೊಳ್ಬೇಕು. സ്തോത്രം പറഞ്ഞാട്ടെ. ಸ್ತೋತ್ರ ಹೇಳಿರಿ. മോശ ചിന്തിച്ചത്, ഇതിനെയാണോ ഞാൻ ഇത്രയും നാൾ കൊണ്ട് നടന്നത്?
ಮೋಶ ಚಿಂತಿಸಿದ ಇಷ್ಟು ಕಾಲ ನಾನು ಇದನ್ನು ಒತ್ತುಕೊಂಡು ನಡೆದೆನಾ? ഈ പാമ്പിന്റെ വാലെ പിടിക്കാൻ പറഞ്ഞ മോശ അതുപോലെ ചെയ്തു. ആമേൻ. ಮೋಶೆಗೆ ಹಾವಿನ ಬಾಲವನ್ನು ಹಿಡಿಯೋಕೆ ಕೇಳಿದ್ರು, ಅದೇ ರೀತಿಯಾಗಿ ಮಾಡಿದರು. മോശയ്ക്കൊരു ഗുണമുണ്ട്, ദൈവം കൽപ്പിച്ചപ്പോഴാണ് പിടിക്കാൻ പറഞ്ഞപ്പോഴാണ് പിടിച്ചത്. ಮೋಶೆಗೆ ಒಂದು ಒಳ್ಳೆ ಗುಣ ಇದೆ, ದೇವರು ಹೇಳಿದಾಗಲೇ ಅವನು ಅದನ್ನು ಆ ರೀತಿಯಾಗಿ ಮಾಡಿದನು. ദൈവം കൽപ്പിക്കാതെ പിടിച്ചിരുന്നെങ്കിൽ മോശ വടിയാകുമായിരുന്നു. ದೇವರು ಆಜ್ಞೆ ಕೊಡದೆ ಮೋಶೆ ಅದನ್ನು ಹಿಡಿದಿದ್ದರೆ ಮೋಶೆಗೆ ಕೂಡ ಅದು ಕಚ್ಚುತ್ತಾ ಇತ್ತು. നിങ്ങൾക്കൊന്നും മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ನಿಮಗೇನು ಅರ್ಥ ಆಗಿಲ್ಲಲ್ಲ? സ്തോത്രം പറഞ്ഞാട്ടെ. ಸ್ತೋತ್ರ ಹೇಳಿರಿ. പെട്ടെന്ന് അതിന്റെ വാലെ പിടിച്ചു. ತಕ್ಷಣವೇ ಅದರ ಬಾಲವನ್ನು ಹಿಡಿದ. ഇന്ന് ഒരു ദൂത് കൈമാറുകയാണ്. ಇವತ್ತು ಒಂದು ಪ್ರಕಟಣೆಯನ್ನು ಕೊಡ್ತಾ ಇದ್ದೇನೆ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. ഫറവന്റെ കൊട്ടാരം ഈ ദേശമെന്ന് സങ്കല്പിക്കുക. ಫರೋಹನ ಅರಮನೆ ದೇಶ ಎಂಬುದಾಗಿ ನೀವು ಅಂದುಕೊಂಡ್ರೆ, ദേശമാകുന്ന കൊട്ടാരം, ದೇಶವಾಗಿರುವಂತ ಅರಮನೆ. ശ്രദ്ധിക്കണമേ, ಗಮನ ಕೊಡಬೇಕು, ശ്രദ്ധിക്കണമേ. ಗಮನ ಕೊಡಬೇಕು. ആമേൻ. സ്വത്രം. പരിശുദ്ധാത്മ ഒരു കാര്യം പറയുന്നു. ಪವಿತ್ರಾತ್ಮ ಒಂದು ವಿಷಯ ಹೇಳ್ತಾ ಇದ್ದಾರೆ. ആമേൻ. മോശയുടെ പടി പാമ്പായപ്പോൾ, ಮೋಶೆಯ ಕೋಲು ಹಾವಾದಾಗ, മോശയുടെ പാമ്പനെ കൊത്തിമിഴുങ്ങുവാൻ മന്ത്രവാദികളും ശകുനവാദികളെ വിളിപ്പിച്ചിട്ട് ആ വടികളെ നിലത്തിട്ടപ്പോൾ ഇപ്പോൾ അതെല്ലാം പാമ്പുകളായി തീർന്നു. ആമേൻ. പണമുയർത്തി വാതുറന്ന് നെറ്റിട്ട് നിൽക്കുന്ന ഈ ശക്തിയെ കണ്ട് മോശ ഭാരപ്പെടേണ്ടി വന്നില്ല. സ്വത്രം. ಫರೋಹನ ಜ್ಯೋತಿಷ್ಯರು ಅಲ್ಲಿದ್ದಂದ್ರೆ ಎಲ್ಲರೂ ಕೂಡ ಕೋಲುಗಳನ್ನು ಹಾಕಿ ಆವಾಗಿ ಮಾರ್ಪಟ್ಟು ಅದು ಎಡೆ ಬಿಚ್ಚಿ ನಿಂತಾಗ ಮೋಶೆಗೆ ಹೆದರುವ ಅಗತ್ಯ ಬರಲಿಲ್ಲ. ഇന്ന് നിന്റെ മുമ്പിൽ നിൽക്കുന്ന പണമുയർത്തി നിൽക്കുന്ന പാമ്പിനെ പോലെ പണമുയർത്തി വാ തുറന്നു നിൽക്കുന്ന ചില ശക്തികളെ, ഇന്ന് നിന്നെ മിഴുകുവാൻ വേണ്ടി നിൽക്കുന്ന ഈ ശക്തികളെ നീ മിഴുകാൻ പോവുക. ಇವತ್ತು ನಿನಗೆ ವಿರುದ್ಧವಾಗಿ ಎಡೆ ಎತ್ತಿ ನಿಂತಿರುವಂತ ಬಾಯಲ್ಲಿ ನುಂಗುವ ರೀತಿಯಲ್ಲಿ ನಿಂತಿರುವಂತ ಶಕ್ತಿಗಳನ್ನು ನೀ ನುಂಗುವುದಕ್ಕೆ ಹೋಗ್ತಾ ಇದೀಯಾ? നിന്നെ ഇന്ന് അകത്താക്കുമെന്നും ನಿನ್ನನ್ನು ಇವತ್ತು ಒಳಗೆ ಹಾಕ್ತೀನಿ നിന്നെ ಎಂಬುದಾಗಿ, ഇന്ന് കൊത്തി മിഴുങ്ങുമെന്നും ನಿನ್ನ ಇವತ್ತು ಕಚ್ಚಿ ಸಾಯಿಸ್ತೀನಿ ಎಂಬುದಾಗಿ, രോഗമെന്ന പേരിൽ ಲೋಕ ಎಂಬ ಹೆಸರಿನಲ್ಲಿ, ഒരുപക്ഷെ ಕ್ಯಾನ್ಸರ್ ആകട്ടെ, ರೋಗ ಎಂಬ ಹೆಸರಿನಲ್ಲಿ, ಟ್ಯೂಮರ್ ಆಗತ್ತೆ, ಟ್ಯೂಮರ್ ಆಗಿರಲಿ, ഏത് മാരക രോഗമാകട്ടെ, ಯಾವುದೇ ಭಾರ ರೋಗವಾಗತ್ತೆ, ಯಾವುದೇ ಸಾಲ ಬರವಾಗಿರಲಿ, മിഴുകുവാൻ വേണ്ടി ನಿನ್ನನ್ನು ನುಂಗುವುದಕ್ಕೆ തുറന്നു നിൽക്കുന്ന ಬಾಯಿ ഈ ತೆರೆದಿರುತ್ತೀಯ, ശക്തികളെ ಈ ಶಕ್ತಿಗಳನ್ನು നീ മിഴുകാൻ പോകുക. ನೀ ನುಂಗುವುದಕ್ಕೆ ಹೋಗ್ತಾ ಇದೀಯಾ? കരമടിച്ച് ആരാധിച്ച് ಕರಗಳ ತಟ್ಟುತ್ತಾ ಆರಾಧಿಸಿರಿ. ಆಮೆನ್. നീ ഇന്ന് പകൽക്കാലം അതിനെ അകത്താക്കും. ನೀನು ಇವತ್ತಾಗಲೇ ನುಗ್ತೀಯಾ? യേശുവിൻ നാമത്തിൽ ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ശക്തി പോലെ, ಸರ್ಪ ಶಕ್ತಿ ശക്തി പോലെ ನಾಗರ ಶಕ್ತಿ ദേശത്തെ ഭരിക്കുന്ന ದೇಶವನ್ನು ಅಧಿಕಾರ ശക്തികൾ, ಎಲ್ಲ ಸರ್ಪದ ಶಕ್ತಿಗಳು, ദോഷങ്ങൾ, ಎಲ್ಲ ಸರ್ಪದ ಕೇಡುಗಳು, ശാപങ്ങൾ ಸರ್ಪ ಶಾಪಗಳು ಇವತ್ತು ಬಿಚ್ಚೋದಕ್ಕೆ ಹೋಗ್ತಾ ಇದೆ. പ്രാപിച്ചോ, പ്രാപിച്ചോ, പ്രാപിച്ചോ. ಅದನ್ನು ಹೊಂದಿಕೊಳ್ಳಿ, ಸಾಲದು ಸಾಲದು. ഞാൻ ആത്മാവിൽ കാണുന്ന വെളിപ്പാട്, ನನ್ನ ಆತ್ಮನೆ ನೋಡುವಂತ ಪ್ರಕಟಣೆ. ಆಮೆನ್. ദേശത്ത് വ്യാപരിക്കുന്ന ದೇಶದಲ್ಲಿ ദേശത്തിന്റെ ബന്ധനങ്ങൾ, ದೇಶದ ಮಂಡಲಗಳು, ശക്തി പോലെ, ಎಲ್ಲ ಸರ್ಪದ ಬರಗಳು, ബന്ധനം പോലെ ನಾಗ ಬಂಧನ യേശുവിന്റെ നാമത്തിൽ ಯೇಸುವಿನ ನಾಮದಲ್ಲಿ